വിവാഹ ജീവിതം എന്ന് പറയുന്നത് പെട്ടെന്ന് അസ്തമിച്ചു പോകുന്ന ഒരു കർമ്മമല്ല. അത് നമുക്ക് ഖിയാമത്ത് നാൾ കഴിഞ്ഞ് സ്വർഗം വരെ എത്തേണ്ട ഒരു കാര്യമാണ്. അതാണല്ലോ വിവാഹ ജീവിതം. ഇത് ഇബാദത്താണ്. ഇത് കേവലം ഡിജെ അല്ല, അടിച്ചു പൊളിക്കാനുള്ള ഒരു സാധനമല്ല. ഇതൊരു ഇബാദത്താണ്. സ്വർഗം കൊണ്ട് തുടങ്ങിയതാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല സ്വർഗത്തിൽ സൃഷ്ടിച്ചു. സ്വർഗത്തിൽ സൃഷ്ടിച്ചതിന് ശേഷം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അള്ളാഹ് അടുത്ത് പറഞ്ഞു, അല്ലാ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ കറങ്ങി നടക്കുന്നു ഈ സ്വർഗത്തിൽ. ഒരു ഈനാസില്ല, ഒരു മനസ്സില്ല, ഒന്ന് സംസാരിക്കാൻ ഒരാളില്ല, ഒരു സൊറ പറയാൻ ഒരാളില്ല. എന്താ പഠിച്ചെന്നെ ഇത് വല്ലാത്ത ഇത്രയും വലിയ വിശാലമായ സ്വർഗത്തിൽ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നിട്ട് എന്ത് കിട്ടാനല്ല, ഒരു റാഹത്തും ഇല്ല മനസ്സിന്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കിടന്നുറങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു എല്ല് മെല്ലെ വലിച്ചൂരി. ഉറങ്ങുന്ന സമയത്ത് അത് അടർത്തിയെടുത്ത് അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പെണ്ണിന് രൂപം നൽകി. അല്ലാഹു തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉറക്കിൽ നിന്ന് ഉണർന്നു നോക്കുമ്പോൾ അടിപൊളി ഒരു സാധനം നിൽക്കുന്നു. അല്ലാഹ് പെട്ടെന്ന് അത്ഭുതപ്പെട്ടു. പെട്ടെന്ന് തന്നെ അനിസ ഇലൈഹ വ അനിസത്തി ഇലൈഹി ഹദീസിൽ കാണാം. അനിസ ഇലൈഹ, പെട്ടെന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു ആഗ്രഹം ഉണ്ടായി. ലൈനടിയുടെ തുടക്കം സ്വർഗം മുതലാണല്ലേ. അനിസ ഹദീസിൽ വരുന്ന അങ്ങനെയാണ്. അനിസ ഇലൈഹ, അവളോട് ഒരു പ്രത്യേകമായ ഒരു ആഗ്രഹം. അനിസത്ത് ഇലൈഹി, ഇങ്ങോട്ട് ഇവൾക്കും അങ്ങോട്ടും ഉണ്ടായി. രണ്ടുപേർക്കുണ്ടെങ്കിൽ വൺ വേ ആണെങ്കിൽ പണി നടക്കൂലല്ലോ, ടൂ വേ ആണെങ്കിലല്ലേ കാര്യങ്ങൾ നടക്കും. ഇവിടെ സ്വിച്ച് ഇട്ടാലും കത്തണം, അവിടെ സ്വിച്ച് ഇട്ടാലും കത്തണം. അതാണ് ഈ ടൂ വേ എന്ന് പറഞ്ഞുള്ള സംവിധാനം. ലൈന് ഒന്നായിരിക്കും, പക്ഷെ രണ്ടിടത്ത് സ്വിച്ച് ഇട്ടാ കത്തി. ഇതിപ്പോ ഒരു സ്വിച്ച് ഇട്ടാ ഒരു ലൈറ്റ് കത്തുള്ളെങ്കിൽ ഫായിദയില്ല സംഭവം. അപ്പൊ രണ്ട് ഭാഗത്തു നിന്നുള്ള ഒരു സംഗമം ഉണ്ടാകണം, എന്നാലേ അതിനൊരു റാഹത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഇണയെ അല്ലാഹു അവിടെ വെച്ച് തന്നെ തിരഞ്ഞെടുത്തു കൊടുത്തു. പക്ഷെ അവര് സ്നേഹിച്ചെങ്കിലും പ്രേമിച്ചെങ്കിലും ഹലാലായിട്ട് കല്യാണം കഴിച്ചു. അവർ മരിക്കുന്നവരെ മരിച്ചു കഴിഞ്ഞ് അവർ സ്വർഗം വരെയും അവര് ഭാര്യയും ഭർത്താവുമാണ്. ഇന്ന് നമ്മൾ പ്രേമിക്കും, സ്നേഹിക്കും, നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ യാ അല്ലാഹ് മഅസ്സലാമ, തീർന്നു, അടുത്ത ആളെ പിടിക്കും സംഭവം. അങ്ങനെയാണ് നമ്മുടെ പരിപാടി. അത് ഏറ്റവും വലിയ വഞ്ചനയാണ്. അത് പാടില്ല എന്നാ പറയുന്നത്. അത് ശരിയല്ലല്ലോ. അത് ഏറ്റവും വലിയ വഞ്ചനയാണ് നമ്മളെ കാണിക്കുന്നത്. ഒരു പെണ്ണിന് സ്നേഹം കൊടുത്ത്, ആ പെണ്ണിനെ പ്രേമിച്ച്, ആ പെണ്ണിനെ പ്രണയിച്ച്, അവൾക്കില്ലാത്ത എല്ലാ ഓഫറുകളും ചെയ്ത് അവസാനം വേറെ ഒരു പെണ്ണിനെ കാണുമ്പോൾ ഇവളെ എല്ലാം ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. അത് ഏറ്റവും വലിയ വഞ്ചനയും ക്രൂരതയുമാണ്. അത് പാടില്ല. സ്നേഹിക്കുന്നത് നല്ല കാര്യത്തിന് വേണ്ടിയാണല്ലോ സ്നേഹിക്കുന്നത്. അപ്പൊ ഈ സ്നേഹം, ഈ പ്രണയം എന്നൊക്കെ പറയുമ്പോൾ അതിനിപ്പോ ഇസ്ലാമികപരമായിട്ടുള്ള പ്രണയത്തിന് വല്ല സ്ഥാനം ഉണ്ടോ ഉസ്താദ്? ഇസ്ലാമിലെ പെണ്ണുങ്ങളെ സ്നേഹിക്കാവോ? സ്നേഹവും പ്രണയവും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അത് ഭാര്യ ഭർത്താവിനോടുള്ള സ്നേഹവും പ്രണയവുമാണ്. അതല്ലാതെ ഒരു പെണ്ണിനെ പോയി പ്രണയിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. നമ്മളങ്ങനെ കണ്ടിട്ടുമില്ല. പ്രണയിക്കേണ്ടത് ആരെ? ഭാര്യ ഭർത്താവിനെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, إن الرجل إذا نظر إلى امرأته ونظرت إليه نظر الله إليهما نظر الرحمة أو كما قال رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ നോക്കുകയാണ്, ഒരു ഭാര്യ തന്റെ ഭർത്താവിനെ നോക്കുകയാണ്. നളറല്ലാഹു ഇലൈഹിമാ നളറർ റഹ്മാ. അവർക്ക് രണ്ടുപേർക്കും മധ്യത്തിൽ അല്ലാഹു കാരുണ്യത്തിന്റെ നോട്ടം നോക്കുമെന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പ്രണയം. കണ്ണുകൊണ്ട് അങ്ങോട്ട് ഭാര്യ ഭർത്താവിനെ നോക്കണം, ഭർത്താവ് ഭാര്യ നോക്കണം. നമ്മൾ നോക്കാറുണ്ട്. ഈ പഴയ അംബാസഡറിനെ പോയിട്ട് എന്ത് നോക്കാനാ ഉസ്താദ്? നല്ല ബെൻസ് കിടക്കുമ്പോ ബെൻസിലല്ലേ നോക്കുള്ളൂ. പഴയ അംബാസഡർ ആള് നോക്കാൻ പോകുന്നുണ്ടോ? നമ്മുടെ ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് എത്ര നാളായി നോക്കാറുണ്ട്. കദിയ ചായ ചായ പാൽ അതിനൊക്കെ ഒന്ന് പറയും. അല്ലാതെ ഓളുടെ മുഖത്തൊക്കെ കണ്ണിന്റെ താഴെയുള്ള അടയാളം കണ്ടിട്ടുണ്ടോ? മൂക്കിന്റെ സൈഡിൽ ചെറിയൊരു പുള്ളി ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതൊക്കെ എന്തുകൊണ്ട് ശ്രദ്ധിച്ചു നോക്കണം. എന്തൊക്കെ അടയാളം നിങ്ങൾ തന്നെ പോയി സ്കാൻ ചെയ്യും. നമ്മൾ പോയി സ്കാൻ ചെയ്യാത്ത കൊണ്ടാണ് വേറെ ആൾക്കാർ ഒന്ന് സ്കാൻ ചെയ്തത്. അതാണ് ഇപ്പൊ പ്രശ്നം. നമ്മുടെ ഭാര്യയുടെ മുഖത്തിന്റെ അവസ്ഥ നമുക്കൊന്നും അറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ അതാണ്, തന്റെ ഭാര്യയെ ഭർത്താവ് നോക്കണേ സന്തോഷത്തോടെ. ഒരു സാലിഹത്തായ പെണ്ണ് അടയാള, സാലിഹത്തായ ഒരു ഭാര്യയുടെ അടയാളവും തന്നെ ഇങ്ങനെയാണ്. ഒരു ഭർത്താവിനെ സുഖിപ്പിക്കണം കണ്ണുകൊണ്ട്. അതൊക്കെ ഈ ലൈനടി സംവിധാനം എന്ന് പറഞ്ഞാൽ ഈ സൈറ്റടി എന്ന് പറഞ്ഞ ഒരു കണ്ണിട്ട് അടിക്കുക എന്നുള്ളത്. അതൊക്കെ ഡിമ്മടിച്ചു കൊടുക്കുക, ബ്രൈറ്റ് അടിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഭർത്താവിന്റെ നേർക്കാണ്.
ഭർത്താവിന്റെയും ഭാര്യയുടെ നേർക്കാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അലാ ഉഖ്ബിറുകും ബിഖൈരി മാ യക്നിസുൽ മർഉ, ഒരു മനുഷ്യനെ സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ ഏറ്റവും വലിയ അമൂല്യ നിധി ഏതെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ഖാലൂ ബലാ യാ റസൂലല്ലാഹ്, സഹാബാക്കൾ പറയുകയാണ്, അറിയിച്ചു തരൂ ഹബീബേ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അൽ മർഅതു സ്വാലിഹ, സദ്വൃത്തയായ സ്വാലിഹത്തായ പെണ്ണാണ്. എന്താണ് അവളുടെ അടയാളം? സ്വാലിഹത്തായ പെണ്ണാണെന്ന് പറഞ്ഞതുകൊണ്ട് ശരിയാകുമോ? അവളുടെ അടയാളം എന്താണ്? അവളുടെ ക്വാളിറ്റി എന്താണ്? അവളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഇദാ നളറ ഇലൈഹാ സർറതുഹു, ഭർത്താവ് അവളെ നോക്കിയാൽ അവളുടെ കണ്ണിമകൾ കൊണ്ട് ഈ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന പെണ്ണാണ്. അതാണ് റാഹത്ത്. അങ്ങനെ ഭർത്താവ് എവിടെയെങ്കിലും പുറത്തേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് ഓളിങ്ങനെ നോക്കുമ്പോ, അല്ല എന്താ സെറീന, നിനക്കൊരു വിഷമം പോലെ? അല്ല ഇച്ച എപ്പോ വരും, എനിക്ക് വിശക്കും, എനിക്ക് ഭയങ്കര ഒരു വിഷമം. അങ്ങനെ സന്തോഷമുള്ളത് കൊണ്ടാണ്. വേറെ പെണ്ണുങ്ങന്മാര് ഇച്ച പോകുന്നില്ലേ സമയത്ത് പെട്ടെന്ന് പോയി, എന്തിനാ ഓടിച്ചുവിടുന്ന? അടുത്ത ലൈൻ അവിടെ നിൽക്കുന്ന സംഭവം. ഈ ചായ ഓടിച്ചിട്ടുണ്ട് അടുത്ത ലൈൻ ഇങ്ങോട്ട് തുടങ്ങാൻ, അതിനാണ് ഓടിച്ചിടുക. അപ്പൊ ഏതെങ്കിലും ഭാര്യമാര് ഭർത്താക്കന്മാരെ ഓടിക്കാൻ ശ്രമിച്ചാൽ മനസ്സിലായിക്കോ, അവക്ക് വേറെ സ്റ്റെപ്പിനുണ്ട്. ഗൾഫിൽ നിന്ന് വരും, കഷ്ടപ്പെട്ട് 6 മാസം ലീവിന് വരും, 2 മാസം അഡ്ജസ്റ്റ് ചെയ്ത് തള്ളി വണ്ടി ഓടിക്കും. പോകുന്നില്ല, ഇല്ലപ്പ എനിക്ക് 6 മാസം ഉണ്ട് പെണ്ണെ, 6 മാസം എന്നാ നമ്മുടെ കട ഇപ്പൊ തീരും, നമുക്ക് പുര കെട്ടണ്ടേ, പുര വെക്കണ്ടേ, അത് വെക്കണ്ടേ, ജാഗ വാങ്ങണ്ടേ, ഓട്. അതിന്റെ അർത്ഥം എന്താ? സംഭവം വേറെ അഡീഷണൽ സാധനം അടുത്തുണ്ട്, ഇങ്ങേരെടുന്ന് പോയെങ്കിൽ മാത്രമേ അത് ചാലുവാക്കാൻ പറ്റുള്ളൂ. സംഭവം ഓടിച്ചുവിടുകയാണ്. ഒരു മനസമാധാനത്തിനാണ് ഒരു 6 മാസം പുറലോ നിക്കാന്ന് പറഞ്ഞാൽ നിർത്തുന്നില്ലല്ലോ ഈ പെണ്ണുങ്ങന്മാര്, ഓടിച്ചുവിടുകയല്ലേ സംഭവം. അതുകൊണ്ട് സ്വാലിഹത്തായ പെണ്ണാരാണ്? ഇദാ നളറ ഇലൈഹാ സർറതുഹു, അവളെ നീ നോക്കിക്കഴിഞ്ഞാൽ അവളുടെ നോട്ടത്തിലൂടെ നിന്നെ സന്തോഷിപ്പിക്കുന്ന പെണ്ണാണ്. വഇദാ മറഹാ തഅതുഹു, അവളോട് നീ വല്ലതും കൽപ്പിക്കുകയാണെങ്കിൽ അതാതുഹു, നിന്റെ കൽപ്പനയെ പൂർണ്ണമായി അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവളാണ്. വഇദാ ഗാബ അൻഹാ ഹഫളതുഹു, ഐ ഹഫളത നഫ്സഹു വമാ ഹഫളത നഫ്സഹാ വമാ ലഹു. ആ ഭർത്താവ് തന്റെ ഭാര്യയിൽ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ തന്റെ ഭർത്താവിന് അവകാശപ്പെട്ട ആ ശരീരത്തെ, ആ പരിശുദ്ധിയെ, ആ ചാരിത്രത്തെ, ബഹുമാനപ്പെട്ട സഹോദര, നിന്റെ ഭർത്താവാണ്, എനിക്ക് അല്ലാഹു നൽകിയ അമൂല്യ സമ്പത്താണ്. എന്റെ ഭർത്താവിന് വേണ്ടി അനുവദിക്കപ്പെട്ടതാണ് എന്റെ ശരീരം. ആ ശരീരം എന്റെ ഭർത്താവിനല്ലാതെ ഞാൻ തുറന്നു കൊടുക്കുകയില്ല. എന്റെ ഭർത്താവിന്റെ സമ്പത്താണ്, എന്റെ ഭർത്താവിന്റെ പണമാണ്, എന്റെ ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഞാൻ മറ്റൊരാൾക്ക് അത് കൊടുക്കുകയില്ല എന്ന് സ്വന്തം നഫ്സിനോട് പ്രതിജ്ഞയെടുക്കുന്ന പെണ്ണേ, നീയാണ് സാലിഹത്തായ പെണ്ണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഭർത്താവിന്റെ സമ്പത്ത് അവള് സൂക്ഷിക്കണം. ഇന്ന് ഭർത്താവിന്റെ സമ്പത്ത് ഭാര്യമാര് റീചാർജ് ചെയ്ത് കൊടുക്കും. കാമുകം വിളിക്കും, പൈസ ഇല്ല, ഇഞ്ഞ പൈസ എല്ലാം തീർന്നില്ല, എന്റെ നമ്പർ ഞാൻ അങ്ങോട്ട് ഇപ്പൊ റീചാർജ് ചെയ്ത് തരാം. ഓളങ്ങോട്ട് റീചാർജ് ചെയ്ത് കൊടുക്കലല്ലേ. ആരുടെ പണമായത്? ഭർത്താവിന്റെ പണമല്ല ഇത്, ഭർത്താവിന്റെ പൈസ അല്ലേ. ഒരു ഹദീസ് കേട്ടോ, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് മുഅ്മിനാത്തുകളായ പെണ്ണുങ്ങൾ കടന്നു വരികയാണ്. യാ അയ്യുഹൻ നബിയ്യു ഇദാ ജാഅകൽ മുഅ്മിനാത്ത് യുബായിഉനക അലാ يشركن بالله شيئا ولا يسرقن ولا يزنين ولا يقتلن أولادهن ولا يأتين ببهتان يفترينه بين أيديهن وأرجلهن ولا يعصينك في معروف فبايعهن واستغفر لهن الله إن الله غفور رحيم. ആ
ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് ബഹുമാനപ്പെട്ട സാലിഹത്തായ വിശ്വാസിനികളായ സഹോദരിമാരെ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് കടന്നു വന്നിട്ട് ഹബീബായ തങ്ങളോട് പ്രതിജ്ഞ എടുക്കാൻ വേണ്ടി കടന്നു വരുമ്പോ ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു നൽകുന്ന കൽപ്പനയാണ്, ഹബീബേ അങ്ങയുടെ ഹദറത്തിൽ വരുന്ന പെണ്ണുങ്ങളോട് നിങ്ങൾ നൽകേണ്ട ഉപദേശം എന്താണ്? പെണ്ണുങ്ങളോട് അല്ലാഹുവിന്റെ കൽപ്പന പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹേ സഹോദരിമാരെ, നിങ്ങൾ ശിർക്ക് വെക്കരുത്, അല്ലാഹുവിനെ ആരാധിക്കണമേ, നിങ്ങൾ മോഷ്ടിക്കരുത്, നിങ്ങൾ വ്യഭിചരിക്കരുത്, അസഭ്യം പറയരുത്, അപരാധം കെട്ടിച്ചുമത്തരുത്, നിങ്ങൾ ആവശ്യമില്ലാതെ നിങ്ങൾ അനാവശ്യമായി നിങ്ങൾ നിങ്ങളുടെ മക്കളെ കുറിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കരുത്, ഒരു അല്ലാഹുവിന് നിരക്കാത്ത പ്രവൃത്തികളുമായി നിങ്ങൾ ബന്ധപ്പെടരുത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 6 കാര്യങ്ങൾ പരിശുദ്ധമായ ഹദീസിലൂടെ ഖുർആനിന്റെ വീക്ഷണത്തിലൂടെ അല്ലാഹുവിന്റെ റസൂൽ ആ മഹദികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. 6 കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതിനു ശേഷം ആ സദസ്സിൽ നിന്ന് സഹോദരിമാര് മടങ്ങി പോകുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ബഹുമാനപ്പെട്ട സഹോദരിമാര് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അലാ തുസാഫിഉനാ. പ്രതിജ്ഞ എടുക്കുക എന്ന് പറഞ്ഞാൽ പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ കൈക്ക് പിടിച്ചിട്ടല്ലയോ നബിയെ പ്രതിജ്ഞ എടുക്കാറുള്ളത്? അലാ തുസാഫിഉനാ, പക്ഷേ ഞങ്ങളുടെ കൈക്ക് അങ്ങ് പിടിച്ചില്ലല്ലോ ഹബീബേ, അത് പിന്നെ എങ്ങനെ പ്രതിജ്ഞയാകും നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വല്ലാഹി ഇന്നി ലാ ഉസാഫിഉൽ മർആ ഇന്നി ലാ ഉസാഫിഉ ഇംറാ. ഞാനൊരു പെണ്ണിനെയും തൊടുകയില്ല സഹോദരി, ഞാനൊരു പെണ്ണിനെയും സ്പർശിക്കുകയില്ല സഹോദരി. മഹദിയായ ആയിഷ ബീവി പറയുകയാണ്, വല്ലാഹി മാ മസ്സത് യദഹു യദ ഇംറാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ അജ്നബിയായ ഒരു പെണ്ണിന്റെ കരവുമായി സ്പർശിച്ച ചരിത്രമേ ഇല്ല. അതുകൊണ്ട് പ്രതിജ്ഞ എടുക്കാൻ വന്ന പെണ്ണുങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇന്നി ലാ ഉസാഫിഉ ഇംറാ ഇന്നമാ ഖൗലി ലിംറഅത്തിൻ വാഹിദ കഖൗലി ലിമിഅതി ഇംറാ. ഞാനൊരു പെണ്ണിനോട് പറയുന്ന ഒരു വാക്ക് അത് 100 പെണ്ണുങ്ങളോട് പറയുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് എന്റെ വാക്ക് മാത്രം നിങ്ങൾക്ക് മതി, നിങ്ങളുടെ കൈക്ക് പിടിച്ച് ഞാൻ പ്രതിജ്ഞ എടുക്കേണ്ടതില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ശൈലി അതാണ്. അപ്പൊ നമ്മളൊക്കെ പെണ്ണുങ്ങന്മാരെ വിളിച്ചിരുത്തി തലക്ക് പിടിച്ച് ഓതാൻ പറഞ്ഞു, സബിയ അടുത്തിരി, കുറച്ചുകൂടെ അടുത്തിരി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തലക്ക് പിടിച്ച് ഓതാനും പാടില്ല, വെള്ളം ഓതി കൊടുക്കുക പെണ്ണുങ്ങന്മാർക്ക് മറക്കപ്പുറത്തെ അല്ല, പിന്നെ പിടിച്ചിരുത്തി തലക്ക് പിടിച്ചിരുത്തിയിട്ട് ഇങ്ങനെ ഓതുക, തലക്കൊക്കെ പിടിച്ചിരുത്തിട്ട് ഓതുക. കള്ള ശേഖന്മാരുണ്ട് പിടിച്ച് പെണ്ണുങ്ങളെ കെട്ടിപ്പിടിച്ചിട്ടില്ല, എന്താ സുബ്ഹാനല്ലാഹ്, വലിയ ഒലി തന്നെ. വാട്സപ്പിലൊക്കെ കാണാൻ എന്റെ പെണ്ണുങ്ങളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ചന്തിക്കിട്ട് 5 അടി, ശൈത്താനെല്ലാം പോയി. അവർക്ക് വായുവിന്റെ അസുഖത്തിൽ ശൈത്താനെല്ലാം പോയി, 2 അടിയോടുകൂടി എല്ലാം പുറത്തേക്ക്. ശൈത്താന്മാർ ഇങ്ങനെ ഭയങ്കര ശേഖന്മാരുടെ വ്യാജ വലയിൽ കുടുങ്ങിപ്പോയി നമ്മുടെ പെണ്ണുങ്ങന്മാരൊക്കെ. അള്ളാഹുവിന്റെ ആരിഫ്യങ്ങൾ ഔലിയാക്കളൊന്നും പെണ്ണുങ്ങന്മാരെ പിടിക്കുകയില്ല, തൊടയില്ല, കാണേയില്ല. നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടെങ്കിൽ അവരെ മറക്കപ്പുറത്തുനിന്ന് പറയും, നമ്മൾ വിളിച്ചു കൊടുക്കും, എന്തെങ്കിലും ദുആ പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വെള്ളം പോയി കൊടുക്കും, അവരത് ചെയ്യും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിൽ നിന്ന് ആ സ്വഹാബത്ത് വനിതകളെല്ലാം മടങ്ങി പോകുമ്പോ ബഹുമാനപ്പെട്ട സ്വഹാബത്ത് സ്ത്രീകളിൽപ്പെട്ട ഒരു പെണ്ണ് അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് മറ്റൊരു സഹോദരിയെ പറഞ്ഞു വിടുകയാണ്. ഇർജിഇ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്അലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആനിലെ 6 കാര്യങ്ങൾ ഉപദേശിച്ചതിനു ശേഷം അല്ലാഹുവിന്റെ റസൂൽ സ്വന്തമായി 7ാമതൊരു കാര്യം കൂടി ആ പെണ്ണുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. വലാ തഗ്ശുസ് അസ്വാജുനാ, നിങ്ങൾ അസ്വാജന, നിങ്ങളുടെ ഭർത്താക്കന്മാരെ നിങ്ങൾ വഞ്ചിക്കരുതേ. നിങ്ങളുടെ ഭർത്താക്കന്മാരെ നിങ്ങൾ വഞ്ചിക്കരുത്. അതുകൂടെ പറഞ്ഞിട്ട് പെണ്ണുങ്ങന്മാരെല്ലാം പോയി. അവിടെയാണ് ഒരു സഹോദരിക്ക് കത്തിയത്. അതെന്താ നബി തങ്ങൾ അങ്ങനെ പറഞ്ഞത്? അതെന്താ അങ്ങനെ പറയാനുള്ള കാരണം? അതുകൊണ്ട് ഒരു സഹാബത്ത് സ്ത്രീയെ വിളിച്ചിട്ട് പറഞ്ഞു, പോയി ചോദിക്കും, നബിങ്ങളോട് പോയി ചോദിക്കും, എന്താ പറഞ്ഞത്, എന്താണ് അതിന്റെ യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്കിട്ടോ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് ആ സഹാബത്ത് പോവുകയാണ്, ആ വനിത പോവുകയാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്,
ഞങ്ങളുടെ ഭർത്താക്കന്മാരെ ഞങ്ങൾ വഞ്ചിക്കുകയാണെന്ന് പറയുന്നതിന്റെ യാഥാർത്ഥ്യം എന്താണ് നബിയേ? അങ്ങ് ഞങ്ങളോട് പറഞ്ഞുവല്ലോ, വലാ തഗ്ശുസ്നാ അസ്വാജകുന്നാ, ഞങ്ങളുടെ ഭർത്താക്കന്മാരെ നിങ്ങൾ വഞ്ചിക്കരുതേ എന്ന് പറഞ്ഞില്ലയോ? ഞങ്ങൾക്ക് മനസ്സിലായില്ല ഹബീബേ, എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് അറിയിച്ചു തരുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തഅഖുദു മാലഹു ഫതഹബാ ഗൈറഹു. ഭർത്താവിന്റെ പണം നീ ആസ്വദിക്കലാണ്, ഭർത്താവിന്റെ പണം നീ സുഖിക്കലാണ്, ഭർത്താവിന്റെ പണം നീ പറ്റല. പക്ഷേ ആ ഭർത്താവിനെ സ്നേഹിക്കുന്നതിന് പകരം, ഭർത്താവിനെ പ്രേമിക്കുന്നതിന് പകരം, ഭർത്താവിനെ പ്രണയിക്കുന്നതിന് പകരം ഫതഹബാ ഗൈറഹു, കാമുകന്മാരെ നീ പ്രേമിക്കലാണ് പെണ്ണേ. അത് ആ ഭർത്താക്കന്മാരോടുള്ള വഞ്ചനയാണ്. അത് പാടില്ല, അത് ഹറാമാണ്, അത് നിഷിദ്ധമാണ്. നിന്റെ സ്നേഹം നീ നൽകേണ്ടത് നിന്റെ ഭർത്താവിനാണ്. ആ ഭർത്താവിനോടുള്ള സ്നേഹം കാമുകന്മാരെ അടർത്തിയെടുക്കാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചു പോയാൽ അത് ഭർത്താക്കന്മാരോടുള്ള വഞ്ചനയാണ്. നബിയുനാ റസൂലുള്ളാഹി പൈസ വാങ്ങാം, അവിടുന്ന് പൈസ ഇട്ട് നമ്മൾ റീചാർജ് ചെയ്ത് കൊടുക്കാം പെണ്ണുങ്ങന്മാരെ. ചിന്തിച്ചോ, പഠിച്ചോ, വേണമെങ്കിൽ പഠിച്ചോ, അല്ലെങ്കിൽ ചന്തയിൽ പോയിട്ട് ഇങ്ങനെ വളയും മാലയൊക്കെ വായിക്കോട്ടെ, ഇങ്ങനെ കറങ്ങി തിന്നിട്ട് പോയിക്കോ. ഉറൂസ് കഴിഞ്ഞു, പാലും കഴിഞ്ഞു. വേണമെങ്കിൽ കേട്ട് പഠിച്ചോ, മനസ്സിലാക്കിക്കോ. ഇനിയെങ്കിലും ഇന്നലെ വരെ ലൈൻ അടിച്ച് വെക്കാൻ ഡിലീറ്റ് ആക്കി കളാ. ഇന്ന് പോലെ നാളെ പോലെങ്കിലും പുതുതായിട്ടെങ്കിലും ഭർത്താവിനെ സ്നേഹിക്കും. അതുകൊണ്ടാണ് വിധങ്ങൾ പറഞ്ഞത്, വഇദാ ഖാബ അൻഹാ ഹഫിളതുഹു, ഭർത്താവിന്റെ അഭാവത്തിൽ തന്റെ ശരീരത്തെ സൂക്ഷിക്കുന്ന പെണ്ണ് മൊത്തം സൂക്ഷിക്കണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിന്റെ രാവിലെ സ്വർഗ്ഗവും നരകവും കണ്ടില്ലേ? അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എന്നെ നരകത്തിന്റെ അരികിലേക്ക് കൊണ്ടു നിർത്തുകയാണ്. നരകത്തിന്റെ അരികിൽ ഞാൻ പോയി നിൽക്കുമ്പോ ഒരുപാട് സഹോദരിമാരതിൽ വെന്തുരുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീലിനോട് ചോദിക്കുകയാണ്, എന്താണ് ജിബ്രീലേ ഈ കാണുന്നത്? ഹബീബായ തങ്ങൾ പറയുകയാണ്, റഅയ്തു ഇംറാതൻ ഖദ് ശുദ്ദത് സദിയൈഹാ വയദാഹാ ഇലാ നാസിയതിഹാ. ഒരു വിഭാഗം ആളുകൾ, ഒരു വിഭാഗം സ്ത്രീകളുടെ രണ്ട് കൈകളും നെറുകംതലയിൽ വെച്ച് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്, രണ്ട് കാലുകളും മാറിടത്തിൽ വെച്ച് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. വഖദ് സല്ലത്തല്ലാഹു അലൈഹൽ ഹയ്യാതി വൽ ഖാരിബ്, പാമ്പുകളെയും തേളുകളെയും ആ സഹോദരിയുടെ ശരീരത്തിലേക്ക് അല്ലാഹു വിസർജിച്ചിരിക്കുകയാണ്, വിന്യസിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുകയാണ്. ആ സഹോദരി പൊട്ടിത്തെറിക്കുകയാണ്, ബിൽവൈലി വസ്സബൂർ, ബിൽവൈലി വസ്സബൂർ. എന്റെ നാശമേ, എന്റെ നാശമേ, എന്റെ നാശമേ, എനിക്കൊരു പരിഹാര മാർഗമുണ്ടോ? എനിക്കൊരു സംരക്ഷണമുണ്ടോ? സഹായമുണ്ടോ? ആ പെണ്ണിന്റെ നിലവിളി കേട്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ ബഹുമാനപ്പെട്ട ജിബ്രീലിനോട് ചോദിക്കുകയാണ്, മൻ ഹൗലാഇ യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ? ഇതാരാണ് ജിബ്രീലേ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഈ പെണ്ണിന്റെ സ്വഭാവം അങ്ങേക്ക് ഞാൻ ഒന്ന് വിവരിച്ചു തരട്ടെയോ ഹബീബേ? ഇന്നഹാ തൂതി ഫിറാശ സൗജിഹാ, തന്റെ ഭർത്താവ് വിദേശത്ത് പോയ സമയത്ത്, തന്റെ ഭർത്താവ് ജോലിക്ക് പോയ സമയത്ത്, തന്റെ ഭർത്താവിന്റെ അഭാവത്തിൽ അന്യപുരുഷന്മാർക്ക് വേണ്ടി ബെഡ്റൂം തുറന്നു കൊടുത്തവളാണ് നബിയേ. അടുക്കളയുടെ വാതിൽ തുറന്നു കൊടുത്തവളാണ് നബിയേ. തന്റെ പവിത്രമായ, തന്റെ പരിശുദ്ധമായ, തന്റെ ചാരിത്ര്യ ശുദ്ധിയെ തകർത്തെറിയാൻ വേണ്ടി അന്യപുരുഷന്മാർക്ക് വേണ്ടി കിടപ്പറ പങ്കിടാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്ത പെണ്ണ്. ആ പെണ്ണിന്റെ രണ്ട് മാറിടങ്ങളും നരകത്തിന്റെ തൂണിൽ വലിച്ചു കെട്ടുകയാ. അവളുടെ രണ്ട് കാലുകളും മാറിടത്തിൽ വെച്ച് ബന്ധിക്കുകയാണ്. പാമ്പുകളും തേളുകളും വന്നവളെ ആക്രമിക്കുമ്പോ കൈകൊണ്ട് തടഞ്ഞു മാറ്റാനോ കാലുകൊണ്ട് തട്ടിയെറിയാനോ സാധിക്കാതെ അവള് നിലവിളിയോടെ നിലവിളിയാണ്, നിലവിളിയോടെ നിലവിളിയാണ്. ബിൽവൈലി വസ്സബൂർ, യാ വൈലതാ യാ ഖസ്റതാ, എന്റെ നാശമേ, എന്റെ നാശമേ, റബ്ബിർജിഊൻ, റബ്ബിർജിഊൻ, ഒന്ന് മടക്കുമോ അല്ലാ, മടക്കുമോ അല്ലാ.
നാളെ ഈ ഒരു രംഗം അല്ലാഹുവിന്റെ റസൂല് കണ്ടുവെങ്കിൽ എന്റെ പൊന്നു പെങ്ങളെ, നിനക്ക് വേണ്ടിയല്ലയോ നിന്റെ ഭർത്താവ് മരുഭൂമിയിൽ കഷ്ടപ്പെടുന്നത്, നിന്റെ മക്കൾക്ക് വേണ്ടിയല്ലയോ മരുഭൂമിയിൽ കഷ്ടപ്പെടുന്നത്, ചോര നീരാക്കിക്കൊണ്ട് മരുഭൂമിയുടെ മടിത്തട്ടിൽ ഉണ്ണാതെ പണിക്കുഴി കഴിക്കാതെ വിശ്രമിക്കാതെ കഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഭർത്താക്കന്മാരെ അവരെ വഞ്ചിക്കരുതേ പൊന്നു പെങ്ങളെ. അത് അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യമാ. നിങ്ങളെ സാലിഹത്തായ അടയാളങ്ങളിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കപ്പെടുന്നതിന്റെ കാരണമാണ്. അതുകൊണ്ട് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാ, സാലിഹത്തായ പെണ്ണ് എന്ന് പറഞ്ഞാൽ വഹഫിളതു മാലഹു വനഫ്സഹാ, അവളുടെ ശരീരത്തെയും ഭർത്താവിന്റെ സമ്പത്തിനെയും കാത്തു സൂക്ഷിക്കുന്ന പെണ്ണാണ്. അതാണ് സാലിഹത്തായ പെണ്ണ്. അല്ലാതെ സാലിഹ സാലിഹ എന്ന് പേരുള്ളത് കൊണ്ടൊന്നും സാലിഹാവൂല, അത് ഫാസിദയായി മാറും സംഭവം. സാലിഹ എന്ന് പേരിട്ട് അങ്ങനെ സാലിഹാവുക. അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരിമാര് പ്രത്യേകം ശ്രദ്ധിക്കണം. സാലിഹത്തായ പെണ്ണിന്റെ അടയാളം ആദരവായ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഇതാണ് പഠിപ്പിച്ചു തന്നത്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നമുണ്ടാകുന്നത് സ്നേഹമില്ലാത്തതിന്റെ കാരണമാണ്, പ്രണയിക്കാത്തതിന്റെ കാരണമാണ്. ഭാര്യയെ ഭാര്യയായിട്ട് ഭർത്താക്കന്മാരെ നിങ്ങൾ കാണരുത്, ഭാര്യയെ കൂട്ടുകാരിയായി നിങ്ങൾ കാണണേ. കൂട്ടുകാരിയായിട്ട് കാണണം. ഫ്രണ്ട് എല്ലാം നമ്മൾ ഫ്രണ്ടല്ലേ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് ഫ്രണ്ട് തന്നെ ആയിരിക്കണം സംഭവം. അല്ല, അതാണ് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ എന്താ, ഭാര്യയ്ക്ക് മത്തഖദ സാഹിബത്തൻ, ഖുർആനിൽ അല്ലാഹു പറഞ്ഞ വാക്കാണ് മത്തഖദ സാഹിബത്തൻ വലാ വലദ. അല്ലാഹുക്ക് ഒരു ഭാര്യ ഇല്ലായിരുന്നു. ഭാര്യ എന്ന് പറഞ്ഞ സാഹിബത്ത് എന്ന ആ വാക്ക് ഉപയോഗിച്ചത് ഖുർആനിൽ. സാഹിബത്ത് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരി എന്നർത്ഥം. ഭാര്യ ആരാണ്? കൂട്ടുകാരിയാണ്. ഭാര്യയായിട്ട് ചാറ്റ് ചെയ്യണം, ഭാര്യയായിട്ട് വാട്സാപ്പിലൊക്കെ ബന്ധപ്പെടണം, ഭാര്യയായിട്ട് ഫേസ്ബുക്കിലൊക്കെ ഒന്ന് ബന്ധപ്പെടണം. അപ്പൊ അവർക്കും വലിയ ഇഷ്ടമായി, നമുക്കും വലിയ ഇഷ്ടമായി. നമുക്ക് ഇഷ്ടം ഇല്ലെങ്കിലും ചുമ്മാങ്കിലും ഒന്ന് ബന്ധപ്പെട്ടുകൂടെ. നമുക്ക് ഇഷ്ടമായെന്ന് പറയുന്നത് എങ്ങനെ ശരിയാകും? ബെൻസ് കിടക്കുമ്പോൾ അംബാസഡറിന് എന്ത് ഇഷ്ടം, ബിരിയാണി കിടക്കുമ്പോൾ വെറുംചോറിന് വല്ല ചാൻസ് വല്ല ഉണ്ടോ സംഭവം? അപ്പൊ നിങ്ങൾ ഒന്ന് ചാറ്റ് ചെയ്ത് കൊടുക്കും, അവർക്കൊരു സന്തോഷം, മനസ്സിന്റെ പൊരുത്തം. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, ഇദാ നളറ ഇലൈഹി വനളറത ഇലൈഹി ഇദാ നളറ ഇലൈഹാ വനളറത ഇലൈഹി നളറല്ലാഹു ഇലൈഹി മാ നളറർ റഹ്മാൻ. രണ്ടുപേരും പരസ്പരം നോക്കുമ്പോഴത്തേക്ക് എന്താ എല്ലാം മാറി. കണ്ണോട് കൂടി ഒന്ന് നോക്കണം. കണ്ണാണ് പെണ്ണുങ്ങൾക്ക് ഇഷ്ടം. പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൽ ഒന്ന് കണ്ണാണ്. കണ്ണിലേക്ക് നോക്കണം. നമുക്കും അതല്ലേ, പെണ്ണുങ്ങന്മാരെ ഈ പർദായും ബുർക്കായും നിഖാബൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോകുമ്പോ ആ ഇടയ്ക്കുള്ള ഭാഗം കാണുമ്പോ കനാല് എന്ത് രസമാണ് കാണാൻ. ഒന്നുമില്ലെങ്കിലും അല്ല, അതൊക്കെ കാണുമ്പോൾ തന്നെ നിക്കാബ് അഴിക്കുമ്പോ സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്ലാസ്റ്റിക് സർജറി ചെയ്തിരിക്കും, അത് സംഭവം പെട്ടെ. എന്നാൽ തന്നെയും അതല്ലാതെ ഇത് മാത്രം കാണുമ്പോ ഭയങ്കര ചന്തല്ലേ, രസമല്ലേ കാണാൻ തന്നെ. നമുക്കൊരു വല്ലാത്തൊരു ഒരു ആവേശമായി പോലെ കാണാൻ തന്നെ. മൊത്തത്തിൽ ഇങ്ങനെ മൂടിട്ട് പോകും. ഇതന്നെ അതാണ്, അങ്ങനെയാണ് സർപ്രൈസ് ഉണ്ടാക്കിയിരിക്കുന്നത് ആളുകൾക്ക് ഇത് കാണാൻ വേണ്ടി. സ്വർഗത്തിൽ അങ്ങനെ തന്നെ ഹൈമേല് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പെണ്ണുങ്ങളെ നമ്മൾ ഒരുക്കി വെച്ചിരിക്കൽ ഇങ്ങനെയല്ലേ. ഹൈമേല് പ്രത്യേകമായ ഹൈമേല് അവളെയൊക്കെ മൂടി പേരൊക്കെ എഴുതി രജിസ്റ്റർ ചെയ്ത് അങ്ങനെ വെച്ചിരിക്കാൻ. അത് കാണാൻ വല്ലാത്തൊരു ബോധിയാണ് സംഭവം, ഭയങ്കര ആഗ്രഹമാണ് സംഭവം. അതേപോലെ തന്നെയാണ് നമുക്ക് ഇവിടെ അത് അങ്ങനെ കൊണ്ട് നടക്കുന്നത് പ്രത്യേകമായ രസമാണ്. വെളുത്ത തുടുത്ത വലിയ നയനങ്ങളുള്ള പെണ്ണ്, നമ്മുടെ ഹൂറികളാണല്ലോ ഇവർ, നമ്മുടെ ഹൂറികളാണിത്. അതുകൊണ്ട് നമുക്ക് ആ കണ്ണിലൂടെ ഒരു പ്രത്യേകമായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നോക്കിയിട്ട് മഹദിയായ സലീഖ റളിയല്ലാഹു തആല അന്ന പറഞ്ഞത്, യാ യൂസുഫു മാ ഹസന ഇലൈക. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സലീഖ റളിയല്ലാഹു തആല അന്ന വാട്സാപ്പിലൂടെ അയച്ചു കൊടുത്ത സംഭവ സന്ദേശം, യാ യൂസുഫ് നിന്റെ കണ്ണ് വല്ലാത്ത സംഭവമാണ്. നീ വാട്സാപ്പ് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു എന്ന് ഉസ്താദ്മാരോട് ചോദിക്കല്ലേ, എന്നോടും ചോദിക്കണ്ട. ഇന്നത്തെ സാഹചര്യം വെച്ച് പറയാണ്. യൂസുഫിനോട് പ്രണയ കഥ പറഞ്ഞ അങ്ങോട്ട് പറഞ്ഞിങ്ങനെയാണ്, നിന്റെ കണ്ണ് എന്ത് രസാ യൂസുഫേ. നീ എന്താ എന്നെ പെണ്ണുങ്ങന്മാരെ കാണുമ്പോ ചുമ്മാ കുനിഞ്ഞിരിക്കുന്ന അയ്യല്ല, നാണമില്ല എനിക്ക്? നീ ഒരു പുരുഷത്വം ഇല്ലാത്തവനാണോ യൂസുഫേ? നീ ഒരു പുരുഷത്വം ഇല്ലാത്തവനാ? എന്റെ തല ഒന്നിട്ട് ഉയർത്തിക്ക, എന്റെ മുഖത്തേക്ക് നോക്ക്. കാസർഗോട്ടാരി പെണ്ണുങ്ങന്മാർ ആരെല്ലാം ഇങ്ങനെ പറഞ്ഞ നമ്മള് മൊത്തത്തിൽ കഴിച്ചിട്ട് നോക്കും. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ നോക്കിയിട്ട് പറയുകയാണ് സലീഖ, മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, അൻളുറു ബിഹിമാ ഇലാ റബ്ബി,
എന്റെ കണ്ണെന്ന് പറയുന്നത് എന്റെ റബ്ബിന്റെ ഖുദ്റത്തിനെ കാണാൻ വേണ്ടിയുള്ളതാണ് സലീഖ. നിനക്ക് എന്റെ കണ്ണിനോട് ഇഷ്ടമാണെങ്കിൽ ഞാൻ മരണപ്പെട്ട 3 ദിവസം കഴിഞ്ഞ് എന്റെ ഖബർ നീ ഒന്ന് തുറന്നു നോക്കിയാൽ ആദ്യമായി എന്റെ ശരീരത്തിൽ നിന്ന് അടർന്നു പോകുന്നത് കണ്ണാണ്. അന്ന് എന്റെ മുഖത്ത് നോക്കിയിട്ട് നീ വാക്ക് പറയുകയില്ല. ഇങ്ങനെ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു ഇങ്ങനെ പോകുന്ന സമയത്ത് അവളുടെ കണ്ണാണ് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായി. ഒരു വഴിത്തിരിവായി അദ്ദേഹത്തെ മാറ്റിയെടുത്തതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഒരു പെണ്ണ് മുന്നിൽ ഇങ്ങനെ ഒരു പെണ്ണ് പോകുന്നു പറയൽ എന്താ പിന്നെ എന്റെ പിന്നാലെ വരുന്ന നിന്റെ കണ്ണ് ഹറാമാണ്, സൂക്ഷിക്കും. പിന്നെ മുന്നോട്ട് പോയി, പിന്നെ മെല്ലെ മെല്ലെ ലൈൻ അടിച്ച് മെല്ലെ മെല്ലെ പയ്യെ പോയി പറയും എന്താ എന്റെ പിന്നാലെ എന്റെ കണ്ണേ എന്നൊക്കെ വിളിക്കുന്ന സംഭവം മനസ്സിലായപ്പോ എന്റെ കണ്ണ്, എന്റെ കുളിര്, എന്റെ ചങ്ക് എന്തൊക്കെ വിളിക്കുന്ന വിളിയ സംഭവം കാര്യം സാധിക്കാൻ വേണ്ടി. കാര്യം സാധിച്ചു കഴിഞ്ഞാൽ കറിവേപ്പിലയെ, പുല്ല്, എന്തൊക്കെ പിന്നെ വേസ്റ്റ് സാധനങ്ങളെ കുറിച്ച് പിന്നെ അടുത്ത വർഷം അതിനു വേണ്ടി ഇങ്ങനെ ആദ്യം എന്റെ കണ്ണ്. ബഹുമാനപ്പെട്ട അവളുടെ പിന്നാലെ പോവുകയാണ്. വീടിന്റെ വാതിൽക്കൽ കയറുന്ന സമയത്ത് അവള് തിരിഞ്ഞു നോക്കി. എന്താണ് നിനക്ക് ആവശ്യം? എനിക്ക് നിന്റെ കണ്ണ്. അവരിറങ്ങിപ്പോയി റൂമിൽ കയറി കത്തിയെടുത്ത് കണ്ണ് രണ്ടും തുളച്ചെടുത്ത് പാത്രത്തിലിട്ട് ഭൃത്യന്റെ കയ്യിൽ കൊണ്ടുകൊടുത്തു. നീ ഇഷ്ടപ്പെട്ട കണ്ണ് എനിക്ക് നീ വേണ്ട. പടച്ചോനെ, നമ്മുടെ എങ്ങാനും അങ്ങനെ കണ്ണെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഇപ്പൊ അന്ധന്മാരായാണ് ഈ മുന്നേ ഇരുന്ന്. നമ്മളങ്ങനെ എടുക്കുമോ? അത്രയ്ക്ക് ഈമാൻ. അന്ന് ആ ഒരു സംഭവത്തോടു കൂടിയാണ് ഹസൻ ബസ്രി റളിയല്ലാഹു തആല അല്ലാഹുവായിട്ട് അടുക്കുന്നത്. വലിയ മഹാനായി മാറിയത്. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത സാധനം, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത നീ ഇഷ്ടപ്പെടുന്നത് എനിക്ക് വേണ്ട. എനിക്ക് എന്റെ കണ്ണാണോ ആഗ്രഹം, എന്താ പിടിച്ച എനിക്ക് നീ ഹറാമൊന്നും കാണണ്ടല്ലോ. അത്രയ്ക്ക് ഈമാൻ അവർക്കുണ്ടായിരുന്നു. നമ്മളിപ്പോ തുളയ്ക്കാനും പറിക്കാനൊന്നും പോണ്ട, ചുമ്മാ നീ ഒന്ന് സൂക്ഷിച്ചാ മതി. നിന്റെ കണ്ണ് നീ ഒന്ന് മൂടി വെച്ചാൽ മതി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സലാസത്തുൽ ലാ തറായിനുഹുമുന്നാർ. 3 വിഭാഗത്തിന്റെ കണ്ണുകൾ നാളെ നരകം തിന്നുകയില്ല. അതിൽ ഒന്ന് ഐനുൻ ഖല്ലത്ത് മഹാരിമില്ലാ. അതിലൊരു കണ്ണ് ഹറാമായ നോട്ടങ്ങളിൽ നിന്ന് സൂക്ഷ്മത പാലിക്കുന്ന കണ്ണാണ്. നമ്മളത് സൂക്ഷിച്ചു. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ പരസ്പരം നോക്കണേ, പരസ്പരം സല്ലപിക്കണേ. രണ്ടുപേരും കാണണം, ഭാര്യയും ഭർത്താവും തമ്മിൽ കാണണം. കണ്ടു കഴിഞ്ഞു, കണ്ടാ മാത്രം പോരാ, പിന്നെന്താ വേണ്ട? ഇതിപ്പോ കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടില്ല എന്ന മട്ടില്ല നമ്മൾ നോക്കുന്നത്. കണ്ടോ കണ്ടു എന്നാ കണ്ടിട്ടില്ല, കേട്ടോ കേട്ടിട്ടില്ല. അതാണ് ഈ കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടില്ല. അതുകൊണ്ട് എന്ത് പറയണം? കണ്ടു കേട്ടു എന്നതിന്റെ തെളിവെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പിന്നീട് അവളുടെ കൈകളെ നീ കൂട്ടിയിണക്കണേ, ചേർത്ത് പിടിക്കണേ. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ സഖതത് ദുനൂബുഹുമാ മിൻ ഖിലാലി അസാബിഇഹിമാ. ആ കൈകളുടെ വിരലുകൾക്കിടയിലൂടെ ഭാര്യയുടെയും ഭർത്താവിന്റെയും പാവങ്ങളെ അല്ലാഹു കൊഴിപ്പിച്ചു കളയുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കൈ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഭാര്യയുടെ കൈക്കൊക്കെ പിടിച്ചിട്ട് എത്ര നാളായി? പിടിക്കോളെ അങ്ങനെ പിടിച്ചിട്ടുണ്ട്. ആ പിടിയല്ല, അത് ജയിലിൽ കൊണ്ടുപോകും പോലീസുകാർ പിടിക്കുന്ന പിടിയാണ്. അങ്ങനെ പിടിക്കല്ല, ഓളുടെ കൈക്ക് ഇങ്ങനെ പിടിക്കണം. മെല്ലെ കൈവെള്ളയിലൊക്കെ ഒന്ന് പിടിച്ചൊക്കെ ഒന്ന് മെല്ലെ മസാജ് ചെയ്ത് കൊടുക്കണം. ഒന്ന് പിടിച്ചിങ്ങനെ പിടിക്കണം. ട്രംപ് പെണ്ണിന്റെ കൈക്ക് പിടിച്ചിട്ട് തട്ടിക്കളഞ്ഞു പോലും. ട്രംപിന് ഇഷ്ടപ്പെട്ടില്ല ഭാര്യ പിടിക്കുന്നത്. 2-3 പ്രാവശ്യം തട്ടിക്കളഞ്ഞെന്ന് പത്രത്തിൽ വന്നു. അതുകൊണ്ടാണ് ഭാര്യയുടെ കൈക്ക് ഭർത്താവ് പിടിക്കണമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചത് കൊണ്ടാണല്ലോ ഈ ഹദീസ് ഇങ്ങനെ വന്നത്. സ്നേഹം ഉണ്ടെങ്കിൽ അതാണ് സ്നേഹമുള്ള ഭാര്യ. ഇത് ബാല് കഴിഞ്ഞിട്ട് നിങ്ങൾ 2 പേരും കൈക്ക് പിടിച്ചിട്ട് പോകണം കേട്ടോ. നിങ്ങൾക്ക് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ വേറെ ആളെ ഏൽപ്പിച്ചാൽ അവർ പിടിച്ചോളും. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ പിടിക്കും, അല്ലെങ്കിൽ പിടിക്കാൻ വേറെ ആൾ വരും. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പിടിച്ചോണ്ട് പോറാത്തായിട്ട് ഭാര്യ ഫ്രണ്ട് കാറിൽ പോകുമ്പോ എങ്ങനെ പിടിക്കാൻ അവസ്ഥ? കാറിൽ പോകുമ്പോ ഓളുടെ കൈ എടുത്ത് ഗിയറിന്റെ ആ ലിവറിൽ വെക്കണം. ഗിയറിന്റെ ലിവറിൽ വെക്കണം. എന്നിട്ട് ഓളുടെ കൈയുടെ മുകളിൽ പിടിച്ചിട്ട് നമ്മളിങ്ങനെ ഗിയർ ആക്കണം. എന്താ സുഖം! എന്തോ പുതിയൊരു റെക്സിൻ കിട്ടിയതുപോലെ.
നല്ല റാഹത്തായി. ഇന്ന് അങ്ങനെ തന്നെ പോപ്പ ഒരു സുന്നത്ത് കിട്ടട്ടെ. അങ്ങനെ ഒരു സുന്നത്തായില്ല. അപ്പൊ റാഹത്തായി ഉസ്താദ് പറഞ്ഞ പോലെ കൈയും പിടിച്ചല്ലോ. പെണ്ണുങ്ങൾ കുട്ടികൾ പറയുന്നുണ്ട് അറിയില്ല സംഭവം ഓളിങ്ങനെ. അതുകൊണ്ട് പെണ്ണുങ്ങന്മാരെ നിങ്ങളെ പറയണ്ട, നിങ്ങളടുത്ത് പറയാൻ വേണ്ട, നിങ്ങളുടെ ഭർത്താൻ പറഞ്ഞു നിങ്ങൾ ആരെടുത്ത് നിങ്ങൾ ആ ഗിയറിൽ കൈ അങ്ങോട്ട് വെച്ചോ കയറിയ പാടെ. അപ്പൊ അതിന്റെ മോളിൽ പിടിച്ച് മൂപ്പിലാണെങ്കിൽ ഗിയർ ഇട്ടോളൂ, പ്രശ്നമില്ല. ഫസ്റ്റ് ഗിയർ അങ്ങനെ നടക്കട്ടെ കേട്ടോ, ഇൻഷാ അല്ലാഹ്. അതീതല്ലേ ഇത് ഞാൻ ഈ പറഞ്ഞിരുന്നത്. അപ്പൊ പെണ്ണുങ്ങളുടെ കൈ കുടിക്കുമ്പോൾ റാഹത്തായില്ലേ സംഭവം, മനസ്സിന് റാഹത്തായില്ലേ? തങ്ങൾ പറഞ്ഞ വാക്കല്ലേ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു സാലിഹത്തായ പെണ്ണിന്റെ അടയാളമാണ്, സാലിഹത്തായ പെണ്ണിന്റെ അടയാളമാണ്. അങ്ങോട്ട് സ്നേഹം കൊടുക്കണം, അവരിങ്ങോട്ട് സ്നേഹിക്കണം. അനിസയിലൈഹാ വഅനിസത ഇലൈഹി. അതിനെ വലിയ സ്നേഹം ഹവ്വാ ബീവിയെ സ്നേഹിച്ചു, ഹവ്വാ ബീവി അതിനെ ബീവിയെ സ്നേഹിച്ചു. ഭയങ്കര സ്നേഹം, ഭയങ്കര സ്നേഹം. ഇഷ്ടംപോലെ മക്കളെല്ലാം കൊടുക്കുന്നല്ല അതീതിൽ. وخلق منها زوجها وبث منهما رجالا كثيرا ونساء. ധാരാളം പുരുഷന്മാരെയും ധാരാളം സ്ത്രീകളെയും അല്ലാഹു നൽകിയില്ലേ. അതാണ് പ്രണയകഥ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ ഇന്നൽ ഫുസാഖ ഹും അഹ്ലുൻ നാർ. അധർമ്മകാരികൾ നരകത്തിലാണ്, അധർമ്മകാരികൾ നരകത്തിലാണ്. ഖാലൂ യാ റസൂലല്ലാഹ് വമനിൽ ഫുസാഖ് യാ റസൂലല്ലാഹ്. ആരെ ഉദ്ദേശിച്ചാണ് നബിയെ അങ്ങ് പറഞ്ഞത്? ആരാണ് അധർമ്മകാരികൾ ഹബീബേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അന്നിസാ, സ്ത്രീകളാണ്. സ്ത്രീകളാണ്. ഫുസാഖുകളല്ല സ്ത്രീകളാണ്, അധർമ്മകാരികളും അഹങ്കാരികളല്ല സ്ത്രീകളാണ്. ഖാലൂ സഹാബത്ത് പറയുകയാണ് അബലൈസ ഉമ്മഹാതുനാ വഅഖവാതുനാ വഅസ്വാജുനാ. അത് നമ്മുടെ ഉമ്മമാരല്ലേ നബിയേ, നമ്മുടെ സഹോദരിമാരല്ലേ നബിയേ, നമ്മുടെ ഭാര്യമാരല്ലേ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബാക്കൾ ചോദിക്കുകയാണ്. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അതേ ഖാല ബലാ, പക്ഷേ ശരി തന്നെയാണ് സഹാബ. ഞാൻ അവരുടെ കൂട്ടത്തിൽ നിന്ന് പ്രത്യേകമായി ഞാൻ എടുത്തു പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇദാ ഉഅതീന ലം യശ്കുറുനാ വഇദാ ഉബ്തുലീന ലം യസ്ബിറുനാ ഔ കമാ ഖാല റസൂലുള്ളാഹി. നരകത്തിന്റെ അവകാശികളായ സ്ത്രീകളെ കുറിച്ച് പറയുന്ന കൂട്ടത്തില് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് പറയുകയാണ്. ഞാൻ പഠിപ്പിച്ചത്, ഞാൻ പരിചയപ്പെടുത്തിയത്, ഞാൻ പറഞ്ഞതുമായ സ്ത്രീകളെ കുറിച്ച് ഞാൻ പറയട്ടെയോ? ഇദാ ഉഅതീന ലം യശ്കുറുനാ, അവർക്ക് എത്ര കിട്ടിയാലും നന്ദിയില്ലാത്ത പെണ്ണുങ്ങളാണ്. ഭർത്താക്കന്മാരെ കഷ്ടപ്പെട്ട് കൊണ്ടുപോയി അധ്വാനിച്ചു കൊടുക്കും, സമ്പാദിച്ചു കൊണ്ടുപോയി കൊടുക്കും. അവൾ ഇഷ്ടപ്പെട്ടതന്ന് കിട്ടിയില്ല എങ്കിൽ അവൾ പറയും, ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയും ഞാൻ 20 വർഷമായി ഇച്ഛാ നിങ്ങളെ ഒപ്പം താമസിക്കുന്നു, ഇന്നേ വരെ നിങ്ങളിൽ ഒരു നന്മയും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ പറയുന്ന പെണ്ണ് ഫുസാഖുകളിൽ പെട്ട പെണ്ണ, നരകത്തിന്റെ അവകാശിനിയായ പെണ്ണ. 19.25 വർഷവും നന്മ ചെയ്തു കൊടുത്ത ഈ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് അവള് പറഞ്ഞ ദിവസത്തിൽ ഒരു മാക്സി വാങ്ങി കൊടുക്കാതിരുന്നതിന്റെ പേരിൽ, അവൾ പറഞ്ഞ ദിവസത്തിൽ ഒരു ലെഗിൻസ് വാങ്ങി കൊടുക്കാതിരുന്നതിന്റെ പേരിൽ, അവൾ പറഞ്ഞ ദിവസത്തില് ബേക്കൽ ഫോർട്ടിൽ ഒന്ന് കൊണ്ടുപോകാത്തതിന്റെ പേരിൽ ഭർത്താവിന്റെ മുഖത്ത് നോക്കി യാതൊരു കൂസലുമില്ലാതെ അവൾ പറയുകയാണ് ഇന്നേ വരെ നിങ്ങൾ എനിക്കൊരു നന്മയും ചെയ്തിട്ടേ ഇല്ല എന്ന് പറയുന്ന പെണ്ണേ, നീ നരകത്തിലാണ് പൊന്നുമോളെ, നീ നരകത്തിലാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഫുസാഖുകളിൽ പെട്ടത് ഈ ക്വാളിറ്റിയുള്ള പെണ്ണാണ്. ചില പെണ്ണുങ്ങന്മാരുടെ സ്വഭാവമാണപ്പ, നമ്മ എത്ര സഹായിച്ചാലും അവളുമാർക്ക് അങ്ങോട്ട് തൃപ്തിയാവൂല. 10-15 വർഷമൊക്കെ നമ്മൾ സഹായിച്ചു. ഈ വർഷം മാന്ദ്യം, പൈസ ഇല്ല, ഫുലൂസ് ഇല്ല. മോള് പറഞ്ഞ അനുസരിച്ചുള്ള ലെഗിൻസ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നല്ല തിളങ്ങുന്ന പർദ്ദ വാങ്ങി കൊടുക്കാൻ പറ്റില്ല, ഫുലൂസ് ഇല്ല. പക്ഷേ അടുത്ത മാസം ആകട്ടെ, ഞാൻ ഒന്നുകൂടെ പോയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വെച്ചാ, ഇങ്ങനെ വെച്ചാ, നിങ്ങളെ കാട്ടിൽ നല്ലത് അപ്പുറത്ത് ഔക്കറിച്ചായ സ്നേഹിച്ചാൽ മതിയായിരുന്നു. ഞാൻ നിങ്ങളെ കൊണ്ട് എന്താ ഫായിദ? ഒരു ഫായിദ ഇല്ല. ഇങ്ങനെ തന്നെ എത്ര ദിവസം കൊണ്ട് ഞാൻ പറയും, നിങ്ങളൊരു പർദ്ദ വാങ്ങിച്ച പർദ്ദ എന്താ ഇഷ്ടം പോലെ പർദ്ദ ഉണ്ട്, അലമാര തുറന്നു നോക്ക്.
ഒരു 2 കുടുംബത്തിനുള്ള പർദ്ദയുണ്ട്. ഇന്ന് ചോദിച്ചിട്ട് വാങ്ങി കൊടുക്കാത്തതിന്റെ പിന്നെ അവള് പറഞ്ഞ വാക്ക്, നിങ്ങളെ കൊണ്ട് ഒരു മാഫി ഫായിദ എന്ന് പറഞ്ഞാൽ നീ നരകത്തിലാണെന്ന്. അല്ലാഹു അക്ബർ. وَإِذَا أُبْتِلِينَ لَمْ يَصْبِرْنَا വല്ല ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ക്ഷീണമോ തളർച്ചയോ രോഗമോ കടമോ ദുഃഖമോ രോദനമോ വ്യതയോ വന്നാൽ ക്ഷമ അവലംബിക്കാത്ത പെങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ നരകത്തിലാണ്. ക്ഷമിക്കണേ മോളെ, ക്ഷമിക്കണേ പെങ്ങളെ. നിന്റെ ഭർത്താവിന്റെ പണം വരാത്തതിന്റെ പേരിൽ ഭർത്താവിനെ പുച്ഛിക്കരുത്. നിന്റെ ഭർത്താവിന്റെ ആരോഗ്യം കുറഞ്ഞു പോയതിന്റെ പേരിൽ ഭർത്താവിനെ പുച്ഛിക്കരുത്. നിന്റെ ഭർത്താവിനെ നിനക്ക് വേണ്ടവണ്ണം തൃപ്തിപ്പെടുത്താൻ കഴിയാത്തതിന്റെ പേരിൽ ആ ഭർത്താവിനെ നീ പുച്ഛിക്കരുതേ, ഭർത്താവിനെ തള്ളിപ്പറയരുതേ. നിന്റെ ജീവിതത്തിൽ നീ ക്ഷമ അവലംബിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിനക്ക് ഏറ്റവും നല്ല പ്രതിഫലമായ സ്വർഗമാണ് പെങ്ങളെ. അതുകൊണ്ട് നിന്റെ ഭർത്താവിന്റെ പേരിൽ നിനക്ക് വല്ല ദുഃഖങ്ങളോ പരീക്ഷണങ്ങളോ വന്നാൽ നീ ക്ഷമിക്കണേ, ക്ഷമ അവലംബിക്കണേ. അങ്ങനെ ക്ഷമിക്കാത്ത പെണ്ണ് നരകത്തിന്റെ പെണ്ണാണെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ക്ഷമിക്കാത്ത പെണ്ണ് ഭർത്താവിന്റെ വിഷയത്തിൽ കുറച്ച് ക്ഷമിക്കണം. നിങ്ങൾക്ക് എന്തായാലും അറിയാം, നിങ്ങൾക്ക് റൂമിലോട്ട് കയറി അടുക്കളയിൽ കയറിയാല് മിക്സി ഓണാക്കാം, മാക്സി ഓണാക്കാം, എല്ലാം പരിപാടി തീർന്നല്ല. നെയ്പത്തലുമായി കോഴിക്കറിയായി 2 ഷൂഷൂന്ന് പൊട്ടിയോ. നമ്മ രാവിലെ പോയി പുതിയ ബസ് സ്റ്റാൻഡിൽ പോയി നിന്ന് വെയിൽ കൊണ്ട് വെള്ളം കുടിച്ച്, അവിടെ നിന്ന് വെള്ളം കുടിച്ച് ചോറ് തിന്നാൻ പറ്റാതെ എല്ലാം കഴിക്കും. ഭയങ്കര റാഹത്ത് കുറഞ്ഞ് വിഷമിച്ച് അങ്ങനെ രാത്രി ക്ഷീണിച്ച് വരുന്ന സമയത്ത് നിങ്ങൾ ആ ഭർത്താവിനെ സന്തോഷിപ്പിക്കേണ്ടതിന് പകരം ഞങ്ങള് കട വാങ്ങിന കടയില്ല മറന്നു നിങ്ങൾക്കറിയാം. നന്ദികെട്ട മനുഷ്യനാണ് ഞാൻ, നന്ദികെട്ട മനുഷ്യനാണ്. അല്ല മാങ്ങ മറന്നുപോയപ്പാ അള്ളാഹ് ഒന്ന് ആലോചിച്ചു. മാങ്ങ മറന്നുപോയി പറയുന്ന വാക്കാണ്, പറയരുത്. ക്ഷമിക്കണം മോളെ, നീ ക്ഷമിക്കണം. അതാണ് സ്വാലിഹത്തായ പെണ്ണ്. ആ ക്ഷമ അവലംബിക്കണം. ഇനി നമ്മുടെ പെണ്ണുങ്ങന്മാർ എന്തെങ്കിലുമൊക്കെ ഈ മന്ദബുദ്ധികളാണ്. ഒരു 20 പൈസ കുറവാ പെണ്ണുങ്ങന്മാർ സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. അതാണ് ഞാൻ പറഞ്ഞ വാക്കല്ല, നാക്കിസാത്ത് വാക്കല്ല വിധങ്ങൾ പറഞ്ഞാൽ. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പെണ്ണുങ്ങന്മാർ പറഞ്ഞാൽ നമ്മ കുറച്ച് സബൂറാക്കണം. നമ്മുടെ ശൈലി അതാണ്. അല്ല പിന്നെ ഓളെ ഇങ്ങനെ എന്തെങ്കിലും ദേഷ്യപ്പെടുമ്പോ നിന്നെ മൊയ്യലി അടുത്താളെ കെട്ടി, അവളും പ്രശ്നമാക്കി, അവളെ മൊയ്യലി അടുത്താളെ കെട്ടി. അതാണ് നരേന്ദ്രമോദി പ്രശ്നം ഇറക്കിയത്. ഇപ്പോ ചുമ്മാ കാണുന്ന പാടെ എല്ലാരെയും മൊയ്യല്ല. അപ്പൊ കാസർഗോട്ടൊക്കെ അങ്ങനെയുള്ള എത്ര മൊയ്യല്ലിയുടെ പാവം പിടിച്ച പെണ്ണുങ്ങന്മാരൊക്കെ ഉള്ള കഷ്ടം. കല്യാണം കഴിച്ചിട്ട് അങ്ങനെ വിട്ടിട്ട് അങ്ങോട്ട് പോകും. 2-3 വെമ്മക്കളായി കഴിഞ്ഞാൽ അങ്ങനെ വിട്ടിട്ട് അങ്ങ് പോകും. അവൻ ഹിജറ പോവാ, അടുത്തടുത്ത് പോയി അടുത്താളിനെ കെട്ടി ഹിജറ പോവാ. വെട്ടി മാറ്റണം ഇങ്ങനെ അങ്ങോട്ട് പോലെ പെണ്ണിട്ട് അങ്ങനെ എത്ര ഞാനിപ്പോ 3 കുട്ടികൾ മരിച്ചില്ലേ. നമുക്ക് ഭയങ്കര വിഷമം വരും. ഒരുപാട് നമ്മളിതൊക്കെ സൂക്ഷിക്കണം. ഒരു അമാനത്താണ് ഈ പെണ്ണെന്ന് പറയുന്നത്. അമാനത്തെ നമ്മൾ ഏറ്റെടുക്കുകയാണ്. ഭാര്യമാരെ നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. പ്രതിജ്ഞയാണ്. ഇത്രയും ആലിമ്യങ്ങള് സ്വാലിഹ്യങ്ങള് ഇത്രയും വലിയ വലിയ പണ്ഡിതന്മാര് സാക്ഷികൾ ഇരിക്കുന്ന സദസ്സിൽ വെച്ച് ആ ഭർത്താവ് ഉമ്മ പെണ്ണിന്റെ ഉപ്പാന്റെ കൈക്ക് പിടിച്ചിട്ട് നമ്മുടെ കൈയും കൂടെ ചേർത്ത് നിൽക്കിയിട്ട് അല്ലാഹു തആല നിന്നോട് കൽപ്പിച്ച 2 കരാറിന്റെ അടിസ്ഥാനത്തിൽ എന്റെ മകളെ നിനക്ക് ഞാൻ വിവാഹം കഴിപ്പിച്ചു തരികയാണ്. ഒന്ന് നല്ലതുപോലെ ഓളെ നീ സംരക്ഷിക്കണം. 2 തസ്രീഹും ബിഹിസാൻ. എന്തെങ്കിലും ഇടങ്ങേറ് കാണിച്ചാൽ മാന്യമായിട്ട് അവളെ നീ മൊഴിയൊല്ലിക്കും. ഇടങ്ങേറ് കാണിക്കുകയാണെങ്കിൽ മാന്യമായിട്ട്. അതാണ് അതിനകത്ത് ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും സമയമില്ലായിരിക്കും അതിലേക്കൊന്നും കിടക്കാൻ. അതുകൊണ്ട് ഈ 2 കരാറിന്റെ അടിസ്ഥാനം. ഈ കരാറിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് ബലിഷ്ഠമായ കരാറാണ്, ഉടയ്ക്കാൻ പറ്റാത്ത കരാറാണ്. ആ കരാർ എന്ന പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ ഈ 2 കരാറിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു പെണ്ണിന്റെ അമാനത്ത് എന്ന് പറയുന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പുരുഷന്മാരെ, ഭർത്താക്കന്മാരെ നമ്മളോട് ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയാണ്. അത് പെണ്ണുങ്ങളാണ്, അത് വളഞ്ഞിരിക്കുന്ന എല്ലാണ്. അത് പെട്ടെന്ന് നിവർത്താൻ നീ ശ്രമിക്കരുതേ, ഒടിഞ്ഞു പോകും. പെണ്ണുങ്ങന്മാര് അങ്ങനെയാണ് സംഭവം. അങ്ങനെയൊക്കെ പറയും. എന്ത് ചെയ്യാനാ, മന്ദബുദ്ധികളാ, നമ്മൾ സഹിക്കണം. അതിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല എന്തെല്ലാം നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും ചൊടിക്കപ്പാ, ഭയങ്കര ചൊടിച്ചിലാണ്. ആയിഷ റളിയല്ലാഹു തആല ഭയങ്കരമായിട്ട് ചൊടിക്കും നബി തങ്ങളോട്. ഭയങ്കര ചൊടിച്ച നബി തങ്ങളോ സബൂർ 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 സബൂർ.
മഹദിയായ ആയിഷ ഒരിക്കൽ ഖദീജ ബീവിയെ കുറിച്ച് പറയുകയാണ്, അള്ളാന്റെ റസൂൽ എപ്പോൾ വീട്ടിൽ നിന്ന് പുറയിൽ നിന്ന് പുറത്തേക്ക് പോയാലും ഖദീജ ബീവിയെ കുറിച്ച് പറയാത്ത ഒരു സന്ദർഭമില്ല. അങ്ങനെ ആയിഷ റളിയല്ലാഹു തആല അൻഹയോടൊപ്പം അള്ളാന്റെ റസൂൽ നടക്കുന്ന വേളയിൽ ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഖദീജ ബീവിയെ കുറിച്ച് പുകഴ്ത്തി പറയുകയാണ്. എന്റെ ഖദീജ അങ്ങനെയാണ്, എന്റെ ഖദീജ അവളിങ്ങനെ, എന്റെ ഖദീജ അങ്ങനെയാണ്, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ പുകഴ്ത്തി അങ്ങോട്ട് പെരുത്ത് പ്രഷർ കയറുന്നു. കുറെ നേരമായിട്ട് ഇങ്ങനെ കയറുന്ന അങ്ങോട്ട് ആയിഷ ബീവിക്ക് കുറെ ഇങ്ങനെ പറയും. പെണ്ണുങ്ങന്മാരെ അസൂയ ഉണ്ടോ എന്നൊന്നും അല്ല തുടങ്ങിയത്, 1400 വർഷം മുമ്പേ ഉണ്ട് സംഭവം. അതുകൊണ്ടല്ലേ അമ്മക്ക് 2 പെണ്ണെട്ടാൻ പറ്റാത്തത്. അല്ലെങ്കിൽ അമ്മക്ക് ഇപ്പൊ എത്ര 2-3 പെണ്ണെട്ടെ. വേറെ പെണ്ണുങ്ങന്മാരുടെ കാര്യം പറഞ്ഞാൽ തീർന്നു. ഭക്ഷണത്തിലെല്ലാം വിമ്മായിരിക്കും, പിന്നെ തൂറ്റലായിരിക്കും സംഭവം. അപ്പൊ പറയും, എന്റെ സബിയ എനിക്കിനി വേറൊരു പെണ്ണും വേണ്ട, ഒന്നും വേണ്ട, അല്ലാ ഇത് മതിയേ. സൂക്ഷിച്ച് സംസാരിച്ചോണം കേട്ടോ. നമ്മ സംസാരിക്കുന്നത് നമ്മുടെ ഭാര്യ കേൾക്കാത്തോണ്ടാണ് ഞാനീ സംസാരിക്കുന്നത്. അതുകൊണ്ട് പ്രശ്നമില്ല. അവളിത് കേൾക്കുന്നില്ലല്ലോ. എത്രയോ ദൂരത്തേക്ക് ഇപ്പോ ഉറങ്ങിക്കാണും. അവളിപ്പോ എന്ത് കേൾക്കാൻ? ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോരുത്തർ കണ്ടോണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ ഭാര്യക്ക് ആരും ഇതൊന്നും പറഞ്ഞൊന്നും കൊടുക്കൂല. അവിടെ ഒരു പ്രശ്നമില്ല. അപ്പൊ എന്തായാലും ഖദീജ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് നബിതങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ദിവസം കൂടെ ചോദിച്ചിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഹൽ കാനത ഇല്ലാ ജൂസാ. കിളവിയെ കുറിച്ച് എന്തിനാ നബി എന്റെ അടുത്ത് പറയുന്നത്? കിളവി ഞാൻ 18ന്റെ പൊന്ന്, അത് കിളവിയല്ല. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അത് അംബാസഡർ, ഞാൻ ബെൻസ്. ഹൽ കാനത ഇല്ലാ ജൂസാ വഖദ് അഖ്ലഫക അല്ലാഹു ഖൈറൻ മിൻഹാ. അവരെക്കാൾ, ആ വയസ്സിയേക്കാൾ എത്രയോ ശ്രേഷ്ഠയായ പെണ്ണുങ്ങളെ അല്ലാഹു അങ്ങേക്ക് നൽകിയിരിക്കെ എന്തിനാണ് എപ്പോഴും ഖദീജ ഖദീജ എന്ന് പറയുന്നത്? ആദരവായ റസൂലുള്ളാഹി തങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത ദേഷ്യമായി. എത്രത്തോളം ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂലിന്റെ കോപം, ആ കോപം തന്റെ ഉച്ചിമുടി ചലിക്കുമാർ, ഉച്ചിമുടി ഇളകുമാർ ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ മുഖത്ത് അത് വായിച്ചെടുക്കാൻ കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് ആ കോപം ജ്വലിച്ചു നിൽക്കുന്നത് കാണാൻ കഴിഞ്ഞു. ഖദീജ കളവി എന്ന് വിളിച്ചത് അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ടില്ല. എന്റെ ഭാര്യ എപ്പോഴും ചെറുപ്പക്കാരിയ, കളവിയല്ല. അങ്ങനെ മനസ്സിലാക്കണം. കണ്ണൂർ ജില്ലയിലൊക്കെ പുതിയാപ്പിള എന്ന് പറയുന്ന പോലെ 90 വയസ്സിലും എന്റെ പുതിയാപ്പിള എന്നെ അല്ല പുതിയാപ്പിള. എന്റെ മയ്യത്തന്റെ പുതിയാപ്പിളയുടെ കബറിനടുക്കൽ കൊണ്ട് നടക്കണമെന്ന് പറയും. അവിടെ എപ്പോഴും പുതിയാപ്പിളയാ എന്ന് പറയുന്ന പോലെ എന്റെ ഖദീജ അവൾ കിളവിയല്ല ആയിഷ. അല്ലാഹുവിന്റെ റസൂൽ ദേഷ്യം കൊണ്ട് പറയുകയാണ്, ലാ വല്ലാഹി മാ ഖലഫനി അല്ലാഹു ഖൈറൻ മിൻഹാ ഇല്ല ആയിഷ. അവളേക്കാൾ ശ്രേഷ്ഠയായ ഒരു പെണ്ണിനെ, ഒരു ഭാര്യയെ അല്ലാഹു എനിക്ക് നൽകിയിട്ടില്ല ആയിഷ. അല്ലാഹുവിന്റെ റസൂൽ അങ്ങോട്ട് അടിച്ചു. പിന്നെ എപ്പോഴും അങ്ങോട്ട്, പിന്നെ നീ അങ്ങോട്ട് ദേഷ്യപ്പെട്ട ഒരൊറ്റ അടി. ഇല്ല, നിന്നെക്കാൾ അവളെക്കാൾ വലിയ ശ്രേഷ്ഠയായ പെണ്ണിനൊന്നും എനിക്ക് അല്ലാഹു തന്നിട്ടില്ല. എന്നിട്ട് എന്താ കാരണം പറഞ്ഞെടുത്തു. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ആയിഷ ഖദീജ ബീവിയെ കുറിച്ച് പറയുകയാണ്, ലഖദ് ആമനത് ബി ഇദ് കഫറനി അന്നാസ്. ജനങ്ങളെല്ലാം എന്നെ നിഷേധിച്ച് തള്ളിയപ്പോ എന്നെ പരിശുദ്ധമായ ദീനിലേക്ക് പിടിച്ചു നിർത്തിയത്, അല്ലാഹുവിന്റെ അസ്തിത്വത്തെ ഞാൻ വിളംബരം ചെയ്തപ്പോ ആദ്യമായി സ്ത്രീ സമൂഹത്തിൽ നിന്ന് ചങ്കൂറ്റത്തോടെ ധൈര്യസമേതം മുന്നോട്ട് വന്നത് അതെന്റെ ഖദീജയാണ് ആയിഷ. വസദ്ദഖത് ജനങ്ങളെല്ലാം എന്നെ കളവ് പറഞ്ഞ് തള്ളി പറഞ്ഞപ്പോ എന്റെ ഖദീജയാണ് എന്നെ യാഥാർത്ഥ്യമാക്കിയത്. എന്റെ ഖദീജയാണ് ഞാൻ സത്യസന്ധനാണെന്ന് വിളിച്ചു പറഞ്ഞത്. സമ്പത്തില്ലാത്ത
ഇല്ലാതെ പണമില്ലാതെ പരിശുദ്ധമായ ദീന് നിലനിർത്താൻ പണമില്ലാതെ കഷ്ടപ്പെടുമ്പോ എന്റെ ഖദീജയാണ് പണം നൽകി എന്നെ സഹായിച്ചത് ആയിഷ. മാത്രമല്ല ലഖദ് റസഖനി അല്ലാഹു ഔലാദാ, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ നൽകിയത്, സന്താനങ്ങളെ നൽകിയത് അതെന്റെ ഖദീജയിലൂടെയാണ്. മറ്റൊരു പെണ്ണുങ്ങളിലൂടെ എനിക്ക് മക്കളെ അല്ലാഹു സമ്മാനിച്ചിട്ടില്ല. അതുകൊണ്ട് ആയിഷേ എന്റെ ഖദീജയാണ് മറ്റുള്ള പെണ്ണുങ്ങളെക്കാൾ എനിക്ക് ശ്രേഷ്ഠ. മനസ്സിലായോ? എന്റെ ഭാര്യ മറ്റുള്ളവരെ ഇഷ്ടമില്ല എന്നല്ല, ഇഷ്ടമില്ല സ്നേഹമില്ല എന്നല്ല അതിന്റെ അർത്ഥം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖത്ത ഫിൽ അർളി അർബഅ ഖുതൂത്, അല്ലാഹുവിന്റെ റസൂൽ ഭൂമിയിൽ 4 വര വരയ്ക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് ചോദിച്ചു, ഹൽ തദറൂന മാ ഹാദാ, ഇതെന്തെന്ന് നിങ്ങൾക്കറിയുമോ സഹാബ? ഖുൽനാ അല്ലാഹു വ റസൂലുഹു അലം, അല്ലാഹുവും റസൂലും അല്ലാതെ ഞങ്ങൾക്കറിയില്ല നബിയേ. ഓരോ വര വരച്ചിട്ട് ഒന്നാമത്തെ വരയിൽ കൈവിരൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അഫ്ളലു നിസാഇ അഹ്ലിൽ ജന്ന ഖദീജത്തു ബിൻതു ഖുവൈലിദ് റളിയല്ലാഹു തആല അൻഹാ. ഒന്നാമത്തെ വരയിൽ കൈവച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, സ്വർഗ്ഗത്തിലെ സുന്ദരികളായ പെണ്ണുങ്ങളുടെ പട്ടികയില് ഒന്നാമത്തവള് ശ്രേഷ്ഠയായവള് അത് ഖുവൈലിദിന്റെ പൊന്നുമോള് ഖദീജയാണ്. അത് എന്റെ പ്രിയങ്കരിയാണ്, എന്റെ പ്രിയതമയായ ഖദീജയാണ്. ഒന്നാമത്തെ വര വരച്ചിട്ടുണ്ട് തങ്ങൾ പറഞ്ഞ വാക്കതാണ് അഫ്ളൽ നിസാഇ അഹ്ലിൽ ജന്ന. രണ്ടാമത് ഫാത്തിമത്തു ബിൻതു മുഹമ്മദ്. അങ്ങനെ പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞു. നമ്മുടെ വിഷയമല്ലല്ലോ. ഖദീജ അതാണ്. അപ്പോൾ ആയിഷ ബി പറഞ്ഞു, എന്റെ വിവരമില്ലായ്മയാണ് ഞാൻ പറഞ്ഞതിന് മേലിൽ ഞാൻ ഇൻഷാ അല്ലാഹ് ഞാൻ അങ്ങനെ പറയുകയില്ല നബിയേ. സ്റ്റോപ്പ്. അതാ വേണ്ടത്. നമ്മൾ വെറുതെ ചൊടിച്ചിട്ട് കാര്യമില്ല. ഭർത്താക്കന്മാരെ ചൊടിപ്പിച്ചിട്ട് എരികേറ്റി വിട്ട ഓം പോയിട്ട് രണ്ടാമത് കെട്ടി കഴിഞ്ഞാൽ പിന്നെ തീർന്നു. നിന്നെ ഇനി കെട്ടാൻ ആരുമില്ല. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി മുണ്ടാതെ സൂക്ഷിച്ച് അദ്ദേഹത്തിന് ഖിദ്മത്ത് ചെയ്ത് കഴിഞ്ഞു. അത് തന്നെ ഏറ്റവും നല്ല കാര്യമാണ്. ഏറ്റവും നല്ല കാര്യമാണ്. ഇന്ന് ഏറ്റവും വലിയൊരു പ്രശ്നം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സംശയം. ഭർത്താവ് ഭാര്യയെ സംശയിക്കുന്നു, ഭാര്യ ഭർത്താവിനെ സംശയിക്കുന്നു. നബി തങ്ങൾ പറഞ്ഞ ഹദീസ് എന്താണ്? ലാ യത്റുഖു അഹദുകും അഹ്ലഹു യത്ലു ബഅസറാതിഹിം ഔ കമാ ഖാല റസൂലുള്ളാഹി. നിങ്ങൾ ആരും നിങ്ങളുടെ ഭർത്താക്കന്മാരെ നിങ്ങൾ സംശയിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സംശയിക്കരുത്. ഭാര്യയെ സംശയിച്ചുകൊണ്ട് പാതിരാ സമയത്ത് അവൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന മുറിയിലേക്ക് പുറയിലേക്ക് പോകരുത്. ഔ കമാ ഖാല ഹബീബുനാ റസൂലുള്ളാഹി. ഭാര്യയെ സംശയിക്കാൻ പാടില്ല, ഭർത്താവിനെ സംശയിക്കാൻ പാടില്ല. നമുക്ക് രണ്ടുപേർക്കും നമ്മളൊരു ഇഷ്ടം ഉണ്ടാകണമല്ലോ, ഒരു ഉറപ്പുണ്ടാകണമല്ലോ, ഒരു സ്നേഹബന്ധം ഉണ്ടാകണമല്ലോ. അതല്ലേ ബന്ധം, അതല്ലേ സ്നേഹബന്ധം, അതല്ലേ കുടുംബ ബന്ധം. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അൽ ഹയാഉ തതകാഫഉ വ തതആബദു. കുടുംബബന്ധം എന്ന് പറഞ്ഞാൽ പരസ്പരം ഒരു ഇഷ്ടമാണ്, ഒരു സഹകരണമാണ്, ഒരു വിശ്വാസമാണ്, ഒരു സ്നേഹമാണ്. അതാണ് കുടുംബജീവിതം. വിവാഹബന്ധം എന്ന് പറഞ്ഞാൽ അതാണ് പരസ്പരം ഒരു വിശ്വാസമാണ്. എനിക്ക് നിന്നെ വിശ്വാസം, നിനക്ക് എന്നെ വിശ്വാസം. അതാണ് വിശ്വാസം. അതാണ് വേണ്ടത്. ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. വിശ്വാസം ഇല്ല എങ്കിൽ എല്ലാം തകർന്ന്, എന്തൊക്കെ വന്നാലും തകർന്ന്. അതുകൊണ്ട് നമ്മുടെ പെണ്ണുങ്ങന്മാർ കുറച്ച് ശ്രദ്ധിക്കണം, ആണുങ്ങളും കുറച്ച് ശ്രദ്ധിക്കണം. നമ്മുടെ ഭാര്യ നമുക്കൊന്ന് രഹസ്യമായിട്ട് നമുക്ക് വാച്ച് ചെയ്യാം, പക്ഷെ കാണുന്നതിനെല്ലാം അവൾ അങ്ങനെയാണ്, ഇവൾ ഇങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്, അത് നമ്മൾ പറയാൻ പാടില്ല, പറയാനേ പാടില്ല. ഭർത്താക്കന്മാരോട് കൂടുതൽ സ്നേഹമുള്ളവരായി മാറിയാൽ അവൾക്ക് സ്വർഗമല്ലാതെ മറ്റ് പ്രതിഫലമില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ സ്വർഗ്ഗസ്ത്രീ കുറിച്ച് വിശേഷിപ്പിക്കുന്ന കൂട്ടത്തില് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നിസാഉകും മിൻ അഹ്ലിൽ ജന്ന. നിങ്ങളിൽ സ്വർഗ്ഗസ്ത്രീകളായ പെണ്ണ് ആരെന്ന് പറയട്ടെയോ സഹാബ? നിങ്ങളിൽ സ്വർഗ്ഗസ്ത്രീകളായ പെണ്ണ് അൽ വദൂദ്, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പെണ്ണ് സ്വർഗ്ഗസ്ത്രീകളായ പെണ്ണാണ്. അല്ലദീ ഇദാ ആദത ഊദീത്, നിന്റെ ഭർത്താവ് നിന്നെ വേദനിപ്പിച്ചു എന്നിരിക്കട്ടെ, അതല്ലെങ്കിൽ നിന്റെ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് വല്ല അനിഷ്ടമായ സംഭവങ്ങളോ വാക്കുകളോ നീ കേട്ടു എന്നിരിക്കട്ടെ, രണ്ടുപേരും ചുടിച്ചിട്ട് 2 ധ്രുവങ്ങളിലാണ് താമസിക്കുന്നതെങ്കിൽ എന്റെ പൊന്നുപെങ്ങളെ, നിനക്ക് സ്വർഗത്തിൽ പോകണോ? തന്റെ ഭർത്താവിന്റെ അരികിലേക്ക് നീ കടന്നു വരണമേ. ഭർത്താവിന്റെ അരികിലേക്ക് കടന്നു വന്നിട്ട് നിന്റെ കൈത്തണ്ട ആ ഭർത്താവിന്റെ കൈയുടെ ഉള്ളിൽ നീ വെക്കണേ.
ഫതഖൂലു എന്നിട്ട് നീ പറയണം ലാ അദൂഖു അംലൻ ഹത്താ തർളാ എന്റെ ഇച്ഛ നിങ്ങൾ എന്നോട് സംസാരിക്കാത്ത സമയം നിങ്ങൾ എന്നോട് മുണ്ടാണ്ടിരുന്നാൽ നിങ്ങൾ എന്നോട് സഹകരിക്കാതിരുന്നാൽ എന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാതിരുന്നാൽ ലാ അദൂഖു അല്ലാ ഒരു തുള്ളി വെള്ളം കുടിക്കുകയോ ഒരു പിടി ഭക്ഷണം കഴിക്കുകയോ ഞാൻ ചെയ്യുകയില്ല അതുകൊണ്ട് എന്നോട് പൊറുക്കണേ എന്ന് പറയുന്ന പെണ്ണേ നീയാണ് സ്വർഗസ്ത്രീയായ പെണ്ണെന്ന് നബിയുനാ റസൂലുള്ളാഹി. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് എന്റെ പൊന്നു പെങ്ങന്മാരൊന്ന് കേൾക്കട്ടെ ഇദാ ഹറബത്തിൽ മർഅത്തു മിൻ ബൈതി സൗജിഹാ ഒരു ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഒരു ഭാര്യ പുറത്തേക്ക് ഇറങ്ങിയാൽ മിൻ ഗൈരി ഇദ്നി സൗജിഹാ ബിഗൈരി ഇദ്നി സൗജിഹാ തന്റെ ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് മരിപ്പ് എന്ന് പറഞ്ഞിട്ട് രോഗികളെ കാണാനെന്ന് പറഞ്ഞിട്ട് തന്റെ ഭർത്താവിനോട് ഒരു ഫോൺ കോളെങ്കിലും വിളിച്ചു ചോദിക്കാതെ തന്റെ പുരയിൽ നിന്ന് പുറത്തേക്ക് പോയ പെണ്ണുങ്ങളെ ലഅനത്ഹാ അൽ മലായിക ഹത്താ തർജിഅ ഇലാ ബൈതിഹാ അവളുടെ മേൽ അല്ലാഹുവിന്റെ ശാപം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലാഹുവിന്റെ കോപം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവൾ തന്റെ പുരയിലേക്ക് മടങ്ങി വരുന്നത് വരെ മാലാഖമാർ അല്ലാഹുവിന്റെ മാലാഖമാർ അവളെ ശപിക്കുകയാണ് അല്ലാഹുമ്മൽ അൻഹാ അല്ലാഹുമ്മൽ അൻഹാ ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഇറങ്ങിപ്പോയവളാ ഭർത്താവിനോട് ഒരു ഫോൺ കോളിലൂടെ ചോദിച്ചിട്ട് ഭർത്താവിന്റെ അനുവാദം വാങ്ങാതെ ഇറങ്ങിപ്പോയവളാണ് അല്ലാഹുവേ ഇവളെ നീ ശപിക്കണേ നാഥാ ഇവളെ നീ ശപിക്കണേ നാഥാ എന്ന് ആ ഭാര്യയെ ആ പെണ്ണിനെ മാലാഖമാർ ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു ഹദീസ് കൂടെ കേട്ടോ എന്റെ പൊന്നുമങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താക്കന്മാരോടുള്ള ഉത്തരവാദിത്തവും കടമകളും ബാധ്യതകളും എത്രത്തോളം എന്ന് വെച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഇദാ സല്ലത്തിൽ മർഅ ഒരു പെണ്ണ് നമസ്കരിക്കുകയാ വലം തദ്ഉ ലിസൗജിഹാ ആ നമസ്കാര ശേഷം തന്റെ ഭർത്താവിന് വേണ്ടി ഒരു ഭാര്യ ദുആ ചെയ്തില്ല എങ്കിൽ ലം തുഖ്ബൽ റുദ്ദത അലൈഹാ സലാത്തുഹാ അവളുടെ സലാത്ത് നമ്മളെ മടക്കപ്പെടും അവളുടെ നമസ്കാരം മടക്കപ്പെടും ഹത്താ തദ്ഉ ലിസൗജിഹാ തന്റെ ഭർത്താവിന് വേണ്ടി അവൾ ദുആ ചെയ്യുന്നത് വരെ അവളുടെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കുകയേ ഇല്ല എന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി. ഏതെങ്കിലും ഒരു ഭാര്യ ഈ പ്രഭാഷണം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനോട് എത്ര ചൊടിച്ച് നിങ്ങൾ ഇരുന്നാലും നിങ്ങളുടെ നമസ്കാരം കഴിഞ്ഞിട്ട് എന്റെ പൊന്നു പെങ്ങളെ അല്ലാഹുവേ എന്റെ ഇക്കാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ എന്റെ ഇക്കാക്ക് ആഫിയത്ത് നൽകണേ അല്ലാ എന്റെ ഇക്കായുടെ ആഫിയത്താണ് ഞങ്ങളുടെ ജീവന്റെ തുടിപ്പ് ഞങ്ങളുടെ ജീവിതത്തിന്റെ സ്പന്ദനം ഞങ്ങളുടെ ജീവിതത്തിന്റെ സന്തോഷം എന്റെ ഇക്ക ജീവിച്ചിരിക്കലാണ് അതുകൊണ്ട് അല്ലാഹുവേ എന്റെ ഇക്കാക്ക് ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാ എന്റെ ഇക്കാടെ കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ എന്റെ ഇക്കാടെ യാത്രയെ നീ സംരക്ഷിക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യണേ പെണ്ണുങ്ങളെ എന്ന് ദുആ ചെയ്യണേ പെണ്ണുങ്ങളെ നിങ്ങൾ ഏത് വഖത്ത് നമസ്കരിച്ചാലും എത്ര റക്അത്ത് നമസ്കരിച്ചാലും എത്ര സുന്നത്ത് നിങ്ങൾ നമസ്കരിച്ചാലും നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ നമസ്കാരത്തിന് ശേഷം മറന്നു പോകരുത് ആ ഭർത്താവിന് വേണ്ടി നിങ്ങൾ കരങ്ങൾ ഉയർത്തി നിറക്കണ്ണുകളോടെ റബ്ബിന്റെ മുന്നിൽ ദുആ ചെയ്തില്ല എങ്കിൽ എന്റെ പൊന്നു പെങ്ങളെ റുദ്ദത അലൈഹാ സലാത്തുഹാ അവളുടെ സലാത്ത് അവളുടെ നമസ്കാരം അല്ലാഹു മടക്കി കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വലിയ മഹത്വമാണ്. ബക്കറ്റ് കണ്ട പ്രസംഗം തീർന്നു എന്നാ എൻ്റെ അർത്ഥം. തീർന്നില്ല, ഇനി ഒരുപാട് പറയാനുണ്ടല്ലോ. സംഭവം അരമണിക്കൂറിൽ പറയും. കൊടുത്തോ ബക്കറ്റ് എടുത്തോ. അതിന് പോലെ ഇപ്പൊ പറഞ്ഞില്ല, പെണ്ണുങ്ങളും ആണുങ്ങന്മാരും തമ്മിലുള്ള എല്ലാം പറഞ്ഞു. അവിടെ സമാധാനത്തെ അവിടെ ഇരുന്നോ. ബക്കറ്റ് പോയാ കണ്ടില്ല, ഞാൻ അത് കണ്ടുകൊണ്ടാണ്. സ്ത്രീകളുടെ ഭാഗത്തും പുരുഷന്മാരുടെ ഭാഗത്തും ഒക്കെ പെണ്ണുങ്ങന്മാർ ഇപ്പൊ ചൊടിച്ചിട്ടിരിക്കുകയായിരിക്കും. ഇനി കൊടുക്കുമെന്നൊന്നും അറിയില്ല. അല്ലാഹു അഅലം. ഇല്ല ഞാൻ വരുന്ന നല്ല ഇനിയിപ്പോ നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ മസാല ഇവിടെ ഉണ്ട്. സംഭവം നല്ല മട്ടൻ മസാല, മട്ടൻ സ്റ്റ്യൂ തന്നെ തരാം. അവിടെ എല്ലാവരും ഒന്ന് പക്വത സഹായിക്കണം കേട്ടോ. എന്റെ ഭർത്താക്കന്മാരെ ഭാര്യമാരെ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, പഠിക്കണം. ഇതിന്റെ എപ്പോഴേ ബാലിലൂടെ കേൾക്കാം, എപ്പോ കേൾക്കൂതല്ല. ബാല് പറഞ്ഞിട്ട് ചുമ്മാ അങ്ങനെ മിണ്ടാതെ പോയാൽ കേൾക്കണ്ടേ, പഠിക്കണ്ടേ. ഇതൊക്കെ അവിടെ ഇരിക്കും കുറച്ചു നേരം. ഏടപ്പം നിങ്ങൾ ധൃതി പിടിച്ച് പോകുന്നത്? അവിടെ ഇരിക്കും. എവിടെ പോകുന്നത്?
ധൃതിയല്ല. എനിക്ക് ഞാൻ ഇനി തിരുവനന്തപുരം വരെ പോകണം, കൊല്ലം വരെ പോകണം. സുബൈ കഴിഞ്ഞ് നാളെ എത്ര മണിക്ക് എത്താം അല്ലാഹു അലം. എന്റെ കൈ തന്നെ പാങ്ങില്ലാതിരുന്നിട്ട് തന്നെ എന്നെ ലീവ് എടുത്ത് ചോദിച്ചിട്ട് പറ്റില്ല ഉസ്താദ് വന്നേ തീരുള്ളൂ എന്നെ ഭീഷണിപ്പെടുത്തി വരുത്തിയതാ. ഭാര്യ ഭർത്താക്കന്മാരുടെ കടമകളും ഹക്കുകളും നമ്മൾ മനസ്സിലാക്കണം. ഒരു ഭർത്താവിന്റെ ഭാര്യയുടെ കടമ എന്താ? ഭർത്താവിന് ദ്വാരക്കണം അല്ലേ? കാരണം എത്ര ഹക്കാണ് ഭർത്താവ് എന്ന് പറഞ്ഞാൽ ആരാങ്ങൾ വിചാരിച്ചത്? എന്താ പിന്നെ റോബോട്ട് മിഷൻ അങ്ങക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന സാധനം, പൈസ ഉണ്ടാക്കി തരുന്ന ATM ഈ സാധനം അങ്ങോട്ട് കുനിച്ചു നിർത്താ, ഒരു വര വരയ്ക്കുക, പൈസ എടുക്കുക. അതല്ല അതിന്റെ അർത്ഥം. ഭർത്താവ് എന്ന് പറഞ്ഞാൽ ആരാണ്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഭർത്താവിനോടുള്ള ഉത്തരവാദിത്തം എന്താണ്? യാ മഅശറൻ നിസാ ലൗ തഅലമന ബിഹഖി അസ്വാജികുന്ന അലൈകുന്ന ലജഅലത്തിൽ മർഅതു മിൻകുന്ന തംസഹുൽ ഗുബാറ അൻ ഖദമൈ സൗജിഹാ ബിഖദ്ദി വജ്ഹിഹാ ഔ കമാ ഖാല റസൂലുള്ളാഹി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ത്രീ സമൂഹത്തോട് ഇതാ ഉപദേശിക്കുകയാണ്. മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഉപദേശിക്കുകയാ, ഏ സ്ത്രീ സമൂഹമേ, നിങ്ങളുടെ ഭർത്താക്കന്മാരോടുള്ള കടമകൾ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ഭർത്താക്കന്മാരോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ആ ഭർത്താവിന്റെ കാലിന്റെ കീഴിലുള്ള പൊടി നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ നക്കിയെടുക്കുമായിരുന്നു. മനസ്സിലായോ? നമ്മുടെ ഇച്ചായോടുള്ള ഉത്തരവാദിത്തം മനസ്സിലായോ? ഇന്ന് പോയിട്ട് കാലടിച്ച് നക്കിക്കോ. കുറച്ച് നക്കൊന്നും വേണ്ട, ചെരുപ്പെങ്കിലും തുടച്ചു കൊടുത്താൽ വലിയ കാര്യം. ചെരുപ്പ് തുടയ്ക്കാൻ പറയും ഓളെ വിളിച്ചിട്ട്, സബി ആ ചെരുപ്പം തുടച്ചിട്ട് ഞാൻ നിങ്ങൾ പുതിയ ബസ് സ്റ്റാൻഡിൽ ചെരുപ്പ് കുത്തിരിപ്പുണ്ട്, അത് കൊടുത്താൽ മതി, ഷൂ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി, അങ്ങനെ എന്നെ ഒന്ന് പോളിഷ് ചെയ്ത് തരും. നിങ്ങളുടെ ചെരുപ്പ് തുടയ്ക്കാനല്ലേ എന്റെ ഉപ്പ എന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങോട്ട് കെട്ടിച്ചേർന്നത്. അങ്ങനത്തെ പെണ്ണുങ്ങന്മാരപ്പ പറഞ്ഞിട്ട് കാര്യമുണ്ട്. എന്നാ അടുത്തൊരു ഹദീസ് കേട്ടാലോ? ഏതെങ്കിലും ഒരു ഭാര്യയുടെ ഹക്കെന്ന് പറഞ്ഞാൽ കുറഞ്ഞ കാര്യമാണ്. അവളുടെ ഉത്തരവാദിത്വം നിറവേറുകയില്ല. മൂക്കിന്റെ രണ്ട് ദ്വാരത്തിലെ ഒരു ദ്വാരത്തിലൂടെ രക്തവും മറ്റൊരു ദ്വാരത്തിലൂടെ അഴുക്കും വരികയും അവൾ അത് ഉറിഞ്ചിയെടുക്കുകയാണ്, നക്കിയെടുക്കുകയാണ്. എന്നാൽ പോലും തന്റെ ഭർത്താവിനോടുള്ള കടമകൾ പൂർത്തിയാക്കിയവളാവുകയില്ല. എന്താ പറഞ്ഞ ഭർത്താവിന്റെ മൂക്കിൽ നിന്ന് സാധനം വരുന്നു അല്ലേ? എന്താ പറയാ, ഷാർജ ജ്യൂസ് എന്ന് പറയും ഞങ്ങളുടെ നാട്ടില്. ഫുഡിങ് ഒരു സൈഡിലൂടെ പനിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് നല്ല മഞ്ഞ കളറിലാണ് വരുന്ന സംഭവം, ഷമാമിന്റെ കൂട്ട്. ഒരു സൈഡില് രക്തം വരികയാണ്, മറ്റൊരു സൈഡില് അഴുക്ക് വരികയാണ്. അവളിത് ഉറിഞ്ചിയെടുക്കാണ്, നക്കിയെടുക്കാണ് ഈ മൂക്കള. ലോകത്ത് ഖിയാമത്ത് നടക്കുമോ ഈ സംഭവം? നടക്കുമോ ഇങ്ങനെ സംഭവം? അങ്ങനെ ചെയ്താൽ പോലും എന്റെ പെങ്ങളെ എന്റെ ഭർത്താവിനോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റിയവളാവുകയില്ല. ആരാ അങ്ങനെ ചെയ്യാ? നമ്മുടെ ഭാര്യമാരുടെ മുന്നിൽ കൊണ്ട് മൂക്കിലൊന്ന് കൈയിട്, കൊണ്ടുപോയി ഡെറ്റോളിൽ 3 മണിക്കൂർ മുക്കി വെച്ചിട്ടാ മനുഷ്യ. ആ കൈ പെണ്ണുങ്ങന്മാരുടെ അടുത്ത് പോയി മൂക്കിലൊന്ന് കൈട്ട് പിടിക്കൂല, പിന്നെ നക്കാൻ പോണത് സംഭവം. പള്ളിയിൽ എഴുതി കൊടുക്കും, ഉസ്താദെ എനിക്ക് ഇച്ചാനെ പറ്റൂല. എന്താ അത്? മൂക്കളെ നക്കാൻ പറയും, നമ്മളെ കൊണ്ട് പറ്റൂല ഉസ്താദ്. ആ വിഷയത്തിൽ തലാക്കിയ എന്റെ ഉപ്പ എന്നെ കല്യാണം കഴിപ്പിച്ചത് മൂക്കളെ നക്കിക്കാനാ? അങ്ങനെ ചെയ്താൽ പോലും നമ്മളോടുള്ള ഹക്ക് തീരൂലെന്ന് ആലോചിച്ച് നോക്കി. എത്ര ബാധ്യതയായിരിക്കും ഒരു ഭർത്താവിനോട് ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോട് എത്ര ഹക്കായിരിക്കും മനസ്സിലാക്കാൻ വേണ്ടി. ആരുടെയും മൂക്കളെ കുടിക്കാനോ അഴുക്ക് കഴിക്കാൻ വേണ്ടി നമ്മൾ പറയല്ല. അങ്ങനെ നമ്മൾ ചെയ്യൂല. കാരണം അത് അത്രയും നമുക്കൊരു വെറുപ്പുള്ള ഒരു സാധനമാണ്. ആ വെറുപ്പുള്ള സാധനം പോലും നീ കഴിച്ചാലും ആ ഭർത്താവിനുള്ള ഉത്തരവാദിത്വം നിറവേറ്റില്ല. അതാണ് ഭർത്താവ്. അത്രയ്ക്ക് ഹക്കുകൾ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രയ്ക്ക് ഗൗരവത്തോടു കൂടി പറഞ്ഞത്. അദ്ദേഹത്തിന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞത്.
മനസ്സിലായില്ലേ സഹോദരിമാരെ? നിങ്ങളത് എന്താ മനസ്സിലാക്കാത്ത? നിങ്ങൾ അദ്ദേഹത്തെ ഒരു നരകവാസിനിയായ പെണ്ണിനെ അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ പറയുകയാണ്, ലാ തുകല്ലിഫു സൗജഹാ. സ്വർഗ്ഗവാസിനിയായ പെണ്ണിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ പറയുന്നു, ഇംറഅത്തുൻ ലാ തുകല്ലിഫു സൗജഹാ മാ ലാ യുതീഖ്. ഒരു ഭർത്താവിനെ കൊണ്ടെടുക്കാൻ പറ്റാത്ത പണി അടിച്ചേൽപ്പിക്കരുതേ, അടിച്ചേൽപ്പിക്കരുതേ. ആ അടിച്ചേൽപ്പിക്കാത്ത പെണ്ണെ നീ സ്വർഗ്ഗത്തിലാണ്. നബിയുനാ റസൂലുള്ളാഹി. നമ്മുടെ ഭർത്താവിനെ കൊണ്ട് ഏറ്റെടുക്കാൻ പറ്റാത്ത പണി അടിച്ചേൽപ്പിക്കരുത്. ഒരു ഭാര്യ എനിക്ക് അത് വേണം ഇത് വേണം നിർബന്ധം പിടിക്കരുത്. അങ്ങനെ നിർബന്ധം പിടിക്കാതെ ഉള്ളത് കൊണ്ട് നീ തൃപ്തിപ്പെട്ടാൽ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, നീ സ്വർഗ്ഗത്തിലാണ്, സ്വർഗ്ഗത്തിലാണ്. വലിയ ഭാഗ്യ ഒരു ഭർത്താവ് സ്വർഗ്ഗത്തിൽ പോകാൻ, ഒരു ഭാര്യ സ്വർഗ്ഗത്തിൽ പോകാൻ ഒരു കാരണം ഒരു ഭർത്താവിന്റെ എല്ലാം ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെട്ട് അങ്ങനെ കഴിഞ്ഞു കൂടണം, എല്ലാം തൃപ്തിപ്പെടണം. ഭർത്താവ് എന്ന് പറഞ്ഞ അങ്ങനെ അതാണല്ലോ ഭർത്താവ്. ഭർത്താവ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അത്രയ്ക്കും ഗുണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നമുക്ക് കിട്ടുന്നു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രത്തോളം മഹത്വം ഭർത്താക്കന്മാരെ കുറിച്ച് നിങ്ങളുടെ മുന്നിൽ പറയുമ്പോ എന്റെ പൊന്നു സഹോദരങ്ങളെ, നമ്മുടെ ഭാര്യ എന്ന് പറയുന്നത് നമ്മുടെ അമാനത്താണ്. ആ അമാനത്ത് എന്ന് പറയുന്ന സമ്പത്തിനെ, അമാനത്ത് എന്ന് പറയുന്ന സ്വത്തിനെ നമ്മൾ കാത്തു സൂക്ഷിക്കണേ. നമ്മളെ തകർക്കരുത്, ഉടയ്ക്കരുത്, അടിക്കരുത്, പീഡിപ്പിക്കരുത്, വേദനിപ്പിക്കരുത്. അല്ലാഹുവിനെ സാക്ഷ്യപ്പെടുത്തി, മാലാഖമാരെ സാക്ഷ്യപ്പെടുത്തി, ഖാലിമാരെ സാക്ഷ്യപ്പെടുത്തി നമ്മുടെ മുന്നിലേക്ക് ഇതാ ഒരു പെണ്ണിന്റെ പിതാവ് ഏൽപ്പിച്ചു തരുന്ന ആ ഒരു ഉത്തരവാദിത്തമാണ്. ആ ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്ന അമാനത്തിനെ നിങ്ങൾ ഉടയ്ക്കരുതേ, തകർക്കരുതേ. അതുകൊണ്ട് തന്നെയാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട സഹോദരിമാർ പല പ്രാവശ്യവും ചൊടിക്കാറുണ്ടായിരുന്നു, ദേഷ്യം പിടിക്കാറുണ്ടായിരുന്നു. ഹഫ്സ റളിയല്ലാഹു തആല അൻഹ ദേഷ്യം പിടിക്കാറുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ ദേഷ്യം പിടിക്കാറുണ്ടായിരുന്നു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതെല്ലാം ക്ഷമിക്കുമായിരുന്നു. ഒരിക്കൽ നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയങ്കരിയായ ആയിഷ വദഫഅത് അലാ സദ്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ നെഞ്ചിൽ ഒരു ഇടി ഇടിക്കുകയാണ്. പ്രസംഗം ഏത് സമയത്ത് നിൽക്കാം, നിങ്ങളതങ്ങ് എടുത്തോ. ചില്ലറ ഞാൻ എടുത്തില്ല, സാധാരണ ഒരു 100 രൂപ എടുത്ത് വെക്കും. നല്ല സാധനത്തിനുള്ള പറയുന്നത് കൊടുക്കാൻ. നല്ല ഒരു കുടുംബജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും എടുക്കും. ഇന്ന് പോയിട്ടൊരു നല്ല റാഹത്തായ ഒരു കുടുംബജീവിതം ഉണ്ടാക്കണം. എല്ലാം ഇഷ്ടം അത് വരുന്നുണ്ട്. എങ്ങനെയാണെന്നുള്ളതൊക്കെ പറഞ്ഞാൽ അവിടെ നിന്നോ പറയുന്നതിന് കുഴപ്പമില്ലല്ലോ, കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലല്ലോ. ഇല്ല. അപ്പം പിന്നെ ഉറപ്പ് കിട്ടി, മുൻഗണനയ്ക്ക് ഉറപ്പിച്ചു. ഇവിടെ ധൈര്യമായിട്ട് അൽഹംദുലില്ലാ എനിക്ക് ഇജാസത്ത് കിട്ടിയാൽ മതി. ഇജാസത്ത് കിട്ടിയാൽ മതി. നല്ല പോലെ കേട്ടോ. മാഷാ അല്ലാഹ്. ഒരു 10 മിനിറ്റ് കൂടിയാലും കുഴപ്പമില്ല, 11:30 ആയാലും പ്രശ്നമില്ല. നമുക്ക് പ്രശ്നമില്ല. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെഞ്ചിൽ ഒരു ഇടി. ആയിഷ. അപ്പൊ തൊട്ടടുത്ത് ആരുണ്ടായിരുന്നു? അമ്മായിയമ്മ ഉണ്ടായിരുന്നു. അമ്മായി ആയിഷ ബീവിയുടെ ഭാര്യ, അല്ല ആയിഷ ബീവിയുടെ ഉമ്മ അടുത്തുണ്ടായിരുന്നു. ആയിഷ ബീവിയുടെ ഉമ്മ അടുത്തുണ്ടായിരുന്നു. ഫസബറത്ഹാ ഉമ്മുഹാ, ആയിഷ ബീവിയെ ഭയപ്പെടുത്തി താക്കീത് ചെയ്തു. ആയിഷ, നീ ആരെ അടിക്കുന്നത്? നീ ആരെ അടിച്ചത്? ആയിഷ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് മകളെ ശകാരിക്കുന്ന ഉമ്മ, മകളെ ശകാരിക്കുന്ന ഉമ്മ. ആരെ നീ അടിക്കുന്ന? ആയിഷ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അമ്മായി ദഈഹാ, അവളെ അങ്ങോട്ട് വിടമ്മായി. ഫൈന്നഹുന്ന യസ്നഅന അക്സറ മിൻ ദാലിക, ഈ പെണ്ണ് മാത്രമല്ല എന്റെ പെണ്ണുങ്ങന്മാരെല്ലാം ഇതിനേക്കാൾ അപ്പുറത്താണ് എന്നോട് ചെയ്യുന്നത്. ഇപ്പൊ ഇടിയല്ലേ കണ്ടുള്ളൂ, ഇതൊന്നുമല്ല. എന്റെ മോളിൽ കയറി തന്നെ ഇങ്ങനെ നിങ്ങൾ ഇതുമെല്ലാം കാണുന്നുണ്ടാ? അങ്ങോട്ട് വിടുന്നു. അവരിപ്പോ എന്നെ അല്ലാതെ പിന്നെ ആരെ പിടിച്ചോട്ടെ പോട്ടെ. അല്ലാഹ്. അതുകൊണ്ട് ആ സുന്നത്ത് ഹയാത്താക്കാൻ ഇന്ന് പോയിരുന്ന എല്ലാ ഇച്ചാമാരുടെ നെഞ്ചിൽ 5-6 ഇടി കൊടുക്കും പെണ്ണുങ്ങന്മാരെ.
എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ പറയണോ, ആയിഷ ബീവി ഇടിച്ചതാ, അവിടെ കളയിച്ച മിണ്ടാതെ ഞാൻ 2 ഇടി ഇടിക്കട്ടെ. അങ്ങനെ ഇടിച്ചല്ല, അത് മെല്ലെ ചുമ്മാ ദേഷ്യം വരുമ്പോ ഞാൻ ഒരു കുത്തുകുത്തൂല്ലേ, അതാണ്. അങ്ങനെ അതുപോലും പാടില്ല എന്ന് തന്റെ മരുമകനാണെന്ന് പറഞ്ഞിട്ട് അമ്മായി ശകാരിക്കാണ് തന്റെ മകളെ. അങ്ങനെ ചെയ്യാൻ പാടില്ല, ദോഷമാണ്, തെറ്റാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ വിധങ്ങൾ പറയാണ് അതൊന്നും ഇല്ല. നമ്മുടെ ഭാര്യ ഒരിക്കൽ നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ സുഹൃത്തായ ഉമർ റളിയല്ലാഹു തആല അൻഹു അനുചരൻ ഉമർ റളിയല്ലാഹു അൻഹു ഭാര്യയും തമ്മിൽ വഴക്ക്, ഭയങ്കര ചൊടിച്ചിൽ. അപ്പൊ ഞാൻ ഈ പറഞ്ഞിരുന്നറിയോ, നമ്മുടെ ഇടയിൽ ഈ ചൊടിച്ചിൽ ഉണ്ടാവുമ്പോൾ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതാണ് പറഞ്ഞത്. അല്ലാതെ ചുമ്മാ ഒരു വഴക്കുണ്ടാകുമ്പോൾ പെണ്ണിന്റെ മൊഴിയെല്ലാം നിൽക്കണ്ട, തലാഖെല്ലാം നിൽക്കണ്ട, അതല്ല. ഇതൊക്കെ സംഭവ ജീവിതത്തിൽ ഉള്ളതാ. ഇതില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലെങ്കിൽ ആ ജീവിതത്തിന് എന്ത് രസമാണുള്ളത്. ബിലാൽ റളിയല്ലാഹു തആല വലിയ വിഷമവും പ്രയാസവും ഒക്കെ നബിയുടെ മുന്നിൽ വന്ന് പറഞ്ഞു. നമ്മുടെ അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞ വാക്കാണ്, നിന്റെ ജീവിതത്തിൽ ഇച്ചിരി ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നും ഇല്ല എങ്കിൽ ആ ജീവിതത്തിന് എന്ത് മാധുര്യമാണ്. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹു जफा जो इश्क में होती है वो जफा ही नहीं, सितम न हो तो मोहब्बत में कुछ मजा ही नहीं. ജീവിതത്തിലൊക്കെ കുറച്ച് സുഖവും ദുഃഖവും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ ജീവിതത്തിന് മജ ഇല്ലപ്പാ. ജീവിതത്തിന് എന്ത് മജ? ജീവിതത്തിന് മജ ഉണ്ടാകണമെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകണം. ചുമ്മാ അങ്ങോട്ട് സൂചിച്ച് ജീവിച്ചാൽ പിന്നെ എന്താ അതിനകത്ത് രസമുള്ളത്? ഇടയ്ക്കിടയ്ക്ക് പെണ്ണുങ്ങന്മാരെയൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് ബീച്ചിലെല്ലാം ഒന്ന് കൊണ്ടുപോകണം. ഒന്ന് കൊണ്ടുപോകണം. അവന്മാർക്ക് റാഹത്തുണ്ടാണ്. ഇടയ്ക്കൊക്കെ വെളിയിലെല്ലാം കൊണ്ടുപോയിട്ട് ഭക്ഷണമൊക്കെ ഒന്ന് വാങ്ങിക്കൊടുത്ത് അവർക്ക് 2 ബാഗൊക്കെ ഒന്ന് വാങ്ങിക്കൊടുത്താൽ, ചെരുപ്പൊക്കെ ഒന്ന് വാങ്ങിക്കൊടുത്താൽ ഇച്ചിരി ഉഷാറാവും. അൽഹംദുലില്ലാഹ് ജിമാനൊക്കെ ഒരു താക്കത്ത് കിട്ടും, റാഹത്തുണ്ടാവും. അതിനൊന്ന് കൊണ്ടുപോകണം, നമ്മ കൊണ്ടുപോകണം. അല്ല അയൽവക്കത്തുള്ള ആളെ ഏൽപ്പിക്കരുത് സംഭവം. ഇന്നിപ്പോ ഇവിടെ കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോ സമയമില്ല, ഞാൻ പോകുന്ന ജബ്ബാറ നീ പോവല്ലേ, ഓളെയും കൂടെ ഒന്ന് കൂട്ടിക്കോ, ഇൻഷാ അല്ലാഹ് ഒന്ന് പോയിട്ട്. പിന്നെ സുബൈറ നീ വരണ്ട, ജബ്ബാറിന്റെ ഒപ്പരം ഓളം അങ്ങ് താമസിച്ചോളൂ, നീ വരണ്ട. അങ്ങനെയല്ല, ഇവിടെ നമ്മൾ കൊണ്ടുപോകണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ അബസീനിയക്കാരായ കുറെ ആളുകൾ വന്ന് ദഫ് മുട്ടുകയാണ്. ദഫ് മുട്ടുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയങ്കരിയായ ആയിഷ ബീവി ആ വീട്ടിലിരിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ കടന്നു വന്നിട്ട് ആയിഷ ബീവി പറയുകയാണ്, യസ്തുറുദുനി ബിരിദായി, എന്റെ തുണ്ടുകൊണ്ട്, എന്റെ തുണി കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ എനിക്കൊരു മറ സ്ഥാപിച്ചു. എനിക്കിതെല്ലാം കാണുമ്പോ എന്റെ ഹദീസ് അങ്ങനെ നിന്ന് പോകും, അതാണ് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ ഞാൻ ആ കളിയൊന്ന് കാണാൻ നബി എനിക്ക് ഇങ്ങനെ സൗകര്യം ചെയ്തു. മറയൊക്കെ നിർത്തി, മറയൊക്കെ ഉണ്ടാക്കി. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തോളിലെ താടി വെച്ചിട്ട് ആയിഷ ബി പറയാണ്, ഞാൻ ആ കളി കണ്ടുകൊണ്ടിരുന്നു. ബൈന ഉദ്നിഹി വഅതിഖിഹി, നമ്മളൊക്കെ സിനിമാ നടിമാരെ കണ്ടില്ല ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മുടെ ഇച്ചാന്റെ തോളിൽ അല്പനേരം ഇങ്ങനൊക്കെ പോയി താടിയൊക്കെ വെച്ചിട്ട് നിൽക്കണം. പെണ്ണുങ്ങന്മാരെ കൊണ്ടൊക്കെ നിർത്തിക്കണം, എന്നാലൊരു പ്രത്യേക രസമല്ല അവർക്ക്. എവിടെ പണ്ട് നടന്ന സംഭവം, ഇതുവരെയ്ക്കും അങ്ങനെ സംഭവം ഉണ്ടായിട്ടേ ഇല്ല. അതുകൊണ്ട് ഒരു റാഹത്താണ്. ആയിഷ റളിയല്ലാഹു അൻഹ നബി തങ്ങളുടെ തോളിൽ അങ്ങനെ കുറെ നേരം ഇങ്ങനെ നിന്ന് കണ്ടുകൊണ്ട് കളി ഇങ്ങനെ കണ്ടു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, നിർത്ത് ആയിഷ, മതി തോള് വേദനിക്കുന്ന ആയിഷ, മതി ആയിഷ, നബിയെ കുറച്ചുകൂടെ അങ്ങനെ പിടിച്ചു നിർത്തി. അങ്ങനെ ഞാനായിട്ട് മതിയാക്കുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് വേണ്ടി അങ്ങനെ തന്നെ നിന്ന് തന്നു. ഹദീസിൽ കാണാം, ഞാനായിട്ട് മതിയാക്കുന്നവരെ അങ്ങനെ തന്നെ നിന്ന് തന്നു. നാളെ ഇനി പെണ്ണുങ്ങൾ ടൂർ പ്രോഗ്രാം പെട്ടെന്ന് തയ്യാറാക്കിക്കോ. യാ അല്ലാഹ്, തീർന്നില്ല സംഭവം. ഹദീസ് കേട്ടോ. ആയിഷ റളിയല്ലാഹു തആല അൻഹ അതിനുശേഷം പറയുകയാണ്, ഫഖദറൂ ഖദറൽ ഹദീസ് അൽ ജാരിയതി അൽ ഹദീസതി ഔ കമാ ഖാല റസൂലുള്ളാഹി. ഒരു പെണ്ണിന്റെ, ഒരു ചെറുപ്പക്കാരി പെണ്ണിന്റെ അവളുടെ ആഗ്രഹങ്ങളും അവളുടെ അഭിലാഷങ്ങളും അവളുടെ ആനന്ദങ്ങളും ഭർത്താക്കന്മാരെ നിങ്ങൾ പരിഗണിക്കണേ. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ വീട്ടിൽ തന്റെ കൂട്ടുകാരികളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ
കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാന്റെ റസൂല് കടന്നു വരികയാണ്. അങ്ങനെ നബി തങ്ങളെ കണ്ടപ്പോ ബാക്കിയുള്ള തോഴിമാരെല്ലാം എഴുന്നേറ്റ് പോയി. ആയിഷ ബീവിയും പുറയിലേക്ക് കയറി. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആയിഷേ, ആ തോഴിമാരെ മുഴുവനും തിരിച്ചു വിളിക്കണേ ആയിഷേ, എന്നെ കണ്ടിട്ട് പോകരുതേ പോകരുതേ, ഞാൻ മാറിപ്പോയിക്കൊള്ളാം ആയിഷേ. അവരെ തിരിച്ചു വിളിച്ച് നിങ്ങൾ വീണ്ടും കളിക്കണേ, രസിക്കണേ, ഞാൻ നിങ്ങൾക്ക് ഒരു തടസ്സമല്ല. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് പ്രകാരം ഞാൻ തോഴിമാരെ തിരിച്ചു വിളിക്കുകയും ഞങ്ങൾ അവരോടൊപ്പം ഒരുമിച്ച് കളിക്കുകയും ചെയ്തു, വിനോദം പങ്കിടുകയും ചെയ്തു എന്ന് മഹദിയായ ആയിഷ സിദ്ദീഖ. പെണ്ണുങ്ങന്മാർക്കുള്ള സൗകര്യമൊക്കെ ചെയ്തു കൊടുക്കണം. നമ്മൾ ചെയ്തു കൊടുക്കണം. പരിക്കാത്താനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പൊ അവർക്കൊരു മനസ്സുണ്ട്, ഹോം സിക്ക്, എപ്പോഴും വീട്ടിനകത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഗൃഹാതുരത്വം ഭയങ്കര പ്രശ്നമാണ്, ടെൻഷൻ. അങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങി പോകാൻ, നമ്മളെ ഭർത്താവിന്റെ ഒപ്പരൊക്കെ പോകാൻ, അവിടെയൊക്കെ പോയിരുന്ന ഐസ്ക്രീം ഒക്കെ തിന്നാനും അൽഹംദുലില്ലാഹ് ഇച്ചിരി കടലയൊക്കെ വാങ്ങിയൊക്കെ കൊടുത്ത് ഓള് പകുതി തിന്ന് നീ പകുതി തിന്ന് ആ കൈയൊക്കെ ഇങ്ങനെ മടിയിലൊക്കെ ഇങ്ങനെ ഒന്ന് ചാരിയല്ല ഒന്ന് കിടന്ന് സെൽഫി എടുക്കാൻ നിൽക്കണ്ട, ചുമ്മാ അങ്ങനെ ഇരുന്ന് റാഹത്തായിട്ടൊക്കെ വരുമ്പോ ഓക്ക് എന്താ സന്തോഷം. എന്താ നിങ്ങളങ്ങനെ ചെയ്യാത്തത്? നമ്മൾ ചെയ്യാത്തത് കൊണ്ട് നമ്മളെ ഗൾഫിൽ കയറ്റി വിട്ടിട്ട് അവള് വേറെ ആളുടെ പിന്നാലെ ബൈക്കിൽ കയറി ഇരുന്ന് അവന്റെ മടിയിൽ പോയി കിടന്ന് സെൽഫി എടുത്ത് അതെടുത്ത് ഇതെടുത്ത് റാഹത്താണ്. നിങ്ങൾ പോണം, ചെയ്യണമെന്ന്. അത് അതീതല്ലേ പറയല്ലേ? നിങ്ങളുടെ ഇതില്, നിങ്ങളുടെ സംരക്ഷണത്തില് നിങ്ങൾ ഓളെ കൊണ്ടുപോയിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കണം. അള്ളാഹുവിന്റെ പ്രകൃതിദത്തമായ എത്രയോ സംഭവങ്ങൾ ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണ്ടേ? ഇതാരാ പഠിപ്പിച്ചു കൊടുക്കുക? പിന്നെ ഇതാര് കാണിച്ചു കൊടുക്കും? പിന്നെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണോ? അവർക്ക് അവരുടെ മനസ്സിന് എപ്പോഴും മിക്സി കുക്കർ ഇതുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് നടക്കുകയാണ്. എവിടെയൊക്കെ പെണ്ണുങ്ങന്മാർ പോകുന്നത്? കിച്ചൺ, ഹാൾ, ബെഡ്റൂം, ബാത്റൂം. കിച്ചൺ, ഹാൾ, ബെഡ്റൂം, ബാത്റൂം. പിന്നെ റിട്ടടിക്കും, ബെഡ്റൂം, ബാത്റൂം, ഹാൾ, കിച്ചൺ. ഇതല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ എങ്ങോട്ടാ പോവാ? അല്ല, വാട്സാപ്പിൽ ഒരു സംഭവം മതി, സൺഡേ എന്ന പേരുണ്ടാക്കാൻ പറ്റിയ സൺഡേ എന്ന് പറഞ്ഞ സൺഡേ എന്ന് പറഞ്ഞാൽ തമിഴിൽ അടി ഉണ്ടാക്കുന്ന അടി ഉണ്ടാക്കുന്ന. ഈ സൺഡേ ഹോളിഡേ നേട്ടില്ല, ഞായറാഴ്ച അവധിയാന്ന്. എന്താ സംഭവം? 6 ദിവസം പുറത്ത് ജോലി ചെയ്യുന്ന ഭർത്താവ് ഒരു ദിവസം പുരയിലിരിക്കാനാണ് വരുന്നത്. 6 ദിവസം പുരയിലിരിക്കുന്ന ഭാര്യ ഒരു ദിവസം പുറത്തു പോകാനാണ് ആഗ്രഹിക്കുന്നത്. രണ്ടുപേരും കൂടെ സൺഡേ അടിയുണ്ടാകുന്ന ദിവസത്തിനാണ് ഞായറാഴ്ച സൺഡേ എന്ന് പറയുന്നത്. സൺഡേ എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ കാരണം അതാണ്. ശരിയല്ലേ? 6 ദിവസം പുറത്ത് കിടന്ന് ജോലി, ഒരു ദിവസം നിന്റെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു സന്തോഷമല്ല. നമുക്ക് എത്രയോ കാര്യങ്ങൾ പറയാനുണ്ട്. അതെല്ലാം ശരി തന്നെ. 6 ദിവസം ഈ അടുക്കള, ബാത്റൂം, ബെഡ്റൂം, ഹാള്, അടുക്കള, ബാത്റൂം, ബെഡ്റൂം, ഹാള്, ഇതിനകത്ത് കിടന്ന് എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കാൻ. എനിക്ക് പുറത്തുനിന്ന് പോകണം, വെയിൽ കൊള്ളണ്ടേ? ആൽസിയില്ല, രാവിലത്തെ വെയിൽ കൊള്ളാതെ പുറത്തേക്ക് പോകാം. രണ്ടുപേരും സൺഡേ. ഇതിനാണ് സൺഡേ ഹോളിഡേ എന്ന് പറയുന്ന സംഭവം. അതുകൊണ്ട് ഇത് ഉണ്ടാക്കണ്ട, ഇറങ്ങിപ്പോ, ഒന്ന് കൊണ്ടുപോട്ട് അവിടെ ഒന്ന് കാണിക്കും, സന്തോഷിപ്പിക്കും. അതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു ഭാര്യയുടെ സന്തോഷം അത് തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബാക്കൾ ചോദിക്കുന്നു, എന്താണ് നമ്മുടെ ഭാര്യമാരോടുള്ള കടമയും കടപ്പാടുമെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കൾ ചോദിച്ചപ്പോ ഹബീബ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നീ കഴിച്ചാൽ അവളെയും കഴിപ്പിക്കണമേ, നീ ഭക്ഷിച്ചാൽ അവളെയും ഭക്ഷിപ്പിക്കണമേ. നീ ധരിച്ചാൽ അവളെയും ധരിപ്പിക്കണമേ. നീ നല്ല വസ്ത്രം വാങ്ങുമ്പോ അവക്കും നീ നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കണേ. നീ ഷവർമായും ഷവാമായും ഒക്കെ കഴിക്കുമ്പോ നീ അവൾക്കും ഒരു ഷവർമ വാങ്ങിക്കൊടുക്കണേ, അവൾക്കും ഒരു ഷവായ വാങ്ങിക്കൊടുക്കണേ, അവൾക്കും ഒരു അൽഫാമ വാങ്ങിക്കൊടുക്കണേ. നീ കഴിച്ചാൽ മാത്രം കൊടുക്കണോ? ഓളെന്താ പറിക്കരുന്ന് എപ്പോഴും ഇങ്ങനെ ഒരുമാതിരി ഉണക്കമീനും തിന്ന് മത്തിയും തിന്നിട്ട് ഇങ്ങനെ പറിക്കും. നമ്മൾ ബെർലിയിലൊക്കെ പോയിട്ട് അവിടെ പോയിട്ട് വലിയ മീനൊക്കെ പൊരിച്ചത് മംഗലാപുരത്തൊക്കെ പോയിട്ട് തിന്നു. നല്ല ആകോലി മുളകിലിട്ടുള്ള സൂപ്പർ സാധനമൊക്കെ ഞാൻ തിന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. നമ്മുടെ ഭാര്യ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ തിന്നത്, അതുകൊണ്ട് രക്ഷപ്പെട്ട്. അപ്പൊ നമ്മൾ ഇതൊക്കെ വാങ്ങി ഒക്കെ കൊടുക്കണം, സന്തോഷിപ്പിക്കണം. ഇനി നിനക്ക് കഴിക്കാൻ പറ്റുന്നില്ലേ, കൊടുക്കാൻ പറ്റുന്നില്ലയോ, നീ ഒന്ന് ഫോൺ വിളിക്കണേ. ഹോട്ടലുണ്ട്, നല്ല ആവൂലി മുളകിലിട്ട്, നല്ല ആവൂലി, നല്ല മസാല പുരട്ടിയത്, ഒരെണ്ണം കൊണ്ടുവരട്ടെ, നിനക്ക് വേണ്ട? ഇല്ല വേണ്ട, ചെച്ച തിന്നിട്ട് എന്താ നല്ല പെണ്ണ്. മാടിക്ക കൊടുക്കാനല്ല, ചുമ്മാ ജസ്റ്റ് ഒന്ന് ചോദിച്ചതാണ്. എങ്ങനെ വാങ്ങിച്ചു കൊടുക്കും? 700 രൂപ. 700 രൂപ. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ചോദിച്ചപ്പോ ഓള് വിചാരിച്ചു എന്റെ ഇച്ചാക്ക് ഇത്രയ്ക്ക് മഹബത്ത്. ഇല്ലില്ല, ഇച്ച തിന്നിട്ടോ, എനിക്ക് വേണ്ട, ഇച്ച തിന്നിട്ടോ, ഞാൻ ഇത്ര സ്നേഹമുള്ള ഭർത്താവ് ഉണ്ടോ ദുനിയാവില്? ചുമ്മാ ഒന്ന് ചോദിച്ചേരാ, ജസ്റ്റ് അവക്കൊരു സന്തോഷം. വാങ്ങിച്ചൊന്നും കൊടുക്കാനൊന്നല്ല.
അപ്പൊ ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് കടയിൽ പോയിട്ട് വിളിക്കണം, നിനക്ക് ഏത് പർദ്ദ വേണ്ട, ഏത് പർദ്ദ വേണ്ട, ഒക്കെ എനിക്ക് പർദ്ദ ഒന്നും വേണ്ട, ഇക്ക ഇനി വന്നാ മതി, എനിക്കൊരു പർദ്ദയും വേണ്ട, ഇഷ്ടംപോലെ പർദ്ദ. മാഷാ അല്ലാഹ്, ഇങ്ങനത്തെ ഒരു പെണ്ണിനെ കിട്ടും നമുക്ക്. അങ്ങനെ ജസ്റ്റ് അവളെ ഒന്ന് വിളിച്ചു, സന്തോഷാണ്. നല്ല പെണ്ണുങ്ങളാണെന്ന് പറയും, ഒന്നും വേണ്ട, അൽഹംദുലില്ലാഹ് ഉണ്ട്, ഇപ്പൊ നമുക്ക് ആവശ്യത്തിന് ഇവിടെ വരുമ്പോ വാങ്ങാം, നിങ്ങൾ പോരെ, നിങ്ങൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അവളോടുള്ള ഹക്ക് എന്താ? അവളുടെ മുഖത്തടിക്കരുതേ നബിയുനാ റസൂലുള്ളാഹി. പാടില്ല, ചൊടിക്കാൻ പാടില്ല. ലാ യഫ്റഖു മുഅ്മിനുൻ മുഅ്മിനതൻ ഇൻ കരിഹ മിന്നാ ഖുലിഖൻ വറദിയ മിന്നാ ആഖറ. ഒരു ആണും ഒരു ഭർത്താവും ഒരു പെണ്ണിനെ കുറിച്ച് തന്റെ ഭാര്യയെ കുറിച്ച് ഇഷ്ടമില്ലാത്തതും അരോചകമായതും പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഒരുപക്ഷെ അവളുടെ സ്വഭാവത്തിൽ വല്ല ദൂഷ്യം സംഭവിച്ചാൽ മറ്റൊരു സന്ദർഭത്തിൽ അവളുടെ സ്വഭാവത്തിൽ നിനക്ക് സന്തോഷമുണ്ടാകും. ഭാര്യമാർക്ക് ഇഷ്ടമില്ലാത്ത ചൊറിഞ്ഞ വർത്താനം, ഫറക്കാന്ന് പറഞ്ഞാൽ ചൊറിഞ്ഞു എന്നർത്ഥം. ഒരുമാതിരി ചൊറിഞ്ഞ വർത്താനം പറയാതെ മനുഷ്യ ചുമ്മാ അവിടെ എന്ന് പറയും എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയരുത് എന്നർത്ഥം. ഭർത്താക്കന്മാരോടുള്ള കടമയാണ്. മോശമായ പേരിട്ട് അവളെ വിളിക്കരുത്. പന്നി, നായ, വൃത്തികെട്ടവളെ, അഹങ്കാരി, ശൈത്താനെ, ഖന്നാസ്, ബഡ്കൂസ്, ഇതൊക്കെ അവർക്ക് ഇഷ്ടമില്ലാത്ത പേരാണ്. ഇഷ്ടമില്ലാത്ത പേരാ. നമ്മളൊക്കെ ഉണ്ടെന്നറിയില്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ. ചിലപ്പോ ഇവളുടെ ഈ സ്വഭാവം കണ്ട വിളിക്കാതെ എന്ത് ചെയ്യാനാ? ചില സ്വഭാവം കണ്ട പിടിച്ചാൽ എന്തെങ്കിലും ചെയ്തു പോയില്ലേ സംഭവം. അതൊക്കെയാണ് പിടിക്കണം. അതൊക്കെ ആ സമയത്തൊക്കെ നമ്മൾ ഒളിവെടുത്തിട്ട് നേരെ പള്ളിക്ക് പോയേക്കണം, അവിടെ നിൽക്കരുത്. അതാണ് ഏറ്റവും വലിയ ഹൈർ. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കൂടെ പറഞ്ഞു പോകും. 3 ഫാമിലി യാത്ര ചെയ്തു. 3 ഫാമിലി ഇങ്ങനെ യാത്ര ചെയ്ത കൂട്ടത്തില് ഇങ്ങനെ ഒരു വഴിയിലെ ഓരത്തൊക്കെ ഇറങ്ങി അവർ കൊണ്ടുപോയ ഭക്ഷണമൊക്കെ ഇങ്ങനെ വിളമ്പി വെച്ച് തിന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ഫാമിലിയിലെ ഒരു പെണ്ണിനോട് ഭർത്താവ് പറഞ്ഞു, ആ പഞ്ചാര ഇങ്ങനെ എന്റെ ചക്കരേ, ചക്കരേന്ന് വിളിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു, ചക്കര വെച്ച് കൊടുത്തു. അപ്പൊ രണ്ടാമത് ഫാമിലി പറഞ്ഞു, ആ ലിവർ റോസ്റ്റിങ്ങോട് എന്റെ കരളെ, അയ്യോ കരളേന്ന് വിളിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ലിവർ റോസ്റ്റും കിട്ടി, പഞ്ചാരയും കിട്ടി. അപ്പൊ താത്തായും ഇച്ചായും ഇഞ്ഞായും ഇരിപ്പുണ്ട്, ഒന്നും മുണ്ടാതിന്റെ തിന്നു. ഈ രണ്ടുപേര് കരളേന്നും ചക്കരേന്നും വിളിച്ചപ്പോ ഇഞ്ഞാക്കും ഒരു മോഹം, ഈ ചങ്ങാതി ഒന്ന് വിളിക്കുന്ന എന്നെ ഒന്നും വിളിക്കുന്നില്ലല്ലോ കുറച്ചവന്, എന്തോ ഒരു സ്നേഹം അവർക്ക്. നോക്ക് കുറച്ചവന് എന്ത് ഇഷ്ടത്തോടെ വിളിക്കുന്നു, എന്ത് പിരിസത്തോടെ വിളിക്കുന്നു, എന്ത് സ്നേഹത്തോടെ വിളിക്കുന്നു. മനുഷ്യ അത് വിളിക്കുന്ന കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെ ഒന്ന് വിളിച്ചൂടെ? ആ ബീഫ് ഇങ്ങോട്ട് പോത്തെ, നമ്മ വിളിച്ച നമ്മുടെ ഭാര്യയെ വിളിച്ച വിളിയാണ്. എന്നാ നീ ആ ബീഫ് ഇങ്ങോട്ട് പോ. ബീഫ് നല്ല ബറുവല്, ബീഫ് ബറുവല്, ബീഫ് ബറുവൽ, ബീഫ് ബറുവൽ തന്നെ പറയാ. ബീഫ് ബറുവൽ, ബീഫ് അതിങ്ങോട്ട് പോത്തെ. നമ്മ പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്ന സ്ഥാനം എത്രയേ ഉള്ളൂ. മോശമായ ഒരു പേര് കൊണ്ട് അവളെ വിളിക്കരുത്. നബിയുനാ റസൂലുള്ളാഹി അതല്ലേ നമ്മളെ സമ്പത്തല്ലേ, അവൾ നമ്മളെ സമ്പത്തല്ലേ, നമ്മൾ എന്തിനാ അങ്ങനെ വിളിക്കുന്നത്? ഒരിക്കലും അങ്ങനെ വിളിക്കാൻ പാടില്ല. അത് ഹബീബ റസൂലുള്ളാഹി ഭർത്താക്കന്മാരോടുള്ള കടമയും ഹക്കും ബാധ്യതയും എന്ന് നമ്മളോട് പഠിപ്പിച്ചതാണ്. പിന്നെ മറ്റൊരു ഹക്കായ കാര്യം, ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കും ഇടയിൽ നിന്ന് പ്രശ്നമുണ്ടാകുന്ന ഏറ്റവും വലിയൊരു വിഷയം ദാമ്പത്യത്തിൽ ഉണ്ടാകുന്ന ന്യൂനതയാണ്. ആ ദാമ്പത്യത്തിലെ ന്യൂനത പരിഹരിക്കാൻ ഭർത്താക്കന്മാരെ നിങ്ങൾ ഒന്ന് പരിശ്രമിക്കണേ. നിങ്ങളുടെ ഹക്കാണിത്, നിങ്ങളുടെ ഹക്കാണ്. നിങ്ങൾ കുറച്ച് കോശിഷ് ചെയ്യണം. അല്ലാതെ ഭാര്യമാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 99% ശഹവത്തുള്ളവരാണ് ഭാര്യമാർ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, 100% അല്ലാഹു വികാരത്തെ സൃഷ്ടിച്ച് 99% അത് സ്ത്രീകൾക്കാണ് അല്ലാഹു നൽകിയത്. 1% മാത്രമാണ് പുരുഷന്മാർക്ക് അല്ലാഹു നൽകിയത്. 10% വികാരത്തെ അല്ലാഹു സൃഷ്ടിച്ചിട്ട് 9% അത് സ്ത്രീകൾക്കാണ് നൽകിയത്. 1% മാത്രമാണ് പുരുഷന്മാർക്ക് നൽകിയത്. പിന്നെ ഈ പെണ്ണുങ്ങളുടെ വികാരങ്ങളെ പിടിച്ചു നിർത്തുന്നത് അവളുടെ പ്രസവത്തിലൂടെയാണ്. അവളെങ്ങാനും പ്രസവിക്കാതെ ഇരുന്നാൽ ഈ ഭൂലോകത്ത് ഒരാണുങ്ങൾക്ക് റോഡിലൂടെ നടക്കാൻ പറ്റൂല. നീ അങ്ങോട്ട് ലൈൻ അടിക്കാൻ നിൽക്കണ്ട, നിന്നെ അവള് മാറി തൂക്കിക്കൊണ്ടുപോകും. ഖിയാമത്ത് നല്ല അടയാളം വരുമല്ലോ. ഗതിയില്ല. ഇന്നിപ്പോ നമ്മളൊരു പെണ്ണിനെ എത്ര ത്യാഗം സഹിച്ചിട്ടാ ലൈൻ അടിക്കുന്നത്. എത്ര ഹായ് ഹായ് അയച്ചാലാ അവൾ ഇങ്ങോട്ടൊരു ഹായ് എന്ന് വിടുക.
ഖിയാമത്ത് നാൾ അടയാളാവുമ്പോ നിന്റെ പിന്നാലെ ഇവൾ ഓടി വരും. 40 പെണ്ണുങ്ങൾ നിന്റെ പിന്നാലെ ഓടും. ഗതിയില്ലാതെ നീ ഓടി 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 മരത്തി കയറി വലിച്ച് താഴോട്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഖിയാമത്ത് നാൾ അടയാളം. അങ്ങനത്തെ ഒരു കാലഘട്ടം വരുമെന്നാണ് വിധങ്ങൾ പറഞ്ഞത്. അതിന് മുമ്പൊക്കെ അള്ളാഹ് ഈമാനോട് നമ്മളെ മരിപ്പിക്കട്ടെ. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഓടാൻ പറ്റുമോ? തീർന്നില്ല സംഭവം. അതുകൊണ്ട് ഭർത്താക്കന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ദാമ്പത്യ ജീവിതത്തിലെ ഒരു വിഷയങ്ങൾ ഈ വിനീതൻ പരിശുദ്ധമായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരട്ടെ. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി മിനൽ ഖൈരി ഔ കമാ ഖാല ഹബീബുനാ റസൂലുള്ളാഹി. നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസികളാവുകയില്ല. നിങ്ങളുടെ സഹോദരിയുടെ ഉത്തരവാദിത്തത്തിൽ ആ സഹോദരിയുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു കൊടുക്കുന്നത് വരെ, അവരെ നിങ്ങൾ തൃപ്തിപ്പെടുത്തുന്നത് വരെ നിങ്ങൾ ഒരാളും വിശ്വാസികളാവുകയില്ല. ഇസ്ലാമിൽ ബുദ്ധിമുട്ടിക്കലില്ല. പക്ഷേ ഇസ്ലാമിൽ ബുദ്ധിമുട്ടിക്കലില്ല എന്ന് പറയുമ്പോ ഒരു പെണ്ണിനെ ബുദ്ധിമുട്ടിക്കല്, ഒരു പെണ്ണിന്റെ വികാര വിചാരങ്ങളെ മാനിക്കാത്തത്, ഒരു പെണ്ണിന്റെ വികാര വിചാരങ്ങളെ പരിഗണിക്കാതെ നിന്റെ വികാരങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം ആ പെണ്ണിൽ നിന്ന് മാറിപ്പോകൽ, ആ പെണ്ണിനെ വേദനിപ്പിക്കലും ബുദ്ധിമുട്ടിക്കലുമാണ്. അത് ഇസ്ലാമിന് തന്നെ വിരോധമാണ്. ഇസ്ലാം നിശിതമായി വിമർശിച്ച കാര്യമാണ്. അത് ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണ്. അവൾ വ്യഭിചാരത്തിലേക്ക് പ്രവേശിക്കാനും അതൊരു കാരണമായേക്കാം. അതുകൊണ്ട് എന്റെ ഭർത്താക്കന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സമീപിക്കുന്ന സമയത്ത് ആ ഭാര്യമാരുടെ ആഗ്രഹങ്ങൾ കൂടി നിങ്ങളൊന്ന് പരിഗണിക്കണേ. ആ ഭാര്യമാരുടെ വികാര പൂർത്തീകരണം വരെ നിങ്ങൾ അവരോടൊപ്പം കിടക്കണേ. അവര് പറയുന്നത് പോലെ നിങ്ങളൊന്ന് സഹകരിച്ചു കൊടുക്കണേ. ഇത് ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞ ഹദീസാണ്. സഹകരിക്കുന്നില്ല, അതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞില്ല, 1% നമുക്ക് വികാരം നമുക്ക് പെട്ടെന്ന് ഉണ്ടാകും. പെട്ടെന്ന് നമുക്ക് ഇന്ദ്രിയസ്ഖലനം ഉണ്ടാകും പെട്ടെന്ന്. കാരണം എന്താ? നമുക്ക് മുതുകല്ലിൽ നിന്നാണ് വരുന്നത്. ബാക്കിൽ നിന്ന് പെട്ടെന്ന് വരും ഇന്ദ്രിയം. പെണ്ണുങ്ങൾക്ക് അങ്ങനെയല്ല. വാരിയലിന്റെ ഇടയിൽ നിന്ന് അവിടുന്ന് മോളിൽ താഴോട്ട് വരണം. കുറച്ച് താമസം എടുക്കും, ലേറ്റാവും, കുറച്ച് താമസിക്കും. അപ്പൊ അതുവരയ്ക്കും നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യണം. ആ വെയിറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ യഖഉ അഹദുകും അഹ്ലഹു കമാ തഖഉൽ ബഹീമ. നിങ്ങൾ ആരും നിങ്ങളുടെ ഭാര്യമാരുടെ അരികിലേക്ക് പോകുമ്പോൾ, ശാരീരികമായി ബന്ധപ്പെടാൻ പോകുമ്പോൾ മൃഗങ്ങളെ വേഴ്ച ചെയ്യുന്നത് പോലെ ആകരുത്. മൃഗങ്ങളുമായി ബന്ധപ്പെടുന്നത് പോലെ ആകരുത്. ഫല്യകുൻ ബൈനഹുമാ റസൂൽ. നിങ്ങൾക്കിടയിൽ ഒരു ദൂതനെ നിങ്ങൾ അയക്കണേ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുകയാണ്, വമർ റസൂൽ, എന്താണ് ദൂതൻ? ആരാണ് ദൂതൻ നബിയെ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചപ്പോൾ ഹബീബാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അൽ കലാമു വൽ ഖുബ്ല. ഒരു പെണ്ണിന്റെയും ആണിന്റെയും ഇടയിലുള്ള ദൂതൻ എന്ന് പറയുന്നത്, ഒരു ഭർത്താവിന്റെയും ഭാര്യയുടെയും ഇടയിലുള്ള ദൂതൻ എന്ന് പറയുന്നത് അൽ കലാമു സംസാരമാണ്, വൽ ഖുബ്ലതു ചുംബനമാണ്. ഈ സംസാരവും ഈ ചുംബനവും ഇല്ലാതെ ഒരു ഭാര്യയെ പോയിട്ട് പെട്ടെന്ന് സമീപിക്കരുത്. നബിതങ്ങൾ പറഞ്ഞ വാക്കാണ് ഇത്. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിക്കുക, എടുക്കുകയും അവർക്ക് ഇച്ചിരി എന്തെങ്കിലുമൊക്കെ ഇക്കിളി വർത്തമാനങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് കുറച്ച് വികാരങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായി വരും. പിന്നെ നമ്മൾ ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ നമുക്കൊരു ആനന്ദം, അവർക്കും ആനന്ദം, നമുക്കും ആനന്ദം. ചോദിക്കണം, തൃപ്തിയായോ? നിനക്കും ചോദിക്കണം, നിനക്കും തൃപ്തിയായോ? ചോദിക്കണം. അപ്പൊ അവർക്ക് റാഹത്തായി, സന്തോഷമായി. നാളെ അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് നീ കുറ്റക്കാരനല്ല. ചില പെണ്ണുങ്ങളെ അയ്ബുള്ളവരാണ്, ഹയാ ഉള്ളവരാണ്. ഭർത്താവാണെങ്കിൽ തന്നെയും അങ്ങ് അടക്കി വെക്കും, ഒതുക്കി വെക്കും, പറയൂല, സംഭവം പറയില്ല. ആ ദേശം എല്ലാം കൂടെ ഇങ്ങനെ പത്തലിൽ തീർക്കും. പോയിട്ട് നല്ല പത്തല് പരത്തി ആ ദേഷ്യം തീർക്കും. കാരണം പറഞ്ഞ ഈ ചങ്ങാതിരത്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എങ്ങനെ പറയുക? പിന്നെ നമ്മളെ ഉള്ളവരെ വിളിച്ചു പറയും, ഉസ്താദ് ആള് പറയുമ്പോൾ ഉസ്താദ് ഇതൊന്ന് പറഞ്ഞു കൊടുക്കണം, ഞങ്ങൾക്ക് അങ്ങനെ ഭർത്താക്കന്മാരോട് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഒരു കാളിയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്, നിങ്ങൾ അത് വേണ്ടതുപോലെ ശ്രദ്ധിക്കണം. ഇന്ന് കൂടുതലും ഒരു ഈ കൗൺസിലർ, ഒരു കൗൺസിലിംഗ് നടത്തുന്ന കൗൺസിലർ പോലും പറഞ്ഞ വാക്കാണ് എന്നോട്, കൂടുതലും ദാമ്പത്യമായ പ്രശ്നത്തിന്റെ പേരിലാണ് കുടുംബജീവിതം തകർന്നു പോകുന്നത്. വിവാഹ ബന്ധം തകർന്നു പോകുന്നത് ദാമ്പത്യ പ്രശ്നത്തിന്റെ പേരിലാണ്. നമുക്കൊക്കെ ഒരു ധാരണയുണ്ട്, ഒരു 40, 45, 50 വയസ്സായി കഴിഞ്ഞാല് പിന്നെ മാഫി ഫായിദ എന്നും പറഞ്ഞിട്ട് ഭാര്യയുടെ മുറിക്കില്, ഭർത്താവിന്റെ റൂമില് ഇല്ല, അങ്ങനെ അടക്കാൻ പാടില്ല. നിബിധങ്ങൾ പറഞ്ഞു, ഭർത്താവിന്റെ മുറിയിൽ നിന്ന് ഭാര്യമാരെ നിങ്ങൾ മാറിക്കിടക്കരുതേ. ഭർത്താവിന്റെ മുറിയിൽ നിന്ന് മാറി കിടക്കാൻ പാടില്ല, ഒരു അക്രമം തന്നെയാണ്.
അപ്പൊ ഞാൻ ആലോചിച്ചു, ഖുർആനിനകത്ത് അല്ലാഹു തആല പറയുന്നുണ്ട്, വലാ തൻകിഹു മാ നകഹ ആബാഉകും മിനൻ നിസാ, നിങ്ങളുടെ ഉപ്പമാർ കല്യാണം കഴിച്ച പെണ്ണുങ്ങളെ നിങ്ങൾ കല്യാണം കഴിക്കരുതെന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോൾ അത് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻകാലഘട്ടത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഈ അറബികൾ ഇപ്പോൾ 90 വയസ്സായ അറബികളൊക്കെ പോയിട്ട് 18 വയസ്സായ പെണ്ണിനെ കിട്ടുന്നു. 93ാമത്തെ വയസ്സിൽ അയാൾ വടിയായി. പിന്നെ ഈ 18 വയസ്സായ പെണ്ണ് പിന്നെ എന്ത് ചെയ്യും? അപ്പൊ അയാളുടെ ആദ്യത്തെ ഭാര്യയിലെ മക്കളുമായിട്ട് ഈ പെണ്ണുമായിട്ട് ബന്ധമായി. സംഭവമില്ലേ? അതല്ല നടക്കുന്നത്. എത്ര വലിയ തെറ്റാ സംഭവം. ഞാൻ ഇവിടെ ആരെങ്കിലും 90 വയസ്സാള് പെണ്ണ് കിട്ടിയെന്ന് അറിയാൻ ചോദിച്ചത്. അപ്പൊ ഒന്ന് ആലോചിച്ച്, നടക്കുന്ന സംഭവമാണ്. നമുക്ക് അറബികളൊക്കെ നടക്കുന്ന സംഭവങ്ങളാണ്. പക്ഷെ അതൊരു അക്രമമാണ് സംഭവം. ഇതൊക്കെ പൈസ മോഹിച്ച് പെണ്ണ് കിട്ടുന്നതാണ്, പൈസ മോഹിച്ച് കല്യാണം കഴിക്കുന്നതാണ്. അതൊന്നും പാടില്ല. ഒരു പെണ്ണിന്റെ വികാരങ്ങളെ പൂർത്തീകരിച്ചത് മനസ്സിലാക്കാനുള്ള സാധ്യത. പക്ഷെ ഞാൻ സൗദിയിൽ നിന്നപ്പോൾ പത്രത്തിൽ ഒരു ഇങ്ങനെ ഒരു ഇന്റർവ്യൂ എടുത്ത് പെണ്ണുങ്ങളോട്, ഈ ചെറുപ്പക്കാരി പെണ്ണുങ്ങളെ വയസ്സന്മാർ കല്യാണം കഴിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നം. അപ്പൊ അവളുമാര് പറഞ്ഞത്, ഞങ്ങൾക്ക് നല്ല സ്നേഹം തരുന്നു, നമുക്ക് നല്ല സ്നേഹം തരുന്നു ഒന്നാമത്. രണ്ടാമത് ഞങ്ങളെ ഇടങ്ങേറാക്കൂല എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ഇളവനായതുകൊണ്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. മറ്റേന്ന് പറഞ്ഞാൽ ചുമ്മാ ലൈലമ്മൻ അഹാറ, ചുമ്മാ രാവും പകലും വിട്ട് ചുമ്മാ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് സംഭവം. അതല്ല, ഇതാകുമ്പോൾ ആവശ്യാനുസരിച്ച് കാര്യങ്ങൾ നടക്കും. ഞങ്ങൾക്ക് നല്ല സ്നേഹം തരും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിന് സമ്മതിക്കുന്നതെന്ന് അവിടുത്തെ പെണ്ണുങ്ങൾ പറഞ്ഞ ഒരു ഇന്റർവ്യൂ ഞാൻ അത് വായിച്ചാണ് പത്രത്തിൽ. മലയാളം ന്യൂസ് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ പത്രത്തിൽ ഞാൻ വായിച്ചാണ്. അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. നമ്മുടെ നാട്ടിൽ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കൊന്നും വേണ്ട. ആ മസാല ഇട്ട് കൊടുത്ത നാളം പോലെ പിന്നെ എന്തായിരിക്കും ഇവിടുത്തെ രംഗം. അപ്പൊ അതൊന്നും നമ്മൾ പറയുന്നില്ല. നമ്മൾ നിലവിലുള്ള ഭർത്താക്കന്മാരെ തന്റെ ഭാര്യമാരെ തൃപ്തിപ്പെടുത്താം. കൂലിയല്ല ഹബീബേ. ഒരു ഹദീസ് കേട്ടോ, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഭാര്യ ഭർത്താവ് മാറി കിടക്കണ്ട, നിങ്ങൾക്കൊരു കൂലിയുണ്ട്, വലിയ കൂലിയാണ്. നിങ്ങൾക്ക് ഇനി മക്കൾ ഉണ്ടാവില്ല എന്ന് പേടിയൊന്നും വേണ്ട. മക്കൾ ഉണ്ടായില്ലെങ്കിൽ തന്നെ എന്താ, ആ ബന്ധത്തിലുള്ള കൂലിയുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞ വാക്കല്ലേ. ഹദീസ് ഞാൻ പറഞ്ഞുതരാം. ഉസ്താദിന് പേടി പറയാൻ പറയട്ടെ, ഉസ്താദിന് പ്രശ്നമൊന്നുമില്ല. എന്താ പറഞ്ഞ ഹദീസ്? ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോ ബന്ധപ്പെട്ടാലും അതിന് സവാബുണ്ട്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നർ റജുല ലയുജാമിഉ അഹ്ലഹു ഫയുക്തബു ലഹു ബികുല്ലി ജിമാഇഹി അജ്റു വലദിൻ ദക്കറിൻ ഖാതല ഫീ സബീലില്ലാഹി ഫഖുതില ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ എപ്പോൾ സമീപിച്ചാലും, ഒരു പ്രാവശ്യം ശാരീരികമായി ബന്ധപ്പെട്ടാൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫയുക്തബു ബികുല്ലി ജിമാഇഹി, അവരുടെ ഓരോ ബന്ധത്തിലും അല്ലാഹു രേഖപ്പെടുത്തുന്ന കൂലി അജ്റു വലദിൻ ദക്കറിൻ, ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകിയതിന്റെ സവാബാണ്. ആ ആൺകുട്ടി വളർന്നു വലുതായി യോദ്ധാവായി ഖാതല ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ വീരമൃത്യു വരിക്കാൻ പടഹധ്വനി മുഴക്കി ഇറങ്ങി പോവുകയും രണാങ്കണത്തിൽ കിടന്ന് വീരമൃത്യുവായി മരണപ്പെട്ട ഷഹീദായതിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി. അതുകൊണ്ട് എന്റെ ഭർത്താക്കന്മാരെ, എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് ഒരു പ്രാവശ്യം നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹു നിങ്ങൾക്ക് ഒരു ആൺകുട്ടിയുടെ പ്രതിഫലം രേഖപ്പെടുത്തുമെന്ന് ഹബീബായ തങ്ങൾ പറയുമ്പോ നിങ്ങളത് പാഴാക്കരുതേ, നഷ്ടപ്പെടുത്തരുതേ. ഒരിക്കൽ നഷ്ടപ്പെടുത്തരുത്. വലിയ കൂലി കിട്ടുന്ന കാര്യമല്ല. ഇനി മക്കൾ ഉണ്ടാവില്ല ഉസ്താദ്, 55 വയസ്സായില്ല, മാഫി മുഷ്കിൽ, അല്ലാഹ് രേഖപ്പെടുത്തും. ഓരോ വയസ്സുണ്ടാവും, ഓരോ കുട്ടി ഉണ്ടാവും എന്ന് അല്ലാഹു രേഖപ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട, ഇൻഷാ അല്ലാഹ് കൂലി കിട്ടുന്ന കൂലിയാണ്. അജ്റു വലദിൽ ദക്കർ. മക്കളില്ലാത്ത ദമ്പതികളുണ്ട്, മക്കളില്ലാത്ത ദമ്പതികൾ. ഈ മക്കളില്ലാത്ത ദമ്പതികൾക്ക് വിഷമം വേണ്ട. അവർ വിചാരിക്കും ഞങ്ങൾക്ക് മക്കളില്ലല്ലോ അല്ലാഹ്, ഞങ്ങൾക്ക് മക്കളില്ലല്ലോ അല്ലാഹ്. ഒരു പ്രാവശ്യം നിങ്ങൾ ഭാര്യമാരുമായി ശാരീരിക ബന്ധം പുലർത്തുന്ന സമയത്ത് അല്ലാഹു നിങ്ങൾക്ക് എഴുതുന്നത് ഓരോ ആൺകുട്ടിയുടെയും സവാബാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. വിഷമിക്കുന്നതിന് വിഷമിക്കരുത്, പ്രയാസപ്പെടരുത്. നാളെ ആഖിറത്തിൽ അല്ലാഹു നിങ്ങൾക്ക് കിട്ടും, സവാബ് കിട്ടും. വലിയ കൂലിയാണ്, വലിയ കൂലിയാണ്, വലിയ കൂലിയാണ്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ പിശാചിന്റെ ശർറിൽ നിന്ന് അല്ലാഹുവിനോട് നിങ്ങൾ കാവൽ തേടണേ. നിങ്ങൾ വിവാഹം കഴിഞ്ഞു, ഇനി മക്കൾ ഉണ്ടാവുകയില്ല എന്ന് തീരുമാനിച്ചാലും നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹുമ്മ ജന്നിബ്നി ശൈത്താൻ വജന്നിബ് ശൈത്താനി മാ റസഖതനാ. അല്ലാഹുവേ, പിശാചിന്റെ ശർറിൽ നിന്ന് ഞങ്ങളുടെ ബന്ധത്തെ നീ സുരക്ഷിതമാക്കണമേ എന്ന് ഒരു ഭാര്യയും ഭർത്താവും ദുആ ചെയ്തുകൊണ്ട് വേണം ഏത് സമയത്ത്
സമയത്തും അവർ ശാരീരികമായി ബന്ധം പുലർത്താൻ കാരണം എന്തെന്ന് പറയട്ടെ, നിങ്ങൾക്ക് ഇനി മക്കൾ ഉണ്ടായില്ല എങ്കിലും ഈ പെണ്ണുങ്ങളുടെ ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്ന മുഴകളുണ്ടല്ലോ, രോഗങ്ങളുണ്ടല്ലോ, ഈ രോഗങ്ങളെല്ലാം ഉണ്ടാകാനുള്ള കാരണം ഈ പിശാചിന്റെ പണിയാണ്, പിശാചിന്റെ കെണിയാണ്. പിശാചിന്റെ കെണിയായത്. 50 വയസ്സ് 60 വയസ്സ് ഇനി നമുക്ക് മക്കൾ ഉണ്ടാവില്ല, ശരിയാണ്. പക്ഷെ ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ ഈ ദുആ ചെയ്യണം. ആ ദുആയുടെ പേരിൽ ശൈത്താൻ മാറിപ്പോകും. ആ ദുആ ചെയ്യാത്തത് കൊണ്ടാണ് ഈ ശൈത്താൻ ഉള്ളിൽ കടന്ന് പെണ്ണുങ്ങളുടെ ഓവറിയിൽ, പെണ്ണുങ്ങളുടെ ഗർഭപാത്രത്തിലൊക്കെ പ്രശ്നങ്ങളും മുഴയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മൾ ദുആ ചെയ്യണം, എപ്പോഴും ദുആ ചെയ്യണം. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇദാ അതാഹദുകും ഫൽയസ്തതിർ. നിങ്ങൾ ഭാര്യമാരെ സമീപിക്കുമ്പോൾ ഒരു വിവസ്ത്രരായിട്ടാണ് ബന്ധപ്പെടുന്നതെങ്കിൽ പിശാച് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു വരികയും അല്ലാഹുവിന്റെ മാലാഖമാർ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യും. അങ്ങനെ പിശാചിന്റെ സാന്നിധ്യത്തോടു കൂടിയാണ് നിങ്ങൾ ബന്ധപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന കുട്ടികളിൽ പിശാചിന്റെ ഒരു അംശം ഉണ്ടാകുമെന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ശാരീരികമായി ബന്ധപ്പെടുമ്പോ ഒരു മറയില്ലാതെ ബന്ധപ്പെടരുതേ, ഒരു തുണി കൊണ്ട് മറയ്ക്കാതെ ബന്ധപ്പെടരുതേ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന വാക്കാണ്. ശൈത്താനിന്റെ പണിയാണ് പിശാച് എന്ന് പറഞ്ഞാൽ പിടങ്ങറുണ്ടാക്കാൻ വരുന്ന ആളാണല്ലോ. നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന കുടുംബ ബന്ധത്തെ തകർക്കുന്നവനാണ് പിശാച്. ഇന്ന ശൈത്താന ഇന്ന ഇബ്ലീസ യളഉ അർശഹു അലൽ മാ വയബ്അസു സറായാ. ഇബ്ലീസുൽ ലഈൻ അവന്റെ സിംഹാസനം അഴിച്ച് കടലിന്റെ മുകളിൽ വെച്ചിട്ട് തന്റെ അനുയായികളെ മുഴുവൻ വിളിച്ചിട്ട് ഓരോ കുടുംബക്കാരുടെ വീട്ടിലേക്ക് അയക്കുകയാണ്. സന്തോഷത്തോടുകൂടി കഴിഞ്ഞുകൂടുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ വീടുകളിലേക്ക് അയക്കുകയാണ്. എന്നിട്ട് ഓരോ വീടുകളിലേക്ക് കയറി ചെന്ന് സന്തോഷത്തോടെ കഴിയുന്ന ഭാര്യയെയും ഭർത്താവിനെയും ഇടങ്ങേറാക്കി അവരെ ഭിന്നിപ്പിക്കുന്ന ജോലിയാണ്. നേരം വെളുക്കുമ്പോൾ ഈ ഇബ്ലീസ് പിശാചുക്കളെ ശൈത്താന്മാരെ വിളിച്ചിട്ട് ചോദിക്കും, മാ ഫഅൽത, നീ ഇന്നലെ രാത്രി എന്താണ് ചെയ്തത്? ഉടനെ ഒരു ശൈത്താൻ വന്നിട്ട് പറയും, ഞാൻ ഇന്ന വ്യക്തി പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോ അവനെ ഞാൻ നമസ്കാരത്തിൽ നിന്ന് തടഞ്ഞു. ഞാൻ ഇന്ന വ്യക്തി റോഡിലേക്ക് പോകുമ്പോ അവന് ഞാനൊരു ബാറ് കാണിച്ചു കൊടുത്തു, അവൻ അങ്ങനെ ബാറിൽ പോയി വെള്ളമടിച്ചു. ഞാൻ ഇങ്ങനെ ഓരോരോ വ്യക്തികളെ കുറിച്ച് ഇബ്ലീസ് ചോദിച്ചറിയുമ്പോ, മാ സനഅത, നീ ഒന്നും ചെയ്തിട്ടില്ലടാ, നീ ഒന്നും ചെയ്തിട്ടില്ലടാ. അങ്ങനെ പറയുമ്പോഴാണ് ഒരു ശൈത്താൻ എഴുന്നേറ്റ് നിന്നിട്ട് വന്ന് പറയുന്നത്, മാ ഫറഖ്തു ബൈനഹു വ ബൈനഹാ, ഞാൻ ഇന്നലെ രാത്രി ഒരു പുറയിലേക്ക് കയറി ചെന്നു. സന്തോഷത്തോടുകൂടി കിടക്കയിൽ കയറിയ ഭാര്യയും ഭർത്താക്കന്മാരുടെയും ഇടയിലേക്ക് ഞാൻ കയറി ചെന്നു. അവനെ ഭാര്യയും ഭർത്താവിനെ നേരം വെളുത്തപ്പോൾ രണ്ട് തുണ്ടാക്കി മാറ്റി. ഭാര്യ വേറെ ഭർത്താവ് വേറെ. അവരെ ഭിന്നിപ്പിക്കാനും അവരെ ഛിന്ന ഭിന്നമാക്കാനും അവർക്കിടയിൽ പ്രശ്നമുണ്ടാക്കാനും ഞാൻ പണിയെടുത്തു. ഇബ്ലീസ് എഴുന്നേൽക്കുകയാണ്. വഅനഖഹു വദനൗതു മിൻഹു, അവനെ അടുപ്പിച്ച് കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാണ്, നിഅമ അൻതാ, നിഅമ അൻതാ, നിഅമ അൻതാ, നീയാണ് നല്ല പണിയെടുത്തത്. ഇബ്ലീസ് ഞാൻ പറഞ്ഞു, അവൻ നിസ്കരിക്കാൻ പോയി, അവനെ നിസ്കരിക്കാൻ പോയി തടഞ്ഞു. ഒരുത്തൻ ജ്യൂസ് കുടിക്കാൻ പോയപ്പോ ഞാൻ ബാറ് കാണിച്ചത് വെള്ളം അടിക്കാൻ പോയി, ജ്യൂസ് കുടിക്കാൻ പോയി ബാരടിച്ചു, വെള്ളടിച്ചു. അപ്പോഴാണ് ഒരു ചങ്ങാതി എടുത്ത് പറഞ്ഞത്, സന്തോഷത്തോടു കൂടി ലഡുവൊക്കെ തിന്നിട്ട് രാത്രി കിടന്നുറങ്ങിയ ഭാര്യയും ഭർത്താവിന്റെ ഇടയിൽ ഞാൻ പോയിട്ട് കിടന്നു. നേരം വെളുത്തപ്പോ ഒരു പെണ്ണിനെ പിടിച്ചാൽ തെള്ളിയിട്ട് ഒരാളെ പിടിച്ചാൽ മാറ്റിയിട്ട് ഭാര്യയും ഭർത്താവും രണ്ട് വേഗമായി. ഓ, ഇത് ഇബ്ലീസ് ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് കയറി കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് പറഞ്ഞു, നീയാണ് നല്ലവൻ എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടുകൂടി ഭാര്യയും ഭർത്താക്കന്മാരും ജീവിക്കുമ്പോൾ അതിനെ തകർക്കാൻ വരുന്നവരാണ് ഇബ്ലീസ്. എങ്ങനെ ഇബ്ലീസ് വരുന്നത്? ഇന്ന ശൈത്താന യഅതി ഇലാ ഫിറാശി അഹദികും, നിങ്ങളുടെ കുടുംബജീവിതവും വിവാഹ ജീവിതവും ഒന്നും പ്രസംഗിച്ചാലേ നമ്മൾ സമയം പോകുന്ന അറിയില്ല, അമ്മക്കും അറിയില്ല. എനിക്ക് പുറക്ക് പോണ്ടേ, കാസർഗോഡ് ജില്ലയിൽ കാല് കുത്തിട്ട് 5 ദിവസമായി. പെണ്ണുമ്പുള്ള ഭാര്യ പറയലുണ്ടോ ഇല്ല അള്ളാഹ്ക്ക് അറിയാൻ. ഇതൊക്കെ ഇനി പോയിട്ട് നോക്കട്ടെ. അവരോടുള്ള ഹക്കൊക്കെ നമുക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് പോയാൽ 10 മിനിറ്റിൽ അങ്ങോട്ട് എത്താം. നമ്മളിന്ന് എത്ര മണിക്കൂർ എടുക്കും? അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഓൺലൈനിലായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക, വന്നുകൊണ്ടിരിക്കുന്നു.
ഈ ഒരു ഹദീസ് കേട്ടോ. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ശൈത്താന്റെ പണി എന്താണെന്നറിയോ? ഇന്ന ശൈത്താന യഅതി ഇലാ ഫിറാശി അഹദുകും ബഅദ യുഫ്രിശുഹു വയുളയ്യൂനഹു വയുഹയ്യൂനഹു. ഭാര്യ തന്റെ മുറിയെല്ലാം തുടച്ച് വൃത്തിയാക്കി വെടിപ്പാക്കി ബെഡ്ഷീറ്റ് വിരിച്ച് വൃത്തിയാക്കി സ്പ്രേ ഒക്കെ അടിച്ച് റാഹത്തായി എന്റെ ഇച്ഛ ഇപ്പൊ ഒരു റാഹത്തായിട്ട് കിടന്നുറങ്ങട്ടെ വിശ്രമിക്കട്ടെ എന്ന് ധരിച്ചുകൊണ്ടൊരു ഭാര്യ തന്റെ മുറിയെല്ലാം വൃത്തിയാക്കി വെടിപ്പാക്കിയിട്ടാൽ ശൈത്താന് ആ മുറിയിലേക്ക് കടന്നു വരികയാണ്. ഇങ്ങനെ വന്നെല്ലാം വൃത്തിയാക്കിയിട്ട് നല്ല സ്പ്രേ ഒക്കെ അടിച്ച് റാഹത്തായിട്ട് ഇച്ഛ വന്നുകൊണ്ടിരിക്കുന്ന ബാംഗ്ലൂരിൽ നിന്ന് വരികയാണ്. മംഗളൂർ എത്തി. അങ്ങനെ മംഗളൂരിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ട് തലപ്പാടിയൊക്കെ എത്തി ഇങ്ങനെ വരുമ്പോ ഓള് പെട്ടെന്ന് വൃത്തിയാക്കി റൂമൊക്കെ ഉച്ച വന്ന റാഹത്തായിട്ട് കിടക്കട്ടെ. ഉച്ചക്ക് ഇതെല്ലാം വൃത്തിയോട് കണ്ടാൽ ഇഷ്ടപ്പെടൂല. റാഹത്തെല്ലാം വിരിച്ചിട്ട് ഇതല്ലേ ഇതിന്റെ ഓൾ അങ്ങോട്ട് പോയി അടുക്കളയ്ക്ക് പോയി. അടുക്കളയിലിട്ട് പോയപ്പോ ശൈത്താൻ അവിടെ വന്നു ബെഡ്റൂമിൽ വന്നിട്ട് ഫയുൽഖി അലൈഹിൽ ഊദ വൽ ഹജറ അബിശൈആ. കല്ലുകൾ, കട്ടകൾ, മണ്ണാങ്കട്ടകൾ, അതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കുറെ സാധനങ്ങൾ ഈ പിശാച് വന്ന് ഈ കട്ടിലിൽ ഇട്ടിട്ട് പോകും. ചെറിയ ചെറിയ കല്ലുകൾ, കട്ടുകളൊക്കെ, മണ്ണാങ്കട്ടകളൊക്കെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ പൊരട മോളിൽ നിന്ന് ഇങ്ങനെ കിടക്കുന്ന അയാൾ ഓടി വന്നിട്ട് വന്നിട്ട് ഉടുപ്പും പാന്റ് എല്ലാം ഒഴിവാക്കിയിട്ട് റാഹത്തായിട്ട് പറമ്പൂടൊക്കെ മാഷാ അല്ലാഹ് തബാറക് അല്ലാഹ് എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ കമ്പ് കൊണ്ട് ഇങ്ങനെ ഒറ്റ പെൻസിൽ കുട്ടികളുടെ പെൻസിൽ ശൈത്താൻ പോയിട്ട് ആ ഇൻസ്ട്രുമെന്റ്സ് ബോക്സിൽ നിന്ന് ആ ഇതെടുത്തിട്ട് കൊണ്ടുവന്ന് പെൻസിലോട് ഇട്ട് കൊടുത്തു. ഉച്ച പോയിട്ട് ഇങ്ങനെ നടന്നപ്പോൾ ഇങ്ങനെ കൊണ്ടുകയറാണ്. മുതുക് തൂരെ എല്ലാം കൂടെ പുളർന്നു പോയി. നേരെ ഉടനെ പ്രശ്നമായി, ഉടനെ വഴക്കായി. സവിയ, നീ എപ്പോഴും ഇങ്ങനെ തന്നെ, നീ എപ്പോൾ വന്നാലും ഇങ്ങനെ തന്നെ നോക്കതിന്റെ മൊത്തം അള്ളാണ് എന്റെ പൊന്നിച്ച, വല്ലാഹി സത്യം, അള്ളാണ് സത്യം, ഉമ്മ സത്യം, ഞാൻ ഇപ്പൊ റാഹത്താക്കിട്ടിട്ട് ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. അള്ളാണ് സത്യം, എന്നോട് ചൊടിക്കല്ലേ പ്ലീസ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആരാ ഇതിന്റെ ഇടയ്ക്ക് പണിഞ്ഞാരാ? യുൽഖി അലൈഹിൽ ഊദ അവൽ ഹജറ അബിശൈആ. സന്തോഷത്തോടുകൂടി റാഹത്തായിട്ട് സന്തോഷമായിട്ട് കഴിഞ്ഞുകൂടുന്ന കുടുംബജീവിതം കഴിയുന്ന ഈ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ശൈത്താൻ വന്ന പണിയാണിത്. അവർക്കിടയിൽ ഇട്ട് കൊടുക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു സംഭവം നിങ്ങളുടെ ബെഡ്റൂമിൽ കണ്ടാൽ ഫലാ യഗ്ളിബ് അലാ അഹ്ലിഹി, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് ചൊടിക്കരുത്. ഔ കമാ ഖാല റസൂലുള്ളാഹി. അങ്ങനെ നമ്മുടെ മുറിയിൽ എന്തെങ്കിലുമൊക്കെ കണ്ടാല് നമ്മ എന്ത് ചെയ്യണം? ആ ബെഡ്ഷീറ്റ് ഒക്കെ എടുത്തിട്ട് കുടഞ്ഞിട്ട് നമ്മൾ റാഹത്തായിട്ട് കിടന്നിറങ്ങണം. അവളുടെ മേലെ ചൊടിക്കാൻ പോകണ്ട. എന്താ പെണ്ണുങ്ങളോട് ഇത്ര സ്നേഹം നബിതങ്ങൾക്ക് ചൊടിക്കണ്ട. ഇനിയിപ്പോ ഈ പെണ്ണുങ്ങന്മാര് വീടൊന്നും വൃത്തിയാക്കൂലേ? വീടൊന്നും വൃത്തിയാക്കൂല. അതൊക്കെ വൃത്തിയാക്കാതെ അങ്ങനെ ഇട്ടിട്ട് പെണ്ണുങ്ങന്മാര് പറയും ശൈത്താൻ കൊണ്ടിട്ട് നിങ്ങൾ വാള് കേട്ടില്ലേ, ഇതൊക്കെ ശൈത്താന്റെ പണിയെ, ഞാൻ ചെയ്തല്ല, ഞാൻ ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് ആ റാഹത്തായി അവർക്ക് കിട്ടിയ ഒരു പൊടിക്കൈ കിട്ടി. ഇനി ഇത് വെച്ചിട്ട് അവരിന് കളിച്ചോളും നാളെ മുതൽ. അപ്പൊ അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നിലധികം വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും എത്രയോ പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് സംഭവങ്ങളെ കൊണ്ട് ഇതൊന്നുമല്ല. അല്ലാഹ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ നബി തങ്ങളുടെ മുന്നിൽ കൊണ്ടുപോയി പാത്രം ആയിഷ ബീവിയൊക്കെ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ച് ദൂരെ കളഞ്ഞ സംഭവമൊക്കെ ഉണ്ട്. സംഭവം ഒന്നുമല്ല. ഉടുപ്പെല്ലാം വലിച്ച് കയറിയ പ്രശ്നങ്ങളും എന്തെല്ലാം പ്രശ്നങ്ങൾ എങ്ങനെ പറഞ്ഞാന്ന് സുബയ്യായിപ്പോ അറിയില്ല സംഭവം. അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മൾക്കിടയിൽ നമ്മുടെ ഭാര്യമാർക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇല്ലാത്താരാ? നമ്മൾ കുറച്ച് ശ്രമിക്കണം. മൻ സബറ ആ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ സബറ അലാ സൂഇ ഇംറാതിഹി ഫഖദ് അഅതാഹു അല്ലാഹു സവാബ അയ്യൂബ് അലൈഹിസ്സലാം ഔ കമാ ഖാല റസൂലുള്ളാഹി. ഏതെങ്കിലും ഭാര്യമാരുടെ സ്വഭാവത്തിൽ വന്നുപോയ വീഴ്ചകളെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ എന്തെങ്കിലും തടസ്സങ്ങളോ കഷ്ടങ്ങളോ പ്രയാസങ്ങളോ ഭർത്താക്കന്മാരെ നിങ്ങൾ അനുഭവിച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന സവാബ് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കൊടുത്ത സവാബ് അല്ലാഹു നിങ്ങൾക്ക് നൽകും. ഭാര്യമാർക്ക് എന്തെങ്കിലുമൊക്കെ ഭാര്യമാരുടെ ഇടങ്ങേറ് നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? കൂലി കിട്ടും. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ശ്രമിച്ച കൂലി നമുക്ക് കിട്ടും. ആ ഒരു പ്രതിഫലത്തെ ഓർത്തും ഉണ്ടാതിരിക്കണം. ഭാര്യമാരെ, സഹോദരിമാരെ, ഏതെങ്കിലും ഒരു പെണ്ണ് നിങ്ങളുടെ ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് വന്നു പോകുന്ന വീഴ്ചകളെ അത് പരിഹരിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് ക്ഷമ അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആസിയ ബീവിയുടെ സവാബ് അല്ലാഹു അവൾക്ക് നൽകുമത്രേ. എത്ര വലിയ ഭാഗ്യം ആസിയ ബീവിക്ക് എന്നറിയോ? ആസിയ ബീവിക്ക് അല്ലാഹു തആല നൽകിയ ഭാഗ്യം. رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من
മിനൽ ഖൗമി ളാലിമീൻ. ഒരു സംഭവം പറഞ്ഞാൽ നിർത്തിയേക്കാം. ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് വന്ന് മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്തിനോട് അടുത്ത് കിടക്കുകയാണ്. മരിക്കാറായി കിടക്കുന്ന ഖദീജ ദഖല അലൈഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയ ഫിൽ മൗത്ത്. നബി തങ്ങളുടെ ഭാര്യയായ ഖദീജ ബീവി മരണപ്പെടാൻ അടുത്ത് കിടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയുടെ അരികിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട ഖദീജയോട് പറയുകയാണ്, ഇദാ ലഖീതി ളറാഇറകി ഫഖുൽ ഫഖരിഹിന്ന മിന്നി അസ്സലാം. എന്റെ ഖദീജ, നീ സ്വർഗ്ഗത്തിൽ പോകുമ്പോ നിന്റെ കൂട്ടുകാരികളെ കാണുമ്പോൾ എന്റെ സലാം നീ അവർക്കൊന്ന് അറിയിക്കണേ. കൂട്ടുകാരികൾ എന്ന് പറയുമ്പോൾ എന്റെ സലാം നിന്റെ കൂട്ടുകാരികൾക്ക് അറിയിക്കണമെന്ന് പറയുമ്പോൾ നബിതങ്ങളുടെ കാമുകിമാർ ആയിരിക്കുമല്ലോ, ഭാര്യമാരായിരിക്കുമല്ലോ. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ വരുമല്ലോ, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. എന്റെ പെണ്ണുങ്ങന്മാർക്കൊക്കെ സലാം പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി. നബിതങ്ങൾ ഉടനെ ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ ആ കിടക്കയിൽ കിടന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഹൽ തസവ്വജത ഖബ്ലി യാ റസൂലല്ലാഹ്. എനിക്ക് മുമ്പ് നിങ്ങൾ വിവാഹം കഴിച്ചിരുന്നോ നബിയേ? മരിക്കാറായി കിടന്നാലും ചോദ്യം അതാ വരുന്ന സംഭവം. അതാണ് പെണ്ണുങ്ങളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? എനിക്ക് മുമ്പ് നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ടോ നബിയെ? നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ ഇല്ല 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 ഖദീജ, വലാകിൻ അല്ലാഹ സവ്വജനി അസിയത ബിൻത മുസാഹിം وامرأة عمران وكلثوم أخت موسى. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇല്ല ഖദീജ വലാകിൻ അല്ലാഹ സവ്വജനി. പക്ഷേ നാളെ സ്വർഗ്ഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വിവാഹം കഴിപ്പിച്ചു തരും. ആസിയത ബിൻത മുസാഹിം, മുസാഹിമിന്റെ മകൾ ആസിയ ബീവിയെ, ഇംറഅത ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യയായ ആസിയ ബീവിയെ എനിക്ക് നാളെ അല്ലാഹു വിവാഹം കഴിപ്പിച്ചു തരും. അതേപോലെ ഇമ്രാന്റെ മകൾ മറിയം ബീവിയെ എനിക്ക് നാളെ അല്ലാഹു വിവാഹം കഴിപ്പിച്ചു തരും. അതേപോലെ മൂസാ നബിയുടെ സഹോദരിയെ എനിക്ക് അല്ലാഹു വിവാഹം കഴിപ്പിച്ചു തരും. അവരെ നീ കണ്ടാൽ എന്റെ സലാം ഒന്ന് പറയണേ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ തൃക്കല്യാണം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? ആ സാധനം എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ആസിയ റളിയല്ലാഹു തആല സംഭവം അത്ര വലുതാണ്. ആസിയ ബീവിയാണ്. ആ ആസിയ ബീവിക്ക് അല്ലാഹു തആല ഫറോവ ഒരുപാട് ഇടങ്ങേറാക്കി. ആ ഇടങ്ങേറെന്ന് പറയാൻ സമയമില്ല, ഹദീസ് ഒരുപാടുണ്ട്. ഫറോവയിട്ട് ഇടങ്ങേറാക്കിയത്, ഫറോവയിട്ട് ഭയങ്കര ഇടങ്ങേറാക്കി. വലിയ പാറക്കല്ലുകൊണ്ട് നെഞ്ചിൽ വെച്ചു കൊടുത്തു. അള്ളാഹു വിശ്വസിച്ചെന്റെ അള്ളാഹു വിളിച്ചെന്റെ പേര്. ബഹുമാനപ്പെട്ട ആസിയ ബീവി ആ കിടക്കയിൽ കിടന്ന് ദുആ ചെയ്യാണ്, അല്ലാഹുവേ റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്നാ. എനിക്ക് നീ സ്വർഗ്ഗത്തിൽ ഒരു വീട് പണിതു തരണേ എന്ന് മഹദിയായ ആസിയ ബീവി ദുആ ചെയ്തപ്പോ ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ്, ഫറോവ ആസിയ ബീവിയെ പീഡിപ്പിക്കുന്ന സമയത്ത് നളറത്ത് ബൈതഹാ ഫിസ്സമാ. ബഹുമാനപ്പെട്ട ആസിയ ബീവി മുകളിലേക്ക് നോക്കിയിട്ട് വല്ലാഹിക്കത്ത് ചിരിക്കുകയാണ്. ഫിർഔൻ പറയുകയാണ്, അലാ തഅജബൂ, നിങ്ങൾ അത്ഭുതപ്പെടുന്നില്ലേ? ഇന്നാ ലനുഅസിബുഹാ വഹിയ തൽഹഖൂ. ഇതെന്ത് വിചിത്രമാണ്, ഇതെന്ത് ഭ്രാന്താണ്. നാം ഇവളെ വേദനിപ്പിക്കുകയാണ്, നാം ഇവളെ കഷ്ടപ്പെടുത്തുകയാണ്, ഇവളെ ബുദ്ധിമുട്ടുകയാണ്. വഹിയ തൽഹഖൂ, അവൾ ചിരിക്കുകയാണ്. എന്ത് ഭ്രാന്താണിതെന്ന് ഫറോവ ചോദിക്കുമ്പോ എങ്ങനെയാണ് ഈ മഹദി ചിരിക്കാതിരിക്കുക? ഈ പീഡനത്തിൽ വിധേയയായ ബഹുമാനപ്പെട്ട ആസിയ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിനോട് ചോദിച്ചില്ലേ, അല്ലാഹ് ഞാൻ ഈ പീഡനങ്ങളും ഈ ത്യാഗങ്ങളും അനുഭവിക്കുന്നത് നിന്റെ വഹദാനിയത്ത്
ആഗ്രഹത്തിനെ മുറുകെ പിടിച്ചതിന്റെ പേരിലാണ്. അതുകൊണ്ട് അല്ലാഹുവേ എനിക്ക് നാളെ നീ സ്വർഗ്ഗത്തിൽ ഒരു ഭവനം നൽകണേ എന്ന് മഹദിയായ ആസിയ ബീവി ദുആ ചെയ്തപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ സ്വർഗ്ഗത്തെ അവളുടെ മുന്നിലേക്ക് കൊണ്ട് കാണിക്കുകയാണ്. വനലറത് ബൈതഹാ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവളുടെ ഭവനത്തെ അവൾ മുകളിലേക്ക് നോക്കി കണ്ടാസ്വദിക്കുകയാണ്. ഫലഹികത്ത്, അങ്ങനെ അവൾ ചിരിക്കുകയാണ്. ആ വേദന അവൾ മറന്നുപോയി ഈ ലോകത്തോടെ വിട പറയുകയാണ്. അത്രയ്ക്കും പീഡനങ്ങൾ അനുഭവിച്ച ആസിയ ബീവിയുടെ കൂലി, എന്റെ പൊന്നു പെങ്ങളെ, നിങ്ങളുടെ ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് പീഡനങ്ങൾ ഏറ്റുവാങ്ങി നിങ്ങളെ ക്ഷമിച്ചാൽ, നിങ്ങളെ സഹിച്ചാൽ നിങ്ങൾക്ക് അല്ലാഹു സവാബ് നൽകും എന്റെ പൊന്നു പെങ്ങളെ. മറ്റൊരു സംഭവം കൂടെ പറയട്ടെ. എത്രയോ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചിട്ട് ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ചിട്ട് പോയ എത്രയോ പാവപ്പെട്ട വിധവകൾ എന്റെ മുന്നിൽ കാണും. ദുഃഖിക്കരുതേ, പ്രയാസപ്പെടരുതേ. ഈ അബൂബക്കർ അവന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു മുത്തായ ഹദീസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഓതി തന്നിട്ട് നിർത്തിക്കൊള്ളാം. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഒരു പെണ്ണ് സ്വർഗ്ഗത്തിലാണ്, ഒരു പെണ്ണ് സ്വർഗ്ഗത്തിലാണ്. ഇംറാത്തുൻ മാത അൻഹാ സൗജുഹാ, ഒന്നുകിൽ അവളുടെ ഭർത്താവ് മരണപ്പെട്ടു പോയിരിക്കാം. വറബ്ബത്ത്, തന്റെ ഭാര്യ തന്റെ മക്കളെ പിഴച്ചു പോകാതിരിക്കാൻ. വലം തതസവ്വജ് വഹബിസത് നഫ്സഹാ, തന്റെ മക്കളെ അവൾ വളർത്തുന്നതിന് വേണ്ടി മറ്റൊരു വിവാഹം കഴിക്കാതെ വികാര വിചാരങ്ങളെ അടക്കി ഒതുക്കിക്കൊണ്ട് തന്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ച ഒരു പെണ്ണുണ്ടല്ലോ, ആ വിധവയായ പെണ്ണെ, നീ സ്വർഗ്ഗത്തിലാണ് പൊന്നു പെങ്ങളെ, നീ സ്വർഗ്ഗത്തിലാണ്. നിന്റെ ഭർത്താവ് മരണപ്പെട്ടെന്നിരിക്കട്ടെ, നിന്നെ ഉപേക്ഷിച്ചു പോയെന്നിരിക്കട്ടെ, നിന്റെ ശരീരത്തെ, നിന്റെ വികാരത്തെ, നിന്റെ വിചാരത്തെ നീ അടക്കി പിടിച്ചിരിക്കുകയാണ്. ഹറാമായ ബന്ധങ്ങളുമായി ബന്ധപ്പെടാതെ നിന്റെ ശരീരത്തെ, നിന്റെ ചാരിത്ര ശുദ്ധിയെ നീ പണയപ്പെടുത്താതെ സൂക്ഷിച്ചുകൊണ്ട് മരിക്കുമ്പോൾ നീ ജീവിച്ചാൽ നിനക്ക് സ്വർഗ്ഗത്തിന്റെ ഒന്നാമത്തെ സ്ഥാനമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഞാനാണ് സ്വർഗ്ഗത്തിന്റെ വളയം പിടിക്കുന്നത്. ഞാൻ അങ്ങനെ സ്വർഗ്ഗത്തിന്റെ വാതിൽ പിടിക്കുന്നതിന് മുമ്പ് ഒരു പെണ്ണ് എന്നെ അതിക്രമിച്ച് മുന്നിലേക്ക് കടന്നു വരും. ഞാൻ ആ സ്വർഗ്ഗത്തിന്റെ വാതിൽ പിടിക്കുന്നതിന് മുമ്പ് ഈ പെണ്ണ് ആ സ്വർഗ്ഗത്തിന്റെ വാതിൽക്കൽ കയറി പിടിക്കും. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഞാൻ അവളോട് ചോദിക്കും, മാലക്കി ഇവ വൈലക്കി, നീ ആരാണ് പെണ്ണെ, നിനക്ക് എന്ത് സംഭവിച്ചു പെണ്ണെ എന്ന് ഞാൻ അവളോട് ചോദിക്കുമ്പോൾ അവൾ പറയോ, ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു വളർന്നവളാണ്. എന്നെ വഞ്ചിച്ചു പോയ എന്റെ ഭർത്താവ്, എന്നെ ഉപേക്ഷിച്ചു പോയ എന്റെ ഭർത്താവ്, എന്നിൽ നിന്ന് എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയപ്പോ എനിക്ക് യതീമായ കുഞ്ഞുമക്കൾ ഉണ്ടായിരുന്നു ഹബീബേ. ആ കുഞ്ഞുമക്കളെ ഞാൻ വളർത്തി വലുതാക്കി കൊണ്ടുവരികയായിരുന്നു. ആ കുഞ്ഞുമക്കളെ പിഴച്ചു പോകാതെ, ആ കുഞ്ഞുമക്കളെ നശിച്ചു പോകാതെ, ആ കുഞ്ഞുമക്കളെ തകർന്നു പോകാതെ, ഉപ്പയില്ലാത്ത ഉപ്പയുടെ വിരഹ ദുഃഖം മറന്നുപോയ ആ കുഞ്ഞുമക്കൾ, ഞാൻ അവരെ വളർത്തി വലുതാക്കി സന്തോഷത്തോടു കൂടി കൊണ്ടുവന്ന ഒരു വിധവയാണ് ഞാൻ, ഒരു വിധവയാണ് ഞാൻ. എന്റെ വികാര വിചാരങ്ങളെ ഞാൻ അടക്കി വാളവളാണ്, എന്റെ വികാര വിചാരങ്ങളെ അടക്കി വെച്ചവളാണ്, ഒതുക്കി വെച്ചവളാ ഞാൻ. എന്റെ വികാരങ്ങൾക്ക് വേണ്ടി മറ്റൊരാളുടെ മുന്നിൽ ഞാൻ ഔറത്ത് തുറന്നു കൊടുത്തവളല്ല. അതുകൊണ്ട് എന്റെ മക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി അല്ലാഹയെ പേടിച്ച് ജീവിച്ച എനിക്ക് ഈ സ്വർഗ്ഗത്തിന്റെ വാതിൽ പിടിക്കാൻ അവകാശമില്ലേ? ആദരവായ റസൂലുള്ളാഹി തങ്ങളെ സഹാബാക്കളിലേക്ക് തിരിഞ്ഞിട്ട് പറയുകയാണ്, കേൾക്കൂ സഹാബാ, ഒരു പെണ്ണ് പറയുന്നത് കേൾക്കൂ സഹാബാ, എന്നേക്കാൾ അവൾക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ അർഹതയുള്ളതെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയ എന്റെ പൊന്നു പെങ്ങളെ, നീ അല്ലാഹ്ക്ക് വേണ്ടി ജീവിച്ച് മരിക്കണേ, അല്ലാഹ്ക്ക് വേണ്ടി നീ ജീവിക്കണേ. നിന്റെ ശരീരത്തെ മറ്റൊരാൾക്ക് വേണ്ടി നീ പണയപ്പെടുത്തരുതേ. കഴിയുമെങ്കിൽ നീ മറ്റൊരു ഹലാലായ വിവാഹം കഴിക്കണേ. അതല്ല എങ്കിൽ നിന്റെ മക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി നീ ജീവിച്ചു മരിച്ചാൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ നിന്നിട്ട് സ്വർഗ്ഗത്തിന്റെ വളയം പിടിച്ച് ആദ്യമായി സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു സൗഭാഗ്യം അല്ലാഹു നിനക്ക് നൽകും. പടച്ച തമ്പുരാൻ നമുക്ക് ഏവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വസ്ഥമായ, സന്തോഷകരമായ, ആനന്ദകരമായ, ആഹ്ലാദകരമായ ഒരു കുടുംബ ജീവിതം നയിച്ച് അല്ലാഹുവിന്റെയും റസൂലിന്റെയും പൊരുത്തം കരസ്ഥമാക്കി ഈ ലോകത്തോട് ഭാര്യയും ഭർത്താവും സന്താനങ്ങൾ സന്തോഷത്തോടെ മരണപ്പെട്ട് എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ വചനത്തെ മുൻനിർത്തി ആ സ്വർഗ്ഗലോകത്ത് ഇന്ന് ദുനിയാവിൽ പരിലസിക്കുന്നത് പോലെ സ്വർഗീയ ആരാമത്തിൽ പരിലസിക്കാൻ ജഗത്തിന്റെ ഉടമസ്ഥനായ തമ്പുരാൻ, അർശിന്റെ ഉടമസ്ഥനായ തമ്പുരാൻ, ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ച ഉടമസ്ഥനായ തമ്പുരാൻ, സ്വർഗത്തെയും നരകത്തെയും പരിചയപ്പെടുത്തി തന്ന തമ്പുരാൻ ഈ സദസ്സിൽ ഒരുമിച്ച്
ഒരുമിച്ച് കൂടാൻ അനുവദിച്ച തമ്പുരാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്തിന് കൊടുത്ത പൈസ കിട്ടാനും കല്യാണം നടക്കാനും കല്യാണം കഴിഞ്ഞിട്ട് മക്കളെ കിട്ടാൻ ഷാഫി എന്നയാൾ പണി ശരിയാവാൻ എന്റെ കൈയെ പ്രശ്നമാണ്. എന്റെ കൈക്ക് എല്ലാവരും പറഞ്ഞു മുസാഫാത്ത് എന്റെ കൈ ഏതാണ് കണ്ടോ അതിനകത്ത് കാണിച്ചു കൊടുട്ടോ. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞതാ. ഞാൻ ഇന്നിപ്പോ ഈ പരിപാടിയാണ് ഓപ്പറേഷൻ ചെയ്ത ഒരാഴ്ച റെസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ ഓപ്പറേഷൻ ചെയ്തില്ല. ഞാൻ ഞങ്ങളുടെ നാട്ടിൽ പോയിട്ട് ഓപ്പറേഷൻ ചെയ്യണം. ഞാൻ ഇന്ന് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോൾ ഇവർ പറഞ്ഞ് നിർബന്ധമായിട്ടോട് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓപ്പറേഷൻ ചെയ്തു. ഞരമ്പ് കട്ടായി പോയി. അപ്പൊ അതുകൊണ്ട് മുസാഫാത്ത് ചെയ്ത് പിടിച്ചാൽ എനിക്ക് വേദനയാണ്. അതുകൊണ്ട് മനസ്സിലായില്ലേ? നിങ്ങൾ പറഞ്ഞിട്ട് വന്നതാണ്. കണ്ടില്ല കൈ വെറുതെ അല്ല സംഭവം. കണ്ട രണ്ടുപേരും ടൈൽസ് കൊണ്ട് ഭർത്താവിന്റെയും മകന്റെയും പേരിൽ അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെയും മറ്റന്നാൾ നമുക്ക് ഇനിയും വീണ്ടും ദുആകളൊക്കെ ഉണ്ട്. ആ സദസ്സുകളിലൊക്കെ എല്ലാവരും പങ്കാളിത്തം വഹിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على رسولك سيدنا نبينا مولانا محمد وعلى آل سيدنا محمد وبارك وسلم عليه وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. اللهم لك الحمد ولك الشكر يا معبود. اللهم إنا نسألك من خير ما سألك منه نبيك وعبدك محمد صلى الله عليه وسلم ونعوذ بك من شر ما استعاذك منه نبيك وعبدك محمد صلى الله عليه وسلم وأنت المستعان وعليك البلاغ ولا حول ولا قوة إلا بالله العلي العظيم. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ ഈ നസീഹത്ത് നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ സംസാരവും ഞങ്ങളുടെ പ്രവൃത്തികളും നീ ഒരുമിച്ച് കൊണ്ടുപോകാൻ തൗഫീഖ് നൽകണേ പടച്ചവനെ. ഞങ്ങളുടെ ദുഷിച്ച ബന്ധങ്ങളും അശ്ലീല ചിന്തകളും ഞങ്ങളുടെ ഹൃദയത്തിൽ നീ എടുത്തു കളയണേ റഹ്മാനെ. അല്ലാഹുവേ നിന്റെ പൊരുത്തത്തോട് ജീവിക്കാൻ തൗഫീഖ് താ അല്ലാഹ്. ഹറാമായ ബന്ധങ്ങളെ വലിച്ചെറിയാൻ തൗഫീഖ് താ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നീ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾ രഹസ്യമായി ഏതെങ്കിലും ഹറാമായ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു പോയാൽ നഊദു ബില്ലാ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഞങ്ങളെ നീ തകർത്ത് കളയല്ലേ റഹ്മാനെ. എല്ലാം നീ രമ്യമായി പരിഹരിച്ചതാ പടച്ച റബ്ബേ. എന്തെങ്കിലും പ്രശ്നങ്ങളോ ഇടങ്ങേറുകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ യാ അല്ലാഹ് നീ ഞങ്ങളെ സഹായിക്കണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും നിന്ദ്യരും നിരാശരുമാക്കല്ലേ അല്ലാഹുവേ. നികൃഷ്ടരാക്കി മാറ്റല്ലേ റഹ്മാനെ. യാ അല്ലാഹുവേ ഞങ്ങളുടെ ഹലാലായ ഉദ്ദേശങ്ങളെ നിറവേറ്റിത്താ പടച്ച റബ്ബേ. ഞങ്ങളുടെ കടങ്ങളെ വീട്ടിത്താ അല്ലാഹുവേ. ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫാഅതാ പടച്ചവനെ. പടച്ചവനെ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ റഹ്മാനെ. കടക്കാരുടെ കടങ്ങളെ മാറ്റി കൊടുക്കണേ അല്ലാഹുവേ. മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ പോലുള്ള രോഗങ്ങൾക്ക് അടിമപ്പെട്ട ആശുപത്രികളിൽ വീടുകളിൽ കഴിയുന്നവർക്ക് ശിഫാഅ നൽകണേ റഹ്മാൻ. യാ അല്ലാഹ് ഞങ്ങൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് അല്ലാഹുവേ. വാഹനങ്ങൾ ഓടിക്കുന്നവരാണ്. അപകടങ്ങൾ അല്ലാഹുവേ അപകടങ്ങൾ ആപത്തുകൾ നീ അതിനെ തൊട്ട് മുഅഖിബാത്തുകളായ മലക്കുകളെ കൊണ്ട് ഞങ്ങളെ നീ സഹായിക്കണം റഹ്മാനെ. ഞങ്ങളെ നീ സംരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ ഇവിടെ എഴുതി തന്ന ഓരോ ലിസ്റ്റുകളും വായിക്കേണ്ടതില്ല നിനക്കറിയാം. മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് സാലിഹ്യങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അതെല്ലാം നീ കബൂലാക്കി കൊടുക്കുക റഹ്മാനെ. യാ അല്ലാഹ് ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ചവർ, സഹകരിച്ചവർ, ഭക്ഷണം നൽകിയവർ, പടച്ചവനെ ഈ മനോഹരമായ പന്തൽ വിധാനിച്ചവർ, മൈക്ക് സെറ്റ് തന്ന് മൈക്ക് ശബ്ദവും വെളിച്ചവും നിയന്ത്രിച്ചവർ അല്ലാഹുവേ. അതേപോലെ ഇത് മീഡിയകളിലൂടെ പല ഭാഗങ്ങളും എത്തിച്ചു കൊടുക്കുന്നവർ, ഇത് കാണുന്ന പ്രവാസി ലോകങ്ങൾ, പ്രവാസി സഹോദരി സഹോദരങ്ങൾ അല്ലാഹുവേ എല്ലാവരെയും നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ സഹോദരിമാരുടെ പ്രശ്നങ്ങളെ നീ പരിഹരിക്കണേ അല്ലാഹുവേ. കുടുംബ പ്രശ്നങ്ങളെ നീ പരിഹരിക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ് ഞങ്ങളുടെ മക്കൾ അനാഥരാകുന്ന ഒരവസ്ഥയിലേക്ക് ബന്ധങ്ങളെ നീ ഛിന്ന ഭിന്നമാക്കി കളയല്ലേ റഹ്മാനെ. യാ അല്ലാഹുവേ ഹറാമായ ബന്ധങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. മക്കളില്ലാത്ത ദമ്പതികൾക്ക് മക്കളെ കൊടുത്ത് നീ സഹായിക്കണേ അല്ലാഹ്. സഹായിക്കണേ അല്ലാഹ്. സഹായിക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ വളരെ ദൂരങ്ങളിൽ നിന്ന് വളരെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് ഈ ഇൽമിന്റെ സദസ്സിലേക്ക്, ഈ നഗരിയിലേക്ക് ഇതിനെ ധന്യമാക്കാൻ എത്തിയ എല്ലാ സഹോദരി സഹോദരങ്ങളെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരുടെ വരവിനെ സ്വീകരിക്കണേ മന്നാനെ. സ്വർഗത്തിന്റെ വരവാക്കി മാറ്റണേ അല്ലാഹുവേ. ഞങ്ങളുടെ മരണപ്പെട്ടു പോയവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് വിനീതന്റെ പിതാവ് അടുത്ത സമയത്ത് മരണപ്പെട്ട അല്ലാഹുവേ നീ മഗ്ഫിറത്ത് കൊടുക്കണേ റഹ്മാനെ. മർഹമത്ത് കൊടുക്കണേ മന്നാനെ. ആ ഖബർ നീ വിശാലപ്പെടുത്തണേ അല്ലാഹുവേ. ഈ പാവപ്പെട്ടവൻ പ്രസംഗിച്ചതിന്റെ സവാബ് ആ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. സുഖമില്ലാത്ത ഉമ്മാടെ രോഗത്തെ നിശിഫയാക്കണേ അല്ലാഹ്. യാ അല്ലാഹുവേ ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാര്, മുദർരിസമാര്, മുതഅല്ലിം
ആലിമീങ്ങൾ ഉലമാക്കൾ ഉമറാക്കൾ ഞങ്ങളെ ഉഖ്റവികളായ പണ്ഡിതന്മാരാക്കണേ അല്ലാഹ്. നാഫിയ ഇൽമു നൽകണേ അല്ലാഹ്. ഫഹ്മും തഫ്ഹീമും താ പടച്ച റബ്ബേ. ദുനിയാവിന്റെ പണ്ഡിതന്മാരാക്കി ഞങ്ങൾ അധപ്പതിച്ചു കളയല്ലേ അല്ലാഹുവേ. ആഖിറത്തിൽ ഇസ്സത്തോടെ ഞങ്ങളെ നീ നിലനിർത്തണേ അല്ലാഹ്. ഞങ്ങളുടെ ഐബിനെ നീ വെളിപ്പെടുത്തല്ലേ റഹ്മാനെ. ഇഫ്ഫത്ത് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. യാ അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്, സാലിഹാത്തുകളാക്കണേ അല്ലാഹ്. വഴിപിഴപ്പിക്കല്ലേ അല്ലാഹ്. പ്രത്യേകിച്ച് പെൺമക്കളെ നീ പിഴപ്പിക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ, മാതാപിതാക്കളുടെ ചൊൽപ്പടികളെ സ്വീകരിച്ച് നടക്കുന്ന മക്കളാക്കി മാറ്റണ റഹ്മാനെ. മക്കളുടെ പേരിൽ ദുനിയാവിലും ആഖിറത്തിലും അപമാനം വാരി വെക്കുന്ന മാതാപിതാക്കളാക്കി ഞങ്ങളെ നീ മാറ്റല്ലേ റഹ്മാനെ. യാ അല്ലാഹുവേ, ഞങ്ങളുടെ വീടുകളിൽ പുറന്നിറങ്ങി നിൽക്കുന്ന പെൺകുട്ടികൾ, അല്ലാഹുവേ, വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾ, പടച്ച റബ്ബേ, നിന്റെ കുദറത്ത് കൊണ്ട് മഹത്തുക്കളുടെ ബർക്കത്ത് കൊണ്ട് അവർക്ക് റാഹത്തായ അനുയോജ്യമായ ഒരു കല്യാണം നീ വേഗത്തിൽ എത്തിച്ചു കൊടുക്കണേ അല്ലാഹുവേ. അവരെ നീ പിഴപ്പിക്കല്ലേ റഹ്മാനെ. യതീമായ മക്കളെ നീ സഹായിക്കണേ, സംരക്ഷിക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ്, മക്കളുടെ ഉത്തരവാദിത്തങ്ങൾ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. പാവപ്പെട്ടവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണേ അല്ലാഹുവേ. പൊടുന്നനെ സംഭവിക്കുന്ന മരണത്തെ തൊട്ട് നിന്നോട് കാവൽ ചോദിക്കുന്നു അല്ലാഹ്. അറപ്പും വെറുപ്പും ഉളവാക്കുന്ന രോഗങ്ങളെ തൊട്ട് കാവൽ ചോദിക്കുന്നു അല്ലാഹ്. വെള്ളപ്പാണ്ട്, കുഷ്ഠരോഗം, അർബുദത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു റഹ്മാനെ. അലർജി, ആസ്മയിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു അല്ലാഹുവേ. പടച്ച റബ്ബേ, ഹാർട്ട് അറ്റാക്ക്, സൈലന്റ് അറ്റാക്കിൽ നിന്ന് കാവൽ തേടുന്നു റഹ്മാനെ. നടക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ഉരുണ്ടു വീണ് മരിക്കുന്ന, കുഴഞ്ഞു വീണ് മരിക്കുന്ന, തളർന്നു വീണ് സ്ട്രോക്ക് സംഭവിച്ചു പോകുന്ന ആ മഹാവിപത്തിൽ നിന്ന് നിന്നോട് കാവൽ ചോദിക്കുന്നു റഹ്മാനെ. ഇതെല്ലാം ഇൽമിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് ഇത്രയും സമയം നിന്റെ വാക്കുകളും നിന്റെ ഹബീബായ തങ്ങളുടെ തിരുവചനങ്ങളും ചർച്ച ചെയ്ത സദസ്സാണ്. പടച്ചവനെ, ഈ പാവിയുടെ കരങ്ങൾ പാവങ്ങൾ കൊണ്ട് നിറഞ്ഞതാണെങ്കിലും എത്രയോ സാധുക്കളുടെ കരങ്ങൾ ശുദ്ധമാണ് പടച്ചവനെ. അവരുടെ ബർക്കത്ത് കൊണ്ട് ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. തട്ടിക്കളയല്ല റഹ്മാനെ. പടച്ചവനെ, ഈ ദുആ നീ തട്ടിക്കളയല്ല അല്ലാഹുവേ. റഹ്മാനെ, ഞങ്ങൾക്ക് നീ മഴ താ റഹ്മാനെ, വെള്ളം താ റഹ്മാനെ, ബുദ്ധിമുട്ടിക്കല്ല റഹ്മാനെ, ഞങ്ങളെ ക്ഷാമത്തിലാക്കല്ലേ അല്ലാഹുവേ. അല്ലാഹുവേ, അന്ത റബ്ബുസ് സമാവാതി വൽ അർള് അംദരി സമഅ അലൈനാ മിദ്റാറ. നീ ആകാശഭൂമിയുടെ ഉടമസ്ഥനാണല്ലോ അല്ലാഹ്. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വല്ല അപാകതകൾ, ന്യൂനതകളുടെ പേരിൽ നീ ഞങ്ങൾക്ക് തരാൻ ഉദ്ദേശിച്ച റഹ്മത്ത് പിടിച്ചു വെക്കാതെ ഞങ്ങളുടെ മേൽ കനിയണേ അല്ലാഹ്, കനിയണേ അല്ലാഹ്. നീ റഹ്മത്ത് ചൊരിഞ്ഞെന്ന് ഞങ്ങളെ നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. വൃദ്ധന്മാരെ നീ പരിഗണിക്ക് പടച്ചവനെ, വൃദ്ധകളെ നീ പരിഗണിക്ക് പടച്ചവനെ. ഒന്നും ചെയ്യാത്ത കുഞ്ഞുമക്കളെ നീ പരിഗണിക്കണേ അല്ലാഹ്. ഈ സസ്യങ്ങളെയും വൃക്ഷങ്ങളെയും ഈ കാലികളെയും നീ പരിഗണിച്ചിട്ട് അല്ലാഹു വെള്ളം തന്ന് ഞങ്ങളെ നീ സഹായിക്കണം റഹ്മാനെ. ക്ഷേമത്തിൽ ഞങ്ങളെ ക്ഷാമത്തിൽ ആക്കല്ല റഹ്മാനെ. യാ അല്ലാഹ്, പുണ്യമായ മക്കയിലും മദീനയിലും പോകാൻ തൗഫീഖ് താ പടച്ചവനെ. ബൈത്തുൽ മുഖദ്ദസിൽ പോകാൻ തൗഫീഖ് താ അല്ലാഹുവേ. ഹജറുൽ അസ്വദ് മുത്താൻ തൗഫീഖ് താ അല്ലാഹുവേ. ഹബീബായ തങ്ങളുടെ ചാരത്ത് പോയ അസ്സലാത്തു വസ്സലാമു അലൈക സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് മനം കുളിർക്ക വിളിക്കാൻ, ആ റൗളയിൽ വിശ്രമിക്കാൻ നീ തൗഫീഖ് താ റഹ്മാനെ. യാ അല്ലാഹ്, ആ പുണ്യമായ മണ്ണിൽ മരിക്കാൻ തൗഫീഖ് താ അല്ലാഹ്. ഈമാനോടെ മരിക്കാൻ തൗഫീഖ് താ അല്ലാഹ്. ഹബീബായ തങ്ങളോടൊപ്പം ഐശൽ ഉയർത്തി എഴുന്നേൽപ്പിക്കണേ റഹ്മാനെ. അർശിന്റെ തണൽ തന്ന് ഞങ്ങളെ സഹായിക്കണേ അല്ലാഹുവേ. വേറെ ഒരു അമലും ഞങ്ങളുടെ കൈകളിൽ ഇല്ല റഹ്മാനെ. ഈ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ആരെങ്കിലും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ടെങ്കിൽ അവരെ എല്ലാം ഞങ്ങൾ ചേർത്തുകൊണ്ട് നിന്നോട് ചോദിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിന്റെ മേൽ അർപ്പിക്കുന്നു അല്ലാഹുവേ. സാധുക്കളായ ഞങ്ങൾ, അലിമീങ്ങൾ, പ്രാസംഗ്യന്മാർ, പ്രഭാഷകന്മാർ അല്ലാഹുവേ, വളരെ ദൂരത്ത് നിന്ന് യാത്ര ചെയ്ത് ഈ നാട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങളെ സഹായിക്കാനും ഞങ്ങളെ കൊണ്ടുപോകാനും ഞങ്ങൾക്ക് വേണ്ട ഖിദ്മത്തുകൾ ചെയ്യാനും സാധുക്കളായ നല്ലവരായ നാട്ടുകാരെ തയ്യാറായി രംഗത്തേക്ക് വരുമ്പോൾ അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അവരുടെ ബിസിനസ്സിൽ നീ ബർക്കത്ത് ചെയ്ത് കൊടുക്കണേ അല്ലാഹ്. അവരുടെ കുടുംബജീവിതത്തിൽ നീ സന്തോഷങ്ങൾ നൽകണേ അല്ലാഹ്. അവരുടെ മക്കളെ നീ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. അവരുടെ വാഹനങ്ങളെ, അപകടങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഇവിടെ വന്ന എല്ലാ പ്രഭാഷകന്മാർക്കും നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹുവേ. ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ. പടച്ചവനെ, അവരെ ഉഖ്റവികളായ പണ്ഡിതന്മാരിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ. ഇനിയുള്ള പരിപാടികളെയെല്ലാം സുഗമമായ നിലയിൽ നീ വിജയിപ്പിക്കണേ അല്ലാഹ്. നല്ല അന്ത്യം നൽകി കലിമ ഉച്ചരിച്ച് ലോകത്ത് നിന്ന് വിട പറയുന്ന സാലിഹീങ്ങളിൽ ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഹഖി സല്ലല്ലാഹു